ചരിത്ര സാക്ഷികൾ പരമ്പരയുടെ പ്രത്യേക അധ്യായമാണ് ഇത്. പ്രിയപ്പെട്ട പ്രേമ മന്മഥനാണ് ഇന്നത്തെ അതിഥി. ഇന്ത്യൻ എക്സ്പ്രസിലും ദ ഹിന്ദുവിലുമായി 3.5 പതിറ്റാണ്ട് നീണ്ടുനിന്ന മാധ്യമ പ്രവർത്തനം 1977 മുതൽ 2012 വരെ 35 വർഷം. ഞാനും ഒരു 35 വർഷം പിന്നിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. 1988 ഡിസംബർ, കൊച്ചി, ഫോർട്ട് കൊച്ചി കൽവത്തിയിലെ ആസ്പിൻവാൾ ബിൽഡിംഗ്. ഞങ്ങൾ 3 ചെറുപ്പക്കാർ അവിടേക്ക് കടന്നു വന്നു. ഞാൻ 2021 അന്തരിച്ച പ്രിയപ്പെട്ട സുഹൃത്ത്, ഹിന്ദുവിൻ്റെ ഡെപ്യൂട്ടി എഡിറ്ററായിരുന്ന NJ നായർ, ശ്രീലത മേനോൻ, ഇന്ത്യൻ എക്സ്പ്രസിന്റെ റെസിഡന്റ് എഡിറ്റർ SK അനന്തരാമന്റെ 40 വർഷം നീണ്ട മാധ്യമ പ്രവർത്തനം അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പാണ് ഞങ്ങൾ അദ്ദേഹത്താൽ അവിടെ നിയമിക്കപ്പെടുന്നത് ട്രെയിനികളായി. കൊച്ചി കപ്പൽ നിർമ്മാണശാലയിലേക്ക് പോകുന്ന കപ്പലുകൾ, അതിൻ്റെ ശബ്ദം, വലിയ ഹോൺ മുഴങ്ങുന്നു, ഇഷ്ടംപോലെ വള്ളങ്ങൾ പുറത്തേക്ക് പോകുന്നു, ബോട്ടുകളുടെ ശബ്ദം. ആസ്പിൻവാൾ ബിൽഡിങ്ങിന്റെ ഒരു ഭിത്തി കപ്പൽ ചാനലിലാണ് ഉള്ളത്. ഞങ്ങൾ അവിടേക്ക് ആദ്യം കടന്നു ചെല്ലുമ്പോൾ നിറപുഞ്ചിരിയോടെ ഞങ്ങളെ സ്വീകരിച്ചവരിൽ ഒരു മുഖം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അത് പ്രേമചേച്ചി എന്ന് ഞങ്ങൾ വിളിക്കുന്ന പ്രേമ മന്മഥൻ്റെതാണ്. അപ്പോൾ ഈ അക്കാലം മുതലുള്ള സമ്പന്നമായ അനുഭവങ്ങൾ, സത്യം പറഞ്ഞാൽ ആ കാലമല്ല, അതിന് കുറെ കാലങ്ങൾക്ക് മുമ്പ് 1977 അതേ ആസ്പിൻവാൾ ബിൽഡിങ്ങിൽ നിന്നാണ് പ്രേമ മന്മഥന്റെ മാധ്യമ ജീവിതം ആരംഭിക്കുന്നത്. അപ്പൊ അവിടം മുതൽ, അല്ലെങ്കിൽ അതിലേക്ക് വന്ന കാലം മുതലുള്ള അനുഭവങ്ങൾ സംസാരിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. പ്രേമചേച്ചി 7ാം ക്ലാസ് വരെ മലേഷ്യയിൽ പഠിച്ചു. അതിനുശേഷം കേരളത്തിലെ വിവിധ സ്കൂളുകളിലും കോളേജുകളിലുമായി പഠനം പൂർത്തിയാക്കി. 1977 മാർച്ച് 1-ാം തീയതി ട്രെയിനിയായി ഇന്ത്യൻ എക്സ്പ്രസിന്റെ കൊച്ചി എഡിഷനിൽ നിന്ന് മാധ്യമ പ്രവർത്തനം ആരംഭിച്ചു. എങ്ങനെയാണ് ഈ മാധ്യമ രംഗത്തേക്ക് വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം, അല്ലേ? അവിടെ മുതൽ നമുക്ക് തുടങ്ങാം. അത് ചെറുതിലെ മലയാളിലായിരുന്നു. അച്ഛൻ ഒരു റബ്ബർ എസ്റ്റേറ്റിലായിരുന്നു. അച്ഛൻ SP മേനോൻ. അമ്മയുടെ പേര് K ഭവാനി അമ്മ. അപ്പോ അവിടെ ഞങ്ങൾ 2 പെൺകുട്ടികളായിരുന്നു, ഞാനും എൻ്റെ ചേച്ചിയും. അന്ന് അമ്മ ഒരുപാട് നാട്ടിലെ കാര്യങ്ങൾ ദിവസവും ഇങ്ങനെ പറയുമായിരുന്നു. ഹാർമോണിയം ഒക്കെ ഇവിടുന്ന് കപ്പലിൽ കൊണ്ടുവന്ന് ഞങ്ങളെ പാട്ടൊക്കെ പഠിപ്പിക്കുമായിരുന്നു. അപ്പൊ എപ്പോഴും നാടുമായിട്ടൊരു ടച്ച് ഇങ്ങനെ എപ്പോഴും വെക്കുമായിരുന്നു അമ്മ. അപ്പൊ ആ സമയത്ത് അമ്മ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്തു. എൻ്റെ അമ്മയുടെ അച്ഛൻ പള്ളിപ്പുറം V നാരായണ പിള്ള എന്ന് പറഞ്ഞ ആള് മനോരമയില് അന്നൊക്കെ ലീഡർ എഴുതുന്ന ആളെന്നാണ് പറയുന്നത്, അതായത് എഡിറ്റോറിയൽ എഴുതുന്ന ആള് മനോരമയില്. അപ്പൊ അങ്ങനെ എൻ്റെ അപ്പൂപ്പന് അങ്ങനെ ജോലി ചെയ്തിരുന്നു എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചങ്ങനാശ്ശേരി തൃക്കുടുത്താനത്തായിരുന്നു ഞങ്ങളുടെ വീട്, അതായത് അമ്മയുടെ ഒക്കെ വീട്. അമ്മയുടെ അച്ഛൻ്റെയും വീട് തൃക്കുടുത്താനത്തായിരുന്നു. അപ്പൊ അവിടുന്ന് നടന്നുപോയി കോട്ടയത്ത് മനോരമ ഓഫീസിൽ പോയി ഈ ലീഡർ എഴുതിയിട്ടായിരുന്നു നടന്ന് തിരിച്ചു വരുന്നത്. മാമൻ മാപ്പിളയൊക്കെ അന്ന് അവരുടെ വീട്ടില് വരാന്തയിൽ ഇരിക്കുന്നതൊക്കെ, വരാന്തയിലായിരുന്നു എല്ലാവരും ഇരിക്കുന്നത് അന്ന്, സ്വീകരണം പോലെ. അന്ന് അതൊക്കെ അമ്മയ്ക്ക് ഓർമ്മയുണ്ട് എന്നൊക്കെ പറയുമായിരുന്നു. ഈ അപ്പൂപ്പൻ പള്ളിപ്പുറം V നാരായണ പിള്ള ഈ NSS ഫോം ചെയ്ത 14 പേരിൽ ഒരാളും കൂടിയാണ്. അങ്ങനെ ഒരു ചുറ്റുപാടില് ആണ് ഞാൻ വളർന്നത്. പിന്നെ അച്ഛന് ഒരുപാട് എസ്റ്റേറ്റിലായിരുന്നു ഞങ്ങൾ താമസം. അപ്പോൾ
ഓരോ ഇതൊക്കെ ന്യൂസ് പേപ്പറും മാഗസീൻസും വരാനും ഒക്കെ ഒരുപാട് ദിവസങ്ങൾ എടുക്കും. എന്നാലും കൊച്ചിലെ തൊട്ടേ റീഡേഴ്സ് ഡൈജസ്റ്റ്, ഇലസ്ട്രേറ്റഡ് വീക്ക്ലി, ഇന്ത്യൻ മൂവി ന്യൂസ് ഒരു മാഗസിൻ ഉണ്ടായിരുന്നു. അതൊക്കെ ഇന്ത്യ ആയിട്ട് നമ്മുടെ നാടുമായിട്ടുള്ള ഒരു ടച്ച് വെക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ വരുത്തിയത്. പിന്നെ അന്ന് അവിടുത്തെ പത്രം സ്ട്രേറ്റ്സ് ടൈംസ് എന്നുള്ള ആ പത്രം. പിന്നെ എനിക്ക് നല്ല ഓർമ്മയുള്ളത് ദ ഹിന്ദു, ഒരു വീക്ക്ലി ന്യൂസ് പേപ്പർ ഉണ്ടായിരുന്നു. വളരെ ഒരു ഗൊസമ തിൻ പേപ്പറിൽ ഇങ്ങനെ ഒരു ടാബ്ലോയിഡ് സൈസില് എല്ലാ ആഴ്ചയിലും കിട്ടുമായിരുന്നു ദ ഹിന്ദു. അന്ന് തൊട്ട് ഹിന്ദു വായിക്കാൻ തുടങ്ങിയതാ. അത് അങ്ങനെയൊക്കെയുള്ള ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഏഴാം ക്ലാസ് കഴിഞ്ഞപ്പോ അവിടെ മതിയാക്കി നാട്ടിൽ വരാൻ തീരുമാനിച്ചു. അത് നാട്ടില് വന്ന അതിനു മുമ്പ് തന്നെ കണ്ണൂർ ഒരു ബോർഡിംഗ് സ്കൂള് കണ്ടുവച്ചിരുന്നു. അതായത് മലയാളം പോരാ, അമ്മ വീട്ടിൽ പഠിപ്പിച്ചു, മലയാളം ഒക്കെ പഠിപ്പിച്ചു, എഴുതാനും വായിക്കാനും ഒക്കെ കുറേശ്ശെ അറിയായിരുന്നു. പിന്നെ വീട്ടിൽ മലയാളം പറയുന്നത് കൊണ്ട് മലയാളവും നന്നായിട്ട് അറിയായിരുന്നു. എന്നാലും മറ്റ് സ്കൂൾസിൽ പോകുമ്പോഴത്തേക്ക് അവിടുത്തെ മലയാളം കുറച്ചുകൂടെ ഹയർ സ്റ്റാൻഡേർഡ് ആണല്ലോ എന്നോർത്ത് കണ്ണൂർ ബോർഡിങ്ങില് പഠിച്ചു. സ്കൂൾ കഴിഞ്ഞു. അന്ന് ആംഗ്ലോ ഇന്ത്യൻ ഹൈസ്കൂൾ എക്സാമിനേഷൻ എന്ന് പറഞ്ഞുള്ളൊരു പരീക്ഷയാണ്. അത് 11ാം ക്ലാസ് വരെ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ആണ് PUCക്ക് കോയമ്പത്തൂർ പോയി. കോയമ്പത്തൂരിൽ നിന്നും ട്രിവാൻഡ്രത്ത് BAക്ക് പഠിക്കാൻ ഓൾ സെയിൻസിൽ ജോയിൻ ചെയ്തു. അപ്പം പണ്ട് തന്നെ ഞാൻ കൊച്ചായിരുന്നപ്പോ തന്നെ റീഡേഴ്സ് ഡൈജസ്റ്റില് ഒരു സ്റ്റോറി വായിക്കാനിടയായി. അതായത് ഒരാള് വിയറ്റ്നാം വാർ കവർ ചെയ്ത ഒരു അനുഭവങ്ങള്. അത് ഞാൻ മറന്നിട്ടേ ഇല്ല. അത് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തു. അങ്ങനെയൊന്നും വാറൊന്നും കവർ ചെയ്യാനൊന്നും ഒരു എക്സ്പീരിയൻസ് ഒന്നും ഇല്ലെങ്കിലും ഇങ്ങനെ അത് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തു അത് വായിച്ചത് റീഡേഴ്സ് ഡൈജസ്റ്റില്. അപ്പൊ നേരത്തെ തന്നെ ജേർണലിസ്റ്റ് ആവണം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അപ്പൂപ്പന്റെ ഇതും അതും എല്ലാം കൂടെ വെച്ച് വേണം. പാരന്റ്സ് വളരെ വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. അന്ന് പെൺകുട്ടികള് അധികം ഒന്നും ജോയിൻ ചെയ്യില്ലായിരുന്നു. പിന്നീട് ഇപ്പൊ പെൺകുട്ടികൾ കൂടുതലായി ആണുങ്ങളെക്കാൾ. അന്ന് എന്നിട്ട് ആ സമയത്താണ് ഡിഗ്രി കഴിഞ്ഞ് ഞാൻ വിദ്യാഭവന്റെ ഈ ജേർണലിസം കോഴ്സിന് ചേർന്നു. പ്രസ് ക്ലബിലായിരുന്നു അത് പിന്നെ ഉണ്ടായിരുന്നു ആ കോഴ്സ്. പ്രസ് ക്ലബില് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് പകല് വെറുതെ ഇരിക്കണമല്ലോ എന്നോർത്ത് MAക്കും ജോയിൻ ചെയ്തു. യൂണിവേഴ്സിറ്റി കോളേജിൽ MAക്കും ജോയിൻ ചെയ്തു. അപ്പൊ MAയും ജേർണലിസം കോഴ്സും ഇങ്ങനെ ഒന്നിച്ചാണ് ചെയ്തത്. 1 വർഷമേ ഉണ്ടായിരുന്നുള്ളൂ ജേർണലിസം കോഴ്സ്. അത് ചെയ്തിട്ട് അത് കഴിഞ്ഞ് MAയും പാസ്സായി. അപ്പൊ ആ സമയത്തും ഡിഗ്രിക്ക് പഠിക്കുമ്പോഴും ഒക്കെ കൾച്ചറൽ ആക്ടിവിറ്റീസിൽ ഒരുപാട് ഞാൻ ജോയിൻ ചെയ്യുമായിരുന്നു. യൂത്ത് ഫെസ്റ്റിവലിനും അതിനും ഇതിനും ഒക്കെ ഒരുപാട് ജോയിൻ ചെയ്യുമായിരുന്നു. കിട്ടിയിട്ടുമുണ്ട് പലപ്പോഴും. ഈ വിദ്യാഭവന്റെ കോഴ്സ് കഴിഞ്ഞിട്ട് 77 അപ്പോഴൊക്കെ എമർജൻസി ടൈം ആയിരുന്നു. അപ്പൊ അന്ന് ഇന്ത്യൻ എക്സ്പ്രസ് ആയിരുന്നു എല്ലാം രാവിലെ വന്നിട്ട് ഇടിയാ ഹോസ്റ്റലില് ഇന്ത്യൻ എക്സ്പ്രസ് വായിക്കാനായിട്ട്. അന്ന് കോഴ്സ് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് എങ്ങനെയാ ഇവിടെയൊക്കെ അപ്ലൈ ചെയ്യണമല്ലോ, എങ്ങനെ അവര് വിളിക്കുമ്പോഴോ അല്ലേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോ ഒരു ദിവസം അച്ഛൻ എന്തോ സാധനം മേടിച്ച പൊതിഞ്ഞു കൊണ്ടുവന്ന പേപ്പറില് അതിനകത്ത് ഇങ്ങനെ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ട്രെയിനീസിനെ ഇൻവൈറ്റ് ചെയ്യുന്നു എന്നും പറഞ്ഞ് കണ്ടു. ഉടനെ അങ്ങോട്ട് എഴുതി, ഇങ്ങനെ ട്രെയിനി ആയിട്ട് ഇങ്ങനെ ഇത് കഴിഞ്ഞതാണ്, ട്രെയിനി ആയിട്ട് ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞു. അന്ന് SK അനന്തരാമൻ എന്ന് പറഞ്ഞ ഒരു എഡിറ്റർ ആളായിരുന്നു ട്രിവാൻഡ്രത്ത് സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ആയിട്ട് ഉള്ള ആള്. SK അനന്തരാമൻ ആയിരുന്നു ആൾ റിക്രൂട്ട് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് റിപ്ലൈ വന്നു, ട്രിവാൻഡ്രത്ത് ഇന്റർവ്യൂവിന് ചെല്ലാൻ പറഞ്ഞ്. അപ്പൊ ട്രിവാൻഡ്രത്ത് ഇന്റർവ്യൂവിന് പോയി. അപ്പൊ തന്നെ ഒരു സ്റ്റോറി എഴുതാൻ പറഞ്ഞു. അതെഴുതിയത് അന്ന് ഈ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിലും പോസ്റ്റ്മെൻ പോലെ പോസ്റ്റ് വിമൺ വളരെ കുറവായിരുന്നു. അപ്പൊ ഒരു പോസ്റ്റ് വിമൺ ആദ്യമായിട്ട് 1 or 2 പേര് എനിക്ക് ഓർമ്മയുള്ള അത്
ഒരു പോസ്റ്റ് വിമണിനെ കുറിച്ച് ഒരു സ്റ്റോറി എഴുതാൻ പറഞ്ഞു. ഉം. എന്നിട്ട് ആ സ്റ്റോറി അവിടെ നിന്ന് എനിക്ക് വേഗം വീട്ടിൽ പോകണമല്ലോ, അപ്പൊ പെട്ടെന്ന് എഴുതി ഓടിപ്പോയി എല്ലാരെയും കണ്ടുപിടിച്ചൊക്കെ അത് എഴുതി കൊടുത്തു. ഉം. അത് കഴിഞ്ഞ് ഒരു സ്റ്റോറി കൂടെ എഴുതാൻ പറഞ്ഞു. അത് യൂണിവേഴ്സിറ്റി കോളേജില് എന്തോ ഒരു എക്സിബിഷൻ ആയിരുന്നു. അപ്പൊ ആ എക്സിബിഷൻ കവർ ചെയ്യാൻ പോയപ്പം എന്നെ കൊണ്ട് നടന്ന് കാണിച്ചതൊക്കെ പ്രിയദർശൻ എന്നൊരു പയ്യനായിരുന്നു. ആ പയ്യനാ ഇപ്പോഴത്തെ ഡയറക്ടർ പ്രിയദർശൻ. ആ. പരിചയമായതാ. അപ്പൊ അത് അങ്ങനെ എഴുതി ഈ രണ്ട് സ്റ്റോറീസും കൊടുത്തിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. അന്നൊക്കെ വളരെ ടഫായിരുന്നു. അതിന്റെ കൂട്ടത്തിൽ ഒരു ടെസ്റ്റും ഉണ്ടായിരുന്നു, അത് മറന്നുപോയി പറയാന്. ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു, കുറച്ച് ട്രാൻസ്ലേഷന്, പിന്നെ വേറെ ഇംഗ്ലീഷിന്റെ ചില റിപ്പോർട്ട്സ് ഒക്കെ കറക്റ്റ് ചെയ്യാന്, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്ന് പിന്നെയും 7 ദിവസം ഓരോ റിപ്പോർട്ട് അയക്കാൻ പറഞ്ഞു. അപ്പൊ അവിടെ നാട്ടില് തൃക്കൊടിത്താനം ഒരു ഗ്രാമമാണ്, ചെറിയ ഗ്രാമമാണ്. അവിടെ എന്താ ഉള്ളത് എന്നാലും കണ്ടുപിടിച്ചു എന്തെങ്കിലും 7 ദിവസം അത് എന്തെങ്കിലുമൊക്കെ എഴുതി അയച്ചു. അതിലൊന്ന് അവിടെ ചന്ദനക്കുടം ഉത്സവം അവിടെ ഉണ്ടായിരുന്നു. ചന്ദനക്കുടം പള്ളി, ചന്ദനക്കുടം എന്ന് പറയുന്ന ഒരു പല റിലിജൻസും പിന്നെ ഹിന്ദുസും എല്ലാവരും പങ്കെടുക്കുന്ന ഒരു ഫെസ്റ്റിവലാണ് ഈ ചന്ദനക്കുടം എന്ന് പറയുന്നത്. ആ ചന്ദനക്കുടത്തിൽ ഞാനും എൻ്റെ അമ്മയും കൂടെ പോയി അവിടെ ആളുകളെ കണ്ട് എഴുതി അയച്ചു. അത് പബ്ലിഷ് ചെയ്തു, ഇന്ത്യൻ എക്സ്പ്രസിൽ പബ്ലിഷ് ചെയ്തു. എന്താ ആ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തു. അപ്പൊ അതിന് മുമ്പാണോ പിൻപാണോ എനിക്ക് ഓർമ്മയില്ല, ജേർണലിസം കോഴ്സിന് ഒരു സ്റ്റഡി പേപ്പർ ഉണ്ടായിരുന്നു. ആ സ്റ്റഡി പേപ്പർ എന്ന് പറഞ്ഞ ഒരു തീസിസ് പോലെ, ആ സ്റ്റഡി പേപ്പർ ചെങ്കൽച്ചൂള സ്ലംസിനെ കുറിച്ചായിരുന്നു. എന്റെ സ്റ്റഡി പേപ്പർ, ഓരോരുത്തർക്കും ഓരോന്ന്. അപ്പൊ ആ ചെങ്കൽച്ചൂള സ്റ്റഡി പേപ്പർ ചെയ്തതിൽ നിന്നും ഞാനൊരു സ്റ്റോറി ഉണ്ടാക്കി. എന്റെ ഫ്രണ്ട് കൂടെ ആ കോഴ്സിൽ തന്നെ കൂടെ ഉണ്ടായിരുന്ന മോഹൻരാജ് ശിവാനന്ദ്. ഈ മോഹൻരാജ് ശിവാനന്ദ് റീഡേഴ്സ് ഡൈജസ്റ്റിന്റെ ഇന്ത്യ എഡിറ്റർ ആയിട്ടാണ് റിട്ടയർ ചെയ്തത് ഇപ്പോഴേ. മോഹൻരാജ് ശിവാനന്ദ് പുള്ളിക്ക് മാത്രം ക്യാമറ ഉണ്ടായിരുന്നു. അപ്പൊ ആ ക്യാമറ കൊണ്ട് ഫോട്ടോ ഒക്കെ എടുത്ത് ഇതൊരു സ്റ്റോറി ആക്കി ഇന്ത്യൻ എക്സ്പ്രസിന് അയച്ചു. അത് പബ്ലിഷ്ഡ് ആയി. അതാണോ ഇതാണോ ആദ്യം പബ്ലിഷ് ആയെന്ന് എനിക്ക് ഓർമ്മയില്ല. അത് പബ്ലിഷ് ചെയ്തത് കെ ശിവറാം എന്ന് പറഞ്ഞ എഡിറ്ററാണ്. കെ ശിവറാമിന്റെ വൈഫായിരുന്നു അമ്മിണി ശിവറാം. അമ്മിണി ശിവറാം ആയിരുന്നു ശരിക്കും ആദ്യത്തെ ഒരു മലയാളി ജേർണലിസ്റ്റ്. നോർത്തിൽ പോയി ബോംബെയില്, ഏത് പത്രമാണെന്ന് ഞാൻ മറന്നുപോയി, ഓർക്കുന്നില്ല. ആക്ച്വലി മൂവാറ്റുപുഴക്കാരി അവിടെ പോയി ഒരു ജേർണലിസ്റ്റ് ആയത് ആദ്യമായിരുന്നത്. കെ ശിവറാം എന്ന് പറയുന്നത് വിധുബാലയുടെ അച്ഛൻ കെ ഭാഗ്യനാഥിന്റെ ബ്രദറ്. ഇപ്പൊ നെറ്റിൽ നോക്കിയാ ശിവറാം സാറിന്റെ ഒന്നും കാണുന്നില്ല. അത് വലിയൊരു സങ്കടമാണത്. അന്ന് എത്ര നല്ല ഒന്നുമില്ല. ആരും ഒരു പുള്ളിയെ പറ്റി ഒരു ബുക്ക് എഴുതാഞ്ഞിട്ടാണോ എന്താണോ, ഞാനിപ്പോ തപ്പി കെ ശിവറാം എന്തെങ്കിലും ഉണ്ടോന്ന്, ഒന്നുമില്ല ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ട്. അപ്പൊ ആദ്യം അന്ന് എനിക്കൊരു ലൈൻ ഇൻ റിപ്ലൈ കിട്ടി, ഫോർ എ സ്റ്റുഡന്റ് യുവർ സ്റ്റോറി ഇസ് ഗുഡ്. അതെത്ര നമ്മള് യുവർ സ്റ്റോറി ഇസ് ഗുഡ് എന്നല്ല, ഫോർ എ സ്റ്റുഡന്റ് യുവർ സ്റ്റോറി ഇസ് ഗുഡ്. അപ്പൊ അതൊരു എൻകറേജ്മെന്റ് ആയിരുന്നു. പിന്നെ ഈ 7 റിപ്പോർട്ട്സ് അയച്ചു കഴിഞ്ഞിട്ട് ഐ ഗോട്ട് സെലക്റ്റഡ്. അതിനു മുമ്പേ ഒരു കാര്യം പറയാൻ മറന്നു. ജേർണലിസം ക്ലാസ്സില് ഈ മോഹൻരാജ് ശിവാനന്ദ് എന്ന ഒരാളുണ്ടായിരുന്നെന്ന് പറഞ്ഞല്ലോ, റീഡേഴ്സ് ഡൈജസ്റ്റ് എഡിറ്റർ ആയിരുന്നത്. അത് കൂടാതെ ഞങ്ങൾ 3 പെൺകുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ അന്ന്. അതില് ഒരാള് സൂസി നെല്ലിത്താനം എന്ന് പറഞ്ഞ സൂസി ബാംഗ്ലൂർ ക്രിസ്ത്യൻ എക്യൂമെനിക്കൽ സെന്ററിന്റെ ആദ്യത്തെ വുമൺ ഡയറക്ടർ ആയിട്ടാ ഇരുന്നു, കുറെ നാളിരുന്നു. അത് കഴിഞ്ഞു പോയി. മറ്റേത് ഏലിയമ്മ ഫിലിപ്പ് എം പ്രസാദിന്റെ ഭാര്യയായി, പഴയ ഫിലിപ്പ് എം പ്രസാദിന്റെ ഭാര്യയായി. അങ്ങനെ ഞങ്ങൾ 3 പേര് കൂടാതെ ക്ലാസ്സില് വേണു നാഗവള്ളി ഒന്ന്, പിന്നെ ബാലചന്ദ്ര മേനോൻ വേറെ ആള്. ഇവര് 3 പേരും കൂടായിരുന്നു ഞങ്ങൾ 3 പെൺകുട്ടികളെ ബെത്തനി ഹോസ്റ്റലിലായിരുന്നു ഞങ്ങളുടെ താമസം. അപ്പൊ പ്രസ് ക്ലബിൽ നിന്ന് ദിവസവും വൈകിട്ട് ഇവരായിരുന്നു ഞങ്ങളെ ഹോസ്റ്റലിൽ കൊണ്ട് വിടുന്നത്.
അന്നൊക്കെ ശരി. 7:30 മണി എന്നൊക്കെ പറയുന്നത് വലിയൊരു രാത്രിയാ. തന്നെ ആരും ഇറങ്ങി പോകുമൊന്നുമില്ല. അല്ല, ഈ ബന്ധം വെച്ച് സിനിമയിൽ പോകേണ്ട ആളാണല്ലേ വഴിതെറ്റി വന്നത്? എന്തോ എന്താ ഈ ബന്ധം വെച്ചിട്ട് സിനിമയിൽ പോകേണ്ട ആളാണ് വഴിതെറ്റി പത്രത്തിൽ വന്നത്. ആ ബാലേന്ദ്ര മേനോന്റെ നാടകത്തിന് ടിക്കറ്റ് ഒക്കെ വിറ്റു കൊടുത്തത് ഞങ്ങളാ അന്ന്. ശരി. വേണു അന്നേ നല്ലപോലെ പാടുകയൊക്കെ ചെയ്യുമായിരുന്നു വേണു. ഉം, ഉം. അത് കഴിഞ്ഞ് വേണു പിന്നീട് ആകാശവാണി സ്റ്റാഫ് അനൗൺസറായി. വേണുവായിട്ട് ഇൻ ടച്ച് ആയിരുന്നു. ബാലേന്ദ്ര മേനോനുമായിട്ട് ഇപ്പോഴും ഇൻ ടച്ച് ആണ്. പിന്നെ ഒരുപാട് ബാലേന്ദ്ര മേനോന്റെ സിനിമയെ കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്, വഴക്കിട്ടിട്ടുണ്ട്, പിണങ്ങിയും ഒക്കെ. ബാലേന്ദ്ര മേനോന്റെ സിനിമ ആയതുകൊണ്ട് അത് നല്ലതാണെന്ന് എഴുതാൻ പറ്റുമോ? ഞാൻ ചീത്തയാണെന്ന് തന്നെ എഴുതുമായിരുന്നു. അപ്പൊ അതിന് വഴക്കുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ആണെങ്കിൽ ഇപ്പോഴും ഇൻ ടച്ച് ആണ് ഒരാഴ്ച. പിന്നെ എന്താ പറയണ, ജോയിൻ ചെയ്ത് കഴിഞ്ഞ് ഞാൻ കൂടുതൽ ഫീച്ചേഴ്സ് ആണ്, റിപ്പോർട്ടിങ്ങും ഫീച്ചേഴ്സും, മൂവി റിവ്യൂസ്, ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള ജോലികളാണ് കൂടുതൽ ചെയ്തത്. എനിക്ക് വലിയ ഇഷ്ടമുള്ള ജോലിയായിരുന്നു അത്. അതെ, ഞാൻ ആദ്യമായി ഒരു സിനിമ നിർവ്വഹണം എഴുതിയത് അങ്ങ് ചാർജുള്ളപ്പോഴാണ്. ഞാൻ പിന്നീട് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന്റെ ചിത്രശാല നിരൂപണം എഴുതുകയും എന്റെ നിരൂപണത്തോടെ ഒരു 50 വർഷം പഴക്കമുള്ള പങ്ക്തി അവസാനിക്കുകയും ചെയ്തു. എന്റെ കുഴപ്പമില്ല. അന്ന് പറയത്തക്ക ഒരു കിഡ്സ് കോർണർ എന്നൊരു സീരീസിന് 9 വർഷം അത് നീണ്ടു നിന്നു. കിഡ്സ് കോർണർ അത് ഇഷ്ടമുള്ള ഒരു ജോലിയായിരുന്നു കേട്ടോ. കിഡ്സ് കോർണർ ഗ്രാൻഡ്മ എന്നായിരുന്നു സൈൻ ചെയ്യുന്നത്. അത് ഗ്രാൻഡ്മ അത് എഴുതി ഉണ്ടാക്കി. അന്നൊക്കെ സ്റ്റോൺ ആണല്ലോ, എച്ച് ചെയ്താണല്ലോ അതിങ്ങനെ സിഗ്നേച്ചർ. ജസ്റ്റ് ഗ്രാൻഡ്മ ആരാണെന്ന് ആർക്കും അറിയില്ലായിരുന്നു. ഒരുപാട് കുട്ടികൾ എഴുതുമായിരുന്നു ഇങ്ങനെ. അന്ന് എന്റെ കുട്ടികളെ തീരെ ചെറുതായിരുന്നു, അന്ന് 2-3 വയസ്സൊക്കെ ഉള്ളപ്പോഴ് ആ കുട്ടികൾ ഈ കിഡ്സ് കോർണർ വായിക്കുന്ന കുട്ടികളെ ഇങ്ങനെ എണ്ണയൊക്കെ തേച്ചിരിക്കുന്ന ഗ്രാൻഡ്മ അല്ലേ എന്നൊക്കെ ചോദിച്ച് എഴുതുമായിരുന്നു. അതും വലിയ ഇഷ്ടമുള്ള ഒരു ഇതായിരുന്നു. 9 വർഷം അത് കൊണ്ടു നടന്നു. പിന്നീട് അത് SK പോയി. പിന്നെ TJS ജോർജ് എന്ന് പറഞ്ഞ ഒരു വലിയൊരു പത്രപ്രവർത്തകനാണ്. വേൾഡ് ഫേമസ് ആയിട്ട് ന്യൂസ് ഏഷ്യ വീക്ക് ഒക്കെ തുടങ്ങിയ ഒരാള് വന്നപ്പോ നമ്മുടെ ഫോർമാറ്റ് മാറ്റിയപ്പോഴത്തേക്ക് അത് ഇല്ലാതായതാ. ഇപ്പോഴും ഈ കിഡ്സ് കോർണർ അന്നുണ്ടായിരുന്ന ഒരു കുട്ടിയായിട്ട് ഇപ്പോഴും കണക്റ്റഡ് ആണ്. ഞാൻ കണ്ടുപിടിച്ചു. അതാരാണ്? ആ കുട്ടി വേറെ പേരാ ഉപയോഗിച്ചത്, ഞാനും വേറെ പേരാ ഉപയോഗിച്ചത്. ആ കുട്ടി അരുണ എന്നൊരു പേരിലാണ് എനിക്ക് ലെറ്റേഴ്സ് അയച്ചുകൊണ്ടിരുന്നത്. പിന്നീട് ഫേസ്ബുക്കിലൂടെ കണക്ട് ചെയ്ത് ആ കുട്ടിയുടെ അതിന്റെ ചേച്ചി കണക്ട് ചെയ്ത് ഈ അടുത്ത ഇടയിൽ ഒരു 4-5 വർഷം മുമ്പാണെന്ന് തോന്നുന്നു കണക്ട് ചെയ്ത് എന്റെ അനിയത്തി ഇങ്ങനെ കിഡ്സ് കോർണർ നല്ലപോലെ അറിയാമെന്നൊക്കെ. എന്നിട്ട് മനസ്സിലായി സുചിത്ര എന്ന ഈ അരുണയുടെ പേരെന്ന്. ഇപ്പൊ എന്റെ ഫേസ്ബുക്ക് ഫ്രണ്ടാ സുചിത്ര. ഇത് കിഡ്സ് കോർണർ എനിക്ക് ഓർമ്മയുണ്ട്. ഏത് ദിവസമായിരുന്നു അത്? വീക്ക്ലി കോളം ആയിരുന്നല്ലോ അല്ലേ? ഒരു വീക്ക്ലി ആയിരുന്നു, എനിക്ക് നല്ല ഓർമ്മയില്ല കേട്ടോ. ഫ്രൈഡേ ആണോ? ഫ്രൈഡേ അല്ല. അതിനുശേഷം പിന്നെ ഫ്രൈഡേ ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അതിനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ ഇതുവരെ. ഫ്രൈഡേ ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു, ക്യാമ്പസ് കോളം ഉണ്ടായിരുന്നു. പിന്നെ ലെറ്റേഴ്സ് ടു ദ എഡിറ്റർ ഞാൻ സ്ഥിരമായിട്ട് കൊല്ലങ്ങളോളം ചെയ്തുകൊണ്ടിരുന്നത്. ലെറ്റേഴ്സ് ടു ദ എഡിറ്റർ അങ്ങനെ ഒരുപാട് പേരെ പരിചയം. ഞങ്ങള് വരുമ്പം അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. വേറെ കറുത്ത ഒരു വളരെ സർക്കാസ്റ്റിക് ആയിട്ട് സംസാരിക്കുന്ന സെബാസ്റ്റ്യൻ ആണോ? അല്ല. അദ്ദേഹം രാവിലെ 11 മണിക്ക് അവിടെ വരും, എന്നിട്ട് വൈകിട്ട് 5 മണിക്ക് പോകും. അദ്ദേഹം ഇത് മാത്രമേ ചെയ്യുള്ളായിരുന്നു. ഞാൻ പേര് മറന്നുപോയി. അയ്യോ, ഞാനെങ്ങനെ മറക്ക? ഞാൻ മറന്നാലും പ്രേമചേച്ചി അത് മറക്കാൻ പാടില്ല. മറക്കാൻ പാടില്ല. അത് കുഴപ്പമില്ല, അത് പിന്നാലെ ഓർമ്മ വരും. നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാം അല്ലേ?
ആരാ ലെറ്റേഴ്സ് എഡിറ്റർ ചെയ്യുന്ന ആളോ ഉം. ആണോ? അതെ. അന്ന് 88-ൽ MA തോമസ് ന്യൂസ് എഡിറ്റർ, അതെ 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 അതെ, തോമസ് ആ പിന്നെ അനന്തകൃഷ്ണപിള്ള ഡെപ്യൂട്ടി ന്യൂസ് എഡിറ്റർ ആയിരുന്നു. ആയിരുന്നു 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 ആ വിജയകുമാർ ചീഫ് സബ് ആയിരുന്നു. വിജയകുമാറും ജയകുമാർ ഉണ്ടായിരുന്നു. എല്ലാവരും പോയി കേട്ടോ. ഞാൻ എബ്രഹാം, ഇന്നലെ ഒരുപാട് ഈ പഴയ കാര്യങ്ങൾ ജോർജ് എബ്രഹാം സാർ ഉണ്ടായിരുന്നു അന്ന്. ആരാ? ജോർജ് എബ്രഹാം സാർ ഉണ്ടായിരുന്നു. ജോർജ് എബ്രഹാം ഉണ്ടായിരുന്നു, സർവ്വധമൻ ഉണ്ടായിരുന്നു. സർവ്വധമന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. സർവ്വധമനാണ് ഞാൻ വരുമ്പോ 88-ൽ ലേറ്റസ്റ്റ് എഡിറ്റ് ചെയ്തോണ്ടിരുന്നത്. ആയിരുന്നോ? അതോ അതെ 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 അതെ. ഞാന് കൊറേ കൊല്ലം ഞാനാ ചെയ്തോണ്ടിരുന്നത്. അത് കഴിഞ്ഞാണ് ഈ ഫീച്ചേഴ്സിൽ, അതോ ആ സമയത്ത് തന്നെ ഫീച്ചേഴ്സ് ആയി ഉണ്ടായിരുന്നു തോന്നുന്നു. ഈ സിനിമാ പേജ്, ക്യാമ്പസ്, പിന്നെ വേറെ ആർട്ട് ആൻഡ് കൾച്ചർ എന്ന് പറഞ്ഞൊരു പേജ് ഇല്ലായിരുന്നോ? ആർട്ട് ആൻഡ് കൾച്ചർ പേജ് ഉണ്ടായിരുന്നു. അതിന്റെ മുഴുവൻ ചാർജും പിന്നെ പ്രേമ തന്നെ ആയിരുന്നു. ആയിരുന്നു അത് ഫീച്ചേഴ്സ് ആയിരുന്നു കൂടുതലും. ഇതിനിടയ്ക്ക് സർവ്വധമൻ സാറിനെ കുറിച്ച് ഉള്ള ഒരു പ്രേമയുടെ പേജുമായി ബന്ധപ്പെട്ട സർവ്വധമൻ സാറിനെ കുറിച്ചുള്ള വളരെ രസകരമായ സംഭവം ഉണ്ടല്ലോ. എനിക്ക് തോന്നുന്നത് കൊച്ചിയിലേക്ക് മാറിയ ശേഷമാണ് ഒരു ദിവസം ഈ സിനിമാ പേജിലേക്ക് എന്തോ ഒരു മാറ്റം കൊടുക്കാൻ വേണ്ടി ക്യാപ്റ്റൻ രാജു അവിടെ വന്നു. അപ്പം 11 അത് പറയും. അയ്യോ, ഞാൻ പറയാം. ക്യാപ്റ്റൻ രാജു വന്നു. അപ്പൊ ഞാൻ ഉണ്ണാൻ പോയിരിക്കുകയായിരുന്നു. അന്നൊക്കെ എല്ലാരും ഇന്റർവ്യൂസിനൊക്കെ ഓഫീസിൽ വരുമായിരുന്നു. മമ്മൂട്ടിയൊക്കെ ആദ്യം ഓഫീസിൽ വന്ന് ഇന്റർവ്യൂ ആ ചെയ്തത്. മമ്മൂട്ടിയൊക്കെ ആദ്യം മമ്മൂട്ടി അവിടെ വന്നു. അതല്ല, മമ്മൂട്ടി രണ്ടാമത് വന്നു. അന്ന് മേള കഴിഞ്ഞിട്ടാ അന്ന് കൊടുത്തു, ഇന്റർവ്യൂ കൊടുത്തു. പിന്നെ ഒരു 2-3 മാസം കഴിഞ്ഞു പിന്നെയും പുള്ളി വന്നു. വൈഫിന്റെ വീട് മട്ടാഞ്ചേരിയാണല്ലോ. പിന്നെ വന്നപ്പോ ഞാൻ കണ്ടേയില്ല. അയ്യോ, 2 മാസം കഴിഞ്ഞ് എഴുതാനൊന്നും പറ്റില്ല, കുറച്ച് 1 വർഷം കഴിയട്ടെ. 1 വർഷം കഴിഞ്ഞപ്പോ പിടിച്ചാ കിട്ടാത്ത സ്ഥലത്തായി. അന്ന് അദ്ദേഹത്തിന്റെ പേര് സജിൻ അല്ലേ? അല്ല, ആദ്യം മമ്മൂട്ടി. അദ്ദേഹത്തിന്റെ പേര് അത് കഴിഞ്ഞ് മേളയിലല്ലേ പേര് മാറ്റിയത്? ഒരാള് എന്നിട്ട് സജിൻ മാറ്റാൻ ശ്രമിച്ചു. പക്ഷെ അത് സ്റ്റിക്ക് ചെയ്തില്ല. അത് വേണ്ടാന്ന് വെച്ചു. ഇത് പറഞ്ഞില്ല, ക്യാപ്റ്റൻ രാജു വന്നപ്പോ ഞാൻ ഉണ്ണാൻ പോയിരിക്കുകയായിരുന്നു. അപ്പൊ ഞാനില്ലായിരുന്നു. അന്നുണ്ടായിരുന്നത് ആരാണെന്നോ? നമ്പൂതിരിയാ, കേശവൻ നമ്പൂതിരി. ഇദ്ദേഹമായിരുന്നില്ല, സർവ്വധമനല്ല അല്ലേ? ഇല്ല, സർവ്വധമനും ഉണ്ടായിരുന്നായിരിക്കും. രണ്ടുപേരും കണക്കാണ്. കേശവൻ നമ്പൂതിരിയും സിനിമ കാണില്ല, സർവ്വധമനും സിനിമ കാണില്ല. അപ്പം എന്നെ കാണാൻ വന്ന ഒരാളാണല്ലോ എന്നോർത്ത് കേശവൻ നമ്പൂതിരി അങ്ങേരോട് നന്നായിട്ട് പെരുമാറണമല്ലോ. അപ്പൊ അവിടെ വന്നിരുന്ന വീടെവിടാ എന്താന്നൊക്കെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. അപ്പൊ പുള്ളിക്ക് മനസ്സിലായി സിനിമ കാണാത്ത ആളാ, അറിഞ്ഞു. അപ്പൊ എന്നോട് താന്നൊക്കെ പറഞ്ഞില്ല. ഞാൻ എന്നിട്ട് ഉണ്ട് കഴിഞ്ഞ് വന്നപ്പോഴ് എല്ലോ ഒക്കെ പറഞ്ഞ് അപ്പോഴാ നമ്പൂരി അറിയുന്നു, ഓ ഇങ്ങനെ ഇത് സിനിമയിൽ അല്ല, പ്രേമ അതിനകത്ത് മർമ്മപ്രധാനമായ ഡയലോഗ് വിട്ടുപോയി. അത് ഞാൻ പറയാം. ക്യാപ്റ്റൻ രാജു വന്നു അവിടെ ഇരുന്നു. അപ്പം ഈ സർവ്വധമനോ കേശവൻ നമ്പൂരിയോ ചോദിച്ചു പേരെന്താണ് എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു ക്യാപ്റ്റൻ രാജു എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, ഇദ്ദേഹം ചോദിച്ചു ലീവിന് വന്നാകും അല്ലേ എന്ന് ചോദിച്ചു. പട്ടാളത്തിൽ നിന്ന് ലീവിന് വന്നതാകും അല്ലേ ചോദിച്ചു. ക്യാപ്റ്റനാണെന്ന് ഒരാൾ പറഞ്ഞ പിന്നെ അങ്ങനെയല്ലേ ചോദിക്കേണ്ടത്? അതെ. അപ്പൊ ഈ പേജ് പിന്നെ ഞാൻ ഫ്രൈഡേ ഫീച്ചേഴ്സ് ആരംഭിച്ചത് അല്ലേ ആ സമയത്ത്? ആ സമയത്താണ് തോന്നുന്നു. സിനിമയും അതും ഇതും എല്ലാം തുടങ്ങിയത് ആ സമയത്താണ്. അപ്പൊ രാവിലെ സിനിമ പോയി കാണും, പിന്നെ വന്ന് റിവ്യൂ എഴുതും. രാംജി ഓർക്കുന്നുണ്ടോ? രാംജി ഒരു റിവ്യൂ രാംജി എഴുതും, ഒന്ന് നിങ്ങൾ ആരെങ്കിലും എഴുതും, ഒന്ന് ഞാൻ. 4-5 സിനിമയൊക്കെ റിലീസാവും. പക്ഷെ എന്ത് കഷ്ടപ്പെട്ടാ നമ്മൾ ശനിയാഴ്ച റിവ്യൂസ് എല്ലാം കൊടുത്തിരുന്നതെന്ന് ഓർമ്മയുണ്ടോ? ഇന്നത്തെ പോലെ അല്ലല്ലോ.
അത് ചിലപ്പം വിളിച്ചു പറയുകയായിരിക്കും റിവ്യൂ, ചിലപ്പം ഓടി വന്ന് ആ റിവ്യൂവും എഴുതി അതും കമ്പോസ് ഒക്കെ ചെയ്ത് പേജും ഉണ്ടാക്കി ആയിരുന്നു വൈകിട്ട് വീട്ടിൽ പോകുന്നത്. പക്ഷെ വളരെ ഫുൾഫില്ലിങ് ആൻഡ് സാറ്റിസ്ഫൈങ് ആയിരുന്നു നമ്മുടെ ജോലി. നമ്മുടെ ശമ്പളം ഇത്രയേ ഉള്ളൂ എന്നൊന്നും ചിന്തിച്ചിരുന്നില്ല അന്ന്. ആ ജോലി ചെയ്യുന്നതിന്റെ ആ തൃപ്തിയായിരുന്നു. അന്ന് എനിക്ക് ഓർമ്മയുള്ള ഒരു കാലം അതിന് അനുബന്ധമായി ഉള്ളതുകൊണ്ട് പറയാണ്, ഷാജി കൈലാസിനെ കാണാൻ പോയി, ഞാനും NJ നായരും കൂടെ. അപ്പൊ അദ്ദേഹത്തിന്റെ എനിക്ക് തോന്നുന്നു സൺഡേ 7 PM എന്ന സിനിമ ഇറങ്ങിയ ശേഷമാണ്. അത് ചെറുകിട സിനിമയായിരുന്നു. അപ്പൊ ഞാൻ അടുത്തൊരു ഹാസ്യ സിനിമ ചെയ്യുന്നുണ്ട്. ഒരു ജേർണലിസം പഠിച്ച പയ്യനാണ് എന്റെ തിരക്കഥ എഴുതുന്നത്. രഞ്ജി പണിക്കർ എന്നാണ് പേര്. ഞാൻ പറഞ്ഞ അതെ ഞാൻ പറഞ്ഞ എന്റെ സീനിയറായിട്ട് പഠിച്ചതാണ്. അപ്പൊ രഞ്ജി അന്ന് മാതൃഭൂമിയുടെ ചിത്രഭൂമിക്ക് വേണ്ടി പാർട്ട് ടൈം വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഒരു കാലം പോകുന്ന, അങ്ങനെയാണ്. അത് ഇതിനു മുമ്പ് ഞാൻ ഒരു കാര്യം മറന്നതൊന്ന് പറഞ്ഞോട്ടെ. ജേർണലിസം ക്ലാസ്സിനെ പറ്റി എന്റെ ടീച്ചേഴ്സിന്റെ കാര്യം ഞാൻ ഒന്നും പറഞ്ഞില്ല. ഒന്ന് KC ജോൺ, ടൈംസ് ഓഫ് ഇന്ത്യയിൽ ജോയിൻ ചെയ്ത KC ജോൺ. പിന്നെ രാധാകൃഷ്ണൻ സാറാണ് ഒരുപാട് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത്. ടീച്ചറിന് ഉപരി ഒരു മെന്റർ ആയിരുന്നു രാധാകൃഷ്ണൻ സാറ്. എന്റെ ഫ്രണ്ട്സിനെ എല്ലാം, എന്റെ വെളിയിലുള്ള ഫ്രണ്ട്സിനെയൊക്കെ പിന്നെ വിളിച്ചോണ്ട് പോകുമായിരുന്നു. എന്തെങ്കിലും പരീക്ഷ എഴുതുന്നെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു രാധാകൃഷ്ണൻ സാറ്. മുഴുവൻ പേരെന്താണ്? അദ്ദേഹത്തിന്റെ മുഴുവൻ പേരെന്താ? രാധാകൃഷ്ണൻ. അത് കഴിഞ്ഞ ശാസ്ത്ര സാഹിത്യ പരിഷത്തിലെ അണ്ണൻ എന്ന് വിളിക്കുന്ന രാധാകൃഷ്ണൻ സാർ. അദ്ദേഹം തിരുവനന്തപുരത്തുണ്ട്. പ്രസ് ക്ലബിന്റെ ആദ്യത്തെ ഡയറക്ടർ ആയിരുന്നു. അതെ, ഞങ്ങളൊക്കെ പഠിക്കുമ്പോഴേ സാറായിരുന്നു. ജോൺ സാർ ആഴ്ചയിൽ ഒരിക്കലെങ്ങാനും വരും പഠിപ്പിക്കാൻ. ബാക്കി എല്ലാ സബ്ജക്ട്സും പഠിപ്പിച്ചിരുന്നത് രാധാകൃഷ്ണൻ സാറാണ്. ഇപ്പോഴും സാറുമായിട്ട് കോണ്ടാക്റ്റിലാണ്. ഇവിടെ അക്കാഡമിയിൽ ഇടയ്ക്ക് ക്ലാസ് എടുക്കാൻ വരാറുണ്ട്. അദ്ദേഹം നല്ല തുടങ്ങിയ പടപടപടപടാന്ന ക്ലാസ് എടുക്കുന്നത്. എന്ത് സംശയം ഉണ്ടെങ്കിലും എല്ലാം ഡേറ്റ്സ്, കാര്യങ്ങള് എല്ലാം വിരൽ തുമ്പത്താണ്. അപ്പം ഈ പ്രേമ ഈ 1977 മാർച്ചിൽ ജോയിൻ ചെയ്യുമ്പോഴും അന്ന് കൂടെ സ്ത്രീകളായിട്ട് വേറെ ആരും ഉണ്ടായിരുന്നില്ല അന്ന്? ഇല്ല, ആരും ഇല്ലായിരുന്നു അന്ന്. ഓൺ ദ റോൾസ് ആരും ഇല്ലായിരുന്നു. അമ്മിണി ചേച്ചി ഉണ്ടായിരുന്നു, അമ്മിണി ശിവറാം. അവര് ട്രാൻസ്ഫർ ആയി പോകാൻ ഒരുങ്ങി. ഷി വാസ് നോട്ട് ഓൺ ദ റൂൾസ്. ട്രാൻസ്ഫർ ആയി പോകാൻ ഒരുങ്ങി ശിവറാം സാറിന്റെ ഭാര്യ. അപ്പൊ അവര് ഉണ്ടായിരുന്നു ആ സമയത്ത്. അവര് റിപ്പോർട്ടിങ്ങിനെ പോകുമ്പോഴൊക്കെ എന്നെ കൊണ്ടുപോകുമായിരുന്നു കൂടെ. ഞാൻ വാസ് ന്യൂ ആ സമയത്ത് ഇങ്ങനെ പോവുമായിരുന്നു. അന്ന് ഈ ആർട്ട് ആൻഡ് കൾച്ചർ ചെയ്യുന്നത് അമ്മിണി ചേച്ചിയായിരുന്നു. ഈ റിപ്പോർട്ട് ചെയ്യുന്നതും പേജ് ഉണ്ടാക്കുന്നതും ഒക്കെ. അന്ന് എമർജൻസി ആയിരുന്നു. പെട്ടെന്നായിരിക്കും ഒരു പേജ് ടപ്പെന്ന് ഇല്ലാതാവുന്നത്. അപ്പൊ എന്തെങ്കിലുമൊക്കെ റെഡിയാക്കി നമ്മൾ വെച്ചുകൊണ്ട് ഇരിക്കണം അത് ഫില്ല് ചെയ്യാനായിട്ട്. ഞാൻ ജോയിൻ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എമർജൻസി ലിഫ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷമാണ് പിന്നെ റെബേക്ക കോശി നിയമിക്കപ്പെടുന്നത് അല്ലേ? അത് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാണ്. റിബേക്ക കോളേജിൽ പഠിപ്പിക്കുകയായിരുന്നു. കോളേജിൽ പഠിപ്പിച്ച് അത് കഴിഞ്ഞ് എന്തോ ഇഷ്യൂസ് ഉണ്ടായി കോളേജില് വേണ്ടാന്ന് വെച്ചിട്ടാണ് പിന്നെ ഇവിടെ ജോയിൻ ചെയ്യുന്നത്. റിബേക്കയ്ക്ക് മുമ്പ് ഒരു ഗീത ഉണ്ടായിരുന്നു. കുറച്ചു നാള് ഗീത ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഗീതയും പോയി. പിന്നെ നിങ്ങളുടെ കൂടെ ശ്രീലത വരുന്നത്. ഗീത അവരിപ്പോ എവിടെയാണ്? ഈ ഗീത എന്ന് പറയുന്ന അവര് എവിടെയാണ്? പിടിയില്ല കേട്ടോ. കല്യാണത്തിന് ദുബായിലെ ഒരു കോണ്ടാക്റ്റും ഇല്ല. ഗീത ഒരു കോണ്ടാക്റ്റും ഇല്ല. പിന്നെ ലീല റിപ്പോർട്ടർ ആയിട്ടാണ് വരുന്നത്. പിന്നെ കുറച്ചു നാൾ കഴിഞ്ഞിട്ട് ലീല റിപ്പോർട്ടർ ആയിട്ട് വരുന്നത്. അത് ലീല മേനോൻ മാഡം ഹൈദരാബാദിൽ നിന്നാണ് വന്നിരുന്നത് അല്ലേ? ഹൈദരാബാദിൽ നിന്നാണ് ഡൽഹിന്നായിരുന്നു. ഡൽഹിയിൽ അവിടെ റിപ്പോർട്ടിങ്ങിലായിരുന്നു. പിന്നെ അമ്മയ്ക്ക് സുഖമില്ലായിരുന്നു. അങ്ങനെയാണ് ഇവിടെ വന്നത്. വന്ന് അധികം താമസിക്കാതെ അമ്മ മരിച്ചു. പെരുമ്പാവൂരായിരുന്നല്ലോ വീട്. അപ്പൊ പിന്നെ റിപ്പോർട്ടിങ്ങിലായിരുന്നു. പിന്നെ ഇവിടുന്ന് കോട്ടയത്ത് പോയി. കോണ്ടാക്ട് ഉണ്ടോ? ശ്രീലതയായിട്ട് കോണ്ടാക്ട് ഉണ്ടോ? ഉണ്ട്. അവരിപ്പോഴും ഈ ഫീൽഡിൽ തന്നെ ഉണ്ടോ? അല്ല, ശ്രീലത ഇപ്പം പഠിപ്പിക്കുകയാണ്.
ശ്രീ എം ഉണ്ട്, ശ്രീ എമ്മിന്റെ സ്കൂളിൽ പഠിപ്പിക്കുക. ശ്രീലത ഞാൻ ആകാശവാണി കാലത്ത് ഞാൻ ഡൽഹി ഇന്ത്യൻ എക്സ്പ്രസിൽ വെച്ച് കണ്ടിരുന്നു. അന്ന് അതിന്റെ ഹെൽത്ത് കറസ്പോണ്ടന്റ് ആയിരുന്നു അവിടെ. ആയിരുന്നു, കുറെ നാള് വേറെ പത്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു, കോളം ഉണ്ടായിരുന്നു തിരിച്ചു. പിന്നെ ബുക്ക്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, സത്യത്തിൽ കുറെ ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ട് ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ? ശരി ശരി. താങ്കളൊന്ന് പരിചയപ്പെടുത്തും. നമ്മുടെ ഒരു സ്പെഷ്യൽ പ്രോഗ്രാം ആയതുകൊണ്ട് വേറെ ആരും വന്നിട്ടില്ല. എന്റെ പേര് സൂരജ് എന്നാണ്. ഞാൻ ദുബായിലാണ്. അപ്പൊ ഇന്ന് ഫോൺ വരുന്നുണ്ട്. കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? കേൾക്കുന്നുണ്ട്. ഓക്കെ. എന്റെ പേര് സൂരജ് എന്നാണ്. എന്റെ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഫുൾ ടെക്സ്റ്റ് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ കരുതുന്നു. ഓക്കെ. അപ്പൊ ഞാന് ചോദിക്കുന്നത്, ഇപ്പൊ നിങ്ങള് ഈ വാർത്തകൾ കൊടുക്കുന്നതിലും ഇതിലൊക്കെ ഇപ്പൊ എൻറാം എന്ന് പറയുന്നത് എന്റെ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം തുടങ്ങിയ ആൾക്കാരിൽ പെട്ട ഒരാളാണ്. അവര് എങ്ങനെയെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ ഇങ്ങനെ ഇതിനെ പൊളിറ്റിക്കലി ഒക്കെ ഇടപെടുവോ, അതോ നിങ്ങൾക്ക് സർവ സ്വാതന്ത്ര്യം? ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞത്, ഇപ്പൊ എൻറാം എന്നൊക്കെ പറയുന്നത് എന്റെയൊക്കെ വിദ്യാർത്ഥി പ്രസ്ഥാനം തുടങ്ങിയ ആൾക്കാരിൽ പെട്ടതാണ് തിരുവനന്തപുരത്ത്. അപ്പൊ അവരൊക്കെ എപ്പോഴെങ്കിലും ഒക്കെ ഇതില് നിങ്ങളെ വാർത്തകളിലോ ഏതിലാണെങ്കിലും പൊളിറ്റിക്കലി ഇടപെടാറുണ്ടോ, അതോ നിങ്ങക്ക് അങ്ങനെ സ്വതന്ത്രമായിട്ട് വാർത്ത അവര് കൊടുക്കോ? എന്നോടാണോ ചോദിച്ചത്? ആരായാലും പറഞ്ഞാൽ മതി. നിങ്ങളല്ല, എനിക്ക് സത്യത്തിലൊരു ട്രേഡറാണ്. അപ്പോ ഞാന് കൂടുതലും ഫീച്ചേഴ്സിലാണ്. ഹിന്ദുവിൽ വന്നു കഴിഞ്ഞിട്ട് ഞാൻ മെട്രോ പ്ലസില് ഹെഡ് ചെയ്യായിരുന്നു. പക്ഷെ ഒരു ഇതിലും എന്റെ അറിവില് അങ്ങനെ ഇന്റർഫിയർ ചെയ്യലായിരുന്നു. ഒരു ഇന്റർഫിയറൻസും ഇല്ലായിരുന്നു. ഹലോ അദ്ദേഹത്തിന്റെ മൈക്ക് ഓഫ്. കാര്യം നമ്മള് ഹിന്ദു പീരീഡിലേക്ക് എത്തിയിട്ടില്ല. അപ്പം പിന്നെ ഹിന്ദു പീരീഡിൽ എത്തുമ്പോ നമുക്ക് അതിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാം, അല്ലേ? അതെ. അപ്പൊ ഈ പിന്നെ ലീല മേനോൻ റിപ്പോർട്ടറായിട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് ദീർഘകാലം കോട്ടയത്തേക്ക് പോയി. അങ്ങനെ ഒരു ഓർമ്മയുണ്ട്. അപ്പൊ 3 പേര് മാത്രമാണ് അന്ന് ആ സമയത്ത് ഡെസ്കിലുണ്ടായിരുന്നത്. ഡെസ്കിലും ബ്യൂറോയിലുമായിട്ട് സ്ത്രീകളായിട്ട് 3 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യം താങ്കൾ, പിന്നെ റബേക്ക കോശി, പിന്നീട് റിപ്പോർട്ടറായിട്ട് ലീല മേനോൻ, പിന്നെ ഞങ്ങളുടെ പീരീഡില് ശ്രീലത മേനോൻ. അങ്ങനെ 4 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ദീർഘകാലം. എനിക്ക് തോന്നുന്നു പ്രേമ പോകുമ്പോൾ പിന്നെ അതിന്റെ എണ്ണം കൂടിയിട്ടുണ്ടാവും, സ്ത്രീകളുടെ എണ്ണം. ഉണ്ടായിരുന്നു. ശ്വേത ഉണ്ടായിരുന്നു. പിന്നെ ആരായിരുന്നു? ഒരുപാട് പേര് പിന്നെ വന്നു. മേരി ജോസഫ് ഉണ്ടായിരുന്നു ഡെസ്കില്. മേരി ജോസഫ് ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് പേര് വന്നു. ആദ്യകാലം ഫോർട്ട് കൊച്ചിയിൽ മാത്രമേ ഉള്ളൂ ആളുകൾ കുറവായിട്ട്, പെണ്ണുങ്ങൾ കുറവായിട്ടുണ്ടായിരുന്നത്. ഈ പ്രേമ വന്ന ഒരു പീരീഡ് ഇപ്പം അതേക്കുറിച്ച് മെൻഷൻ ചെയ്തു. അത് അടിയന്തരാവസ്ഥ കാലമാണ്. അത് കഴിഞ്ഞിട്ട് ഈ ഫീച്ചർ ഡെസ്കിലേക്ക് തന്നെ പോയി. ഈ ഫീച്ചർ ഡെസ്ക് അല്ലാതെ ഏതെങ്കിലും പിന്നെ എക്സ്പ്രസിൽ നിന്ന് പോകുമ്പോൾ ചീഫ് സബാണ്. അപ്പൊ അതിനു മുമ്പ് ഡെസ്കിലെ വേറെ ഏതെങ്കിലും മേജർ ആയിട്ടുള്ള അസൈൻമെന്റുകൾ ചെയ്തിട്ടുണ്ടോ ഈ പറഞ്ഞ ഫീച്ചേഴ്സ് അല്ലാതെ? പിന്നെ ഞാൻ മെയിൻ ഡെസ്കിലായിരുന്നു. 4-5 വർഷം മെയിൻ ഡെസ്കിലായിരുന്നു. മെയിൻ ഡെസ്കില് ചീഫ് സബ് ആയിട്ടായിരുന്നു. എല്ലാ ഷിഫ്റ്റും ഹാൻഡിൽ ചെയ്യുന്നുണ്ടായിരുന്നു. നൈറ്റ് ഷിഫ്റ്റും ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ കാലഘട്ടത്തെ കുറിച്ച് പറയാം. കാര്യം അന്ന് ഒരു വളരെ ആ കാലഘട്ടത്തെ കുറിച്ച് ചെറിയ തോതിൽ നമ്മൾ പരാമർശിച്ചിട്ടുണ്ട്. അന്ന് ഈ ലൈൻ ഓഫ് ടൈപ്പ് ഒക്കെയാണ് ആദ്യകാലങ്ങളിൽ, പ്രത്യേകിച്ച് കൽവെട്ടിയില് അപ്പോൾ തന്നെ പറയേണ്ട ഒരു കാലമാണ്. ആരും പലർക്കും മാധ്യമ പ്രവർത്തകർ, പിന്നീട് വിദ്യാർത്ഥികളൊക്കെ കേൾക്കുന്ന ഒരു പരിപാടിയാണ്. അതെ, എന്റെ ജനറേഷന് ഞാൻ പറയട്ടെ, എന്റെ ജനറേഷന് ബേബി ബൂമേഴ്സ് ജനറേഷനാണ്. ഞങ്ങൾക്കുണ്ടായിരുന്ന ഒരു പരിചയം ലോകത്താർക്കും ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല, ഇനി ഇത് പിന്നെ ഉണ്ടാകാൻ പോകുന്നില്ല.
എന്നുള്ളത് ഉറപ്പാ. ഞങ്ങളുടെ കാലത്താണ് അന്ന് സ്റ്റോൺ ആണ് പേജ് ഉണ്ടാക്കുന്ന ലഡ്ലോ ലൈനോ ടൈപ്പ് ഹെഡ്ലൈൻസ് ഒക്കെ ലഡ്ലോ മെഷീൻസില് അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഫോട്ടോ ഒക്കെ എല്ലാം ബ്ലോക്ക് എന്നായിരുന്നു പറയുന്നത്. ഓർമ്മയുണ്ടോ? അതെ, ഓർമ്മയുണ്ട്. അല്ല ആ കാലത്തെ ഒരു തമാശയുണ്ട്. ഇപ്പം ഒരാട് പടവില്ലേലും പ്രശ്നമല്ല, ഏതെങ്കിലും ബ്ലോക്ക് എടുത്ത് കൊടുത്താൽ മതി. ഇത്ര അക്കാലത്ത് ഞാന് തുനിഞ്ഞത് എന്താണെന്നറിയോ? സിൽക്ക് സ്മിതയുടെ കട്ടൗട്ട് എടുക്കാൻ ഭയങ്കര പ്രയാസമാണ്. പക്ഷെ സിൽക്ക് സ്മിതയുടെ കട്ടൗട്ട് വേണമെന്ന് ഞാൻ വാശി പിടിച്ച ഈ ബ്ലോക്ക് എടുക്കുന്നവര് ഭയങ്കര സപ്പോർട്ടായിരുന്നു. കഷ്ടപ്പെട്ട ഒരു തരത്തിലൊക്കെ ഇത് കട്ടൗട്ട് ഉണ്ടാക്കി തരുമായിരുന്നു. അത് ഭയങ്കര ഹൈലൈറ്റ് ആയിരുന്നു അടുത്ത ദിവസത്തെ പേജിന്. ഒരുപാട് ഇങ്ങനെ ശരിക്കും കട്ടൗട്ടിന്റെ ആവശ്യമില്ലെങ്കിലും കട്ടൗട്ട് എന്ന് പറഞ്ഞ് എഴുതി അയക്കും. അവർ ഒക്കുന്ന തരത്തിലൊക്കെ കട്ടൗട്ട് എഴുതി. നല്ല രസമായിരുന്നു അതൊക്കെ കേട്ടോ. ഒക്കാത്ത കാര്യങ്ങള് നമുക്കുള്ള അതുകൊണ്ടുള്ള സമൂഹത്തിന് എന്താ ഗുണം ഉള്ളത്? എന്തിനാ അതിന്? അത് വാണിജ്യ താല്പര്യം മാത്രമല്ലേ ഉള്ളത്? എന്താ ഗുണം അതില്? ഹലോ, വാണിജ്യ ആവശ്യത്തിനാണോന്ന്? അല്ലല്ലല്ലല്ല, സിനിമാ പേജില് നമ്മുടെ എഡിറ്റോറിയൽ സ്പേസില് ഒരു കട്ടൗട്ട് വേണമെന്നങ്ങ് മനസ്സിലങ്ങ് ആഗ്രഹിക്കും. അതെങ്ങനെങ്കിലും സാധിക്കും. ആദ്യമൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ എല്ലാവർക്കും അറിയാം അത് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ അറിയാം. അത്രയും വളരെ കഷ്ടപ്പാടായിരുന്നു, സമയം കൂടുതൽ എടുക്കുമായിരുന്നു. എന്നാലും അവര് ചെയ്തു തരുമായിരുന്നു. അല്ല, പക്ഷെ അതെടുത്ത് ചെയ്യുന്നതിന്റെ ഒരു താല്പര്യം എന്തായിരുന്നു എന്നുള്ളതാണ്. ഞാൻ ഈ താഴെ ഇരിക്കുന്ന ആശിഷ് ഈ സിനിമ നേരിട്ട് നല്ല അറിവുള്ള ആളാണ്. അതെ, അത് വാണിജ്യ താല്പര്യം ഇല്ലാതെ വേറെന്താണ്? റീഡേഴ്സിന് കാണാൻ വേറെന്താ കട്ടൗട്ട് ഒക്കെ ചെയ്യുന്നില്ലേ? റീഡേഴ്സിന് കാണാന് നമുക്ക് ഇഷ്ടം, അത് കാണാൻ ഇഷ്ടമാണെങ്കിൽ റീഡേഴ്സിന്. വാണിജ്യം ഇല്ല, അതില് അങ്ങനല്ല, അതിനല്ല. അപ്പൊ നമുക്ക് നല്ല ഒരു പേജ് ഉണ്ടാക്കണം, എസ്തെറ്റിക്കലി പ്ലീസിങ് പേജസ് ഉണ്ടാക്കണം എന്നുള്ള ഒരു മോഹം, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മളുടെ മെമ്മറീസ് കണ്ടിന്യൂ ചെയ്യാം. അല്ല, അത് ആ കാലത്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഫോർട്ട് കൊച്ചിന്ന് പിന്നെ കലൂരിലേക്ക് പോയപ്പോഴാണ് ഇത് പുതിയ പ്രിന്റിംഗ് ടെക്നോളജിയിലേക്ക് വരുന്നത്. പുതിയത് വന്നത്. അതിന് പഴയതിന്റെ ഒരു കാര്യം കൂടെ പറയണം. ഇങ്ങനെ ഒരു ട്രേയിലായിരുന്നു കൊണ്ടിരുന്നത്. എന്നിട്ട് അതിന്റെ ഇതെടുത്തായിരുന്നു പ്രൂഫ് ഒക്കെ വായിക്കുന്നത്. പ്രൂഫ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ അന്നുണ്ടായിരുന്നു. പിന്നീട് അതെല്ലാം ഇല്ലാതായി. ഈ ലഡ്ലോ മെഷീൻസ്, ലിനോ ടൈപ്പ് അവരെല്ലാം ഇല്ലാതായി. അതിൽ നിന്നാണ് നേരെ നമ്മൾ ഈ കമ്പ്യൂട്ടേഴ്സ് വന്നപ്പോഴത്തേക്ക് ഒരു ഗ്രേ ബാക്ക്ഗ്രൗണ്ടില് ലൈറ്റ് ഗ്രീൻ കളറിലായിരുന്നു ആദ്യത്തെ കമ്പ്യൂട്ടേഴ്സ് നമ്മൾ പിന്നെ ചെയ്തുകൊണ്ടിരുന്നത്. അന്നൊക്കെ ടൈപ്പ് റൈറ്റിംഗ് പഠിക്കണമെന്ന് പറഞ്ഞാൽ എല്ലാവരും ഭയങ്കര റിബല്യസ് ആയിട്ട് ഞങ്ങൾ എന്തിനാ ടൈപ്പ് റൈറ്റിംഗ് പഠിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു. ആ ഒരു ട്രാൻസിഷൻ പീരീഡിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും വേണ്ടാത്ത വിചാരങ്ങളും എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെ ടൈപ്പിസ്റ്റ് ആണോ അങ്ങനാണോ എന്നൊക്കെ ഒരു വിചാരമുണ്ട്. പക്ഷെ അതില്ലാതെ പറ്റില്ല എന്നുള്ളത് പയ്യെ മനസ്സിലായി. ഞാൻ 2 മാസം കൈകാര്യം ചെയ്തു അല്ലേ? അതെ, ഞാൻ 2 മാസം ഓവർ ടൈം എടുത്ത് ടൈപ്പ് റൈറ്റിംഗ് പഠിച്ച് എന്റെ നെഞ്ചു വേദന എടുത്തു. അല്ലാതെ എനിക്ക് ഇന്നും സാഹിത്യമാക്കാൻ പറ്റിയിട്ടില്ല. ഇല്ല, ഷോർട്ട് ഹാൻഡിൽ ടൈപ്പ് റൈറ്റിംഗ് മസ്റ്റ് ആയിട്ട് വേണം. അതായത് അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ പോയി പഠിക്കണം എന്ന് SK അനന്തരാമൻ സാറ് നിർബന്ധിച്ചു. ശരിക്കും ഈ കാരണത്താലാണ് നിർബന്ധിച്ചത്. അത് നമുക്ക് അന്ന് മനസ്സിലായില്ല. എല്ലാരും പ്രൊട്ടക്ട് ചെയ്തു. അപ്പം പ്രേമ വരുമ്പം പിന്നെ ശിവറാമാണ് ആറി അല്ലേ? ഇല്ല, ശിവറാം ജസ്റ്റ് പോയി, അഹമ്മദാബാദിന് പോയി. അതിനുശേഷം നീൽകണ്ഠ് എന്നൊരാളായിരുന്നു ന്യൂസ് എഡിറ്റർ അന്ന്. നീൽകണ്ഠ്. അത് കഴിഞ്ഞാണ് SK അനന്തരാമൻ വരുന്നത്. സർദാർ പട്ടേൽ കണ്ടു കഴിഞ്ഞാൽ സർദാർ പട്ടേലിനെ അനുസ്മരിപ്പിക്കുന്ന രൂപം. പ്രേമയോട് പറഞ്ഞ അതേ മെത്തഡോളജി ആയിരുന്നു ഞങ്ങളുടെ സെലക്ഷനും.
you start sending 10 reports that you think enough to be printed in a national daily എന്ന് പറഞ്ഞിട്ടായിരുന്നു. you can stop with after fifth report or sixth report എന്ന് പറഞ്ഞു. ഇതേ സംഭവം തന്നെ. ഒരു സംശയം ചോദിച്ചോട്ടെ, ഇപ്പൊ ശിവറാം സാർ ട്രാൻസ്ഫർ ആയി പോയപ്പോ അദ്ദേഹത്തിന്റെ പത്നി അവരും ഒരുമിച്ച് പോയി അല്ലേ? പോയി അവര് 1-2 മാസം ഇവിടെ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് പോയി. ഓക്കെ, ശരി. അപ്പൊ ഈ SK ആനന്ദരാമൻ സാറിനെ കുറിച്ചുള്ള ഒരു പിന്നീട് പലരും എഴുതിയിട്ടുണ്ട്. അദ്ദേഹമാണ് അദ്ദേഹം വരുമ്പോൾ ഡെസ്ക് വളരെ കുത്തഴിഞ്ഞ അവസ്ഥയിലായിരുന്നു എന്നൊക്കെ പറഞ്ഞ ഒരു വിമർശനമായി പലരും ഉന്നയിച്ചിരുന്നൊരു പ്രശ്നം. അതെ, അന്ന് ഒരു നാഥനില്ലാ കളരിയായിരുന്നു സത്യം പറഞ്ഞാല്. അന്ന് ഈ ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞാല് സ്മോക്ക് ചെയ്ത് കുടിച്ച് ഇങ്ങനെ നടക്കണം എന്നുള്ള ഒരു അങ്ങനെ ഒരു ബിലീഫായിരുന്നു. പക്ഷേ കുടിച്ചാലും സ്മോക്ക് ചെയ്താലും അന്നുണ്ടായിരുന്ന ജേർണലിസ്റ്റ് എന്തെന്ത് മിടുക്കരായിരുന്നെന്ന് പിന്നെ നമുക്ക് മനസ്സിലാവും. മാത്യു സാറ്, മാധവൻകുട്ടി, നിങ്ങൾക്കൊന്നും ഓർമ്മയില്ലല്ലോ, മാധവൻകുട്ടി, മാത്യു സാറ്, പിന്നെ മാധവൻകുട്ടി, മാത്യു സാർ, ഇവർ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അനന്തകൃഷ്ണ പിള്ള. ഈ പിള്ള സാറിനെ കുറിച്ച് പറയാനുള്ളത് ഒരു ഗ്രമേറിയൻ ആയിരുന്നു. അതെ, ഞാനത് ചോദിക്കാനിരിക്കുകയായിരുന്നു. ഞങ്ങളുടെയൊക്കെ ട്രെയിനിങ് ആദ്യം ഇനിഷ്യൽ 2 മാസം അദ്ദേഹത്തിന്റെ കീഴിലായിരുന്നു. അതെ, അങ്ങനെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഞാൻ വന്ന സമയത്ത് എന്റെ ദൈവം ഇവര് കുറെ സ്പെല്ലിങ്സ് ചോദിച്ചു. മിസിസിപ്പി, അതിലൊന്നും മിസിസിപ്പി ആയിരുന്നു. എത്ര എസ് ഉണ്ട്, എത്ര പി ഉണ്ട്, ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുമായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഫീൽഡ് ഉണ്ടായിരുന്നു. അത് അന്ന് വന്ന പുതിയ ജേർണലിസ്റ്റിനൊക്കെ വലിയ ഉപകാരമായിരുന്നു. പിന്നെ ഒരു കാര്യം, there was somebody to look up to അന്ന്. പിന്നീട് അങ്ങനെ കുറവായി അത് വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞ SK വരുന്നതിന് മുമ്പ് അന്നൊരു നീൽകണ്ഠൻ ഒരു ന്യൂസ് എഡിറ്റർ ആയിരുന്നു. പിന്നെ അന്ന് എങ്ങനെങ്കിലും ഒക്കെ പത്രം നല്ല കറക്റ്റ് ആയിട്ട് വരും. പക്ഷെ ഡെസ്കില് ഒരു ഡിസിപ്ലിൻ ഇല്ലായിരുന്നു. അത് ഡിസിപ്ലിൻ വേണം എന്ന് പറഞ്ഞാണ്, വരുത്താൻ വേണ്ടിയാണ് SK എന്നായിരുന്നു വിളിക്കുന്നത്. SK ട്രിവാൻഡ്രത്തൂർന്ന് ഇവിടെ റെസിഡന്റ് എഡിറ്റർ ആയിട്ട് കൊണ്ടുവന്നത്. പുള്ളി ആകെ മറിച്ചു. ഒരുപാട് പേരൊക്കെ ദേഷ്യവുമായി, ദണ്ണവുമായി, വഴക്കായി. പക്ഷെ ഫൈനലി എല്ലാം സ്മൂത്ത് ആയിട്ട് സെറ്റിൽ ചെയ്തു. അന്ന് അദ്ദേഹത്തിന്റെ സമയത്ത് PJ മാത്യു എന്നാണോ നേരത്തെ പറഞ്ഞ മാത്യു സാർ? അതെ, മാത്യു സാർ. അയ്യോ, മാത്യു സാർ എന്ത് മിടുക്കനായിരുന്നു അറിയാം. മാത്യു സാർ എങ്ങോട്ട് പോയി പിന്നീട്? മാത്യു സാർ പിന്നെ ഹിന്ദുവിൽ പോയി. പിന്നെ നിങ്ങൾ കൊടുക്കുന്ന സാധനം മാക്സിമം എത്ര നിങ്ങൾ റിവൈസ് ചെയ്യേണ്ടി എത്ര തവണ വന്നിട്ടുണ്ട്? മാക്സിമം അത് വരുന്ന റിപ്പോർട്ട്സ് നമ്മൾ എഡിറ്റ് ചെയ്യും. അതിന് സ്പേസ് കൺസ്ട്രെയിൻസ് ഉണ്ട്. പിന്നെ ലാംഗ്വേജ്, നമ്മുടെ ഓരോ പത്രത്തിനും ഓരോ സ്റ്റൈലുണ്ട്. ആ സ്റ്റൈലിലാക്കി കറക്റ്റ് ചെയ്ത് സ്പേസ് കൺസ്ട്രെയിൻസിന് അനുസരിച്ച് എഡിറ്റ് ചെയ്ത് കൊടുക്കും. ഹെഡ്ലൈനും എഴുതി. ആ കാലത്ത് തന്നെ നമുക്ക് ഇതിലേക്ക് സുരേഷ് സാർ, ഇതൊരു ബയോഗ്രഫിക്കൽ ആണ്. നമുക്ക് ചർച്ചയുടെ സമയം വരുമ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം, അല്ലെങ്കിൽ ഡീവിയേറ്റ് ചെയ്ത് പോകും. ഓക്കെ. അപ്പൊ ഈ SK ആനന്ദരാമൻ, അദ്ദേഹം വളരെ ട്രിവാൻഡ്രത്ത് സ്പെഷ്യൽ കറസ്പോണ്ടന്റ്, പൊളിറ്റിക്കൽ കറസ്പോണ്ടന്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ നാടോടി എന്ന കോളം ഉണ്ടായിരുന്നു. എനിക്കൊന്നു ഈ പിന്നെ ഇതിനു ശേഷം അദ്ദേഹം REI റിട്ടയർ ചെയ്യുന്ന വരെയും ആ കോളം എഴുതിയിരുന്നു. അങ്ങനെ ഒരു ഓർമ്മയില്ലേ? അല്ല, അദ്ദേഹം റിട്ടയർ ചെയ്ത് കഴിഞ്ഞ ആ കോളം എഴുതിയിരുന്നില്ല. അത് റിട്ടയർമെന്റ് വരെ എനിക്ക് തോന്നുന്നു 1988 ഡിസംബറിലാണ് അദ്ദേഹം റിട്ടയർ ചെയ്യുന്നത്. എനിക്ക് ഓർമ്മയുണ്ട് കൃത്യം. അവിടുന്ന് ആസ്പിൻബാൾ ബിൽഡിംഗിൽ അദ്ദേഹം ഇറങ്ങിപ്പോകുന്ന രംഗം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതെ, 88 റിട്ടയർ ചെയ്തിട്ട് നാട്ടിൽ പോയി, തമിഴ്നാട്ടിലോട്ട് പോയി. തമിഴ്നാട്ടിൽ പോകുന്നതിന് മുമ്പ് എറണാകുളത്തപ്പൻ ക്ഷേത്ര നടയിൽ അദ്ദേഹം ഭജന വരുന്നു. അതും എനിക്ക് ഓർമ്മയുണ്ട്. ഭജന വരുന്നത് ഞാൻ അറിഞ്ഞില്ല. പക്ഷെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഒരിക്കൽ കൂടെ SK കണ്ടു.
ഇവിടെ വീട് 2-3 വർഷം കഴിഞ്ഞ് 2-3 അത് വീട് വിൽക്കാൻ വന്ന സമയത്ത് എന്നെ അറിയിച്ച് ഞാൻ പോയി കണ്ടു. ഒരു ഇംഗ്ലീഷ് പത്രത്തിന്റെ എനിക്ക് എഴുത്തും എഴുതുമായിരുന്നു. അന്ന് വിശേഷങ്ങളെല്ലാം ഇവിടുത്തെ കൊച്ചിയിലെ വിശേഷങ്ങളെല്ലാം എഴുതി അയക്കുമായിരുന്നു. എനിക്ക് റിപ്ലൈയും വരുമായിരുന്നു വല്ലപ്പോഴും. ഞാൻ എന്റെ വിവാഹത്തിന് ക്ഷണിച്ചപ്പോൾ അദ്ദേഹം സന്തോഷം രേഖപ്പെടുത്തി എനിക്ക് സുദീർഘമായി കത്തയച്ചു. ഞാനിപ്പോ എന്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. അപ്പൊ ഈ പിന്നെ അനന്തരാമൻ സാറിന്റെ കാലത്താണ് കേരളത്തിൽ ആദ്യമായി ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിന്റെ എഡിഷൻ ആരംഭിക്കുന്നത്. അതിന് മുമ്പ് ഞാൻ വായിച്ചിട്ടുള്ളത്, പലരും എഴുതിയിട്ടുണ്ട്, വായിച്ചിട്ടുള്ളത് മധുരയിൽ നിന്നാണ് പത്രം വന്നുകൊണ്ടിരുന്നത്. അത് എത്തുമ്പോൾ വളരെ വൈകും. അതെ. അതിനുശേഷം കൊച്ചിയിൽ വരുന്നതിന് മുമ്പ് ഇത് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ശിവറാം സാറായിരുന്നു ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞ് SK ഇങ്ങോട്ട് വരുന്നത്. അതെ, 1973 ഇന്ത്യൻ എക്സ്പ്രസിന്റെ കൊച്ചി എഡിഷൻ ആരംഭിക്കുന്നത്. അതെ. അപ്പൊ ഈ പീരീഡില് ഒത്തിരി നിർണായക സംഭവങ്ങൾക്ക് പ്രേമ ഉൾപ്പെടെ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് എന്നാണ് ഒരു കാലഗണന വെച്ചിട്ട് എന്റെ ഒരു വിശ്വാസം. അന്ന് വലിയ സമരം ഉണ്ടായി. അന്നൊരു യൂണിയൻ രൂപീകരിച്ചു. അന്ന് ഡോക്ടർ സെബാസ്റ്റ്യൻ പോളാണ് നേരത്തെ ഈ പരമ്പരയിൽ പങ്കെടുത്ത്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ പരമ്പരയിൽ അന്നൊരു യൂണിയൻ രൂപീകരിച്ചു, സമരം വന്നു. അത് കഴിഞ്ഞിട്ട് പുതിയ യൂണിയൻ വന്നു. സെബാസ്റ്റ്യൻ പോൾ ഉൾപ്പെടെയുള്ള ആൾക്കാരെ രാജിവെച്ചു പോയി. അങ്ങനെ വലിയ സംഭവ പരമ്പരകൾ ഉണ്ടായിട്ടുണ്ടല്ലോ. ആ കാലത്തെ കുറിച്ച് പറയുമോ? രാജിവെച്ചു പോയി. അതിനെപ്പറ്റി ഞാൻ പറയാം. ആ സമരം ഉണ്ടായതിലെ ഏറ്റവും ബെനിഫിറ്റ് ചെയ്ത് ഞാനാ. കാരണം ഞാനന്ന് പ്രഗ്നന്റ് ആയിരുന്നു. ഇനി അന്ന് അറിഞ്ഞിരുന്നില്ല ട്വിൻസ് ആയിരുന്നെന്ന്. പക്ഷെ അന്ന് ഒരു തരത്തിലും ഓഫീസിലെ ഒരു ബസ് നിർത്തുകയില്ലായിരുന്നു. ബസ്സിൽ ആരും കേറ്റില്ലായിരുന്നു. അയ്യോ ചേച്ചി അടുത്ത ബസ്സിൽ പോകുന്നു പറയായിരുന്നു വയറ് കണ്ടിട്ട്. അപ്പൊ അന്ന് ആ സമരം ഏറ്റവും കൂടുതൽ എന്നെയാണ് ബെനിഫിറ്റ് ചെയ്തത്. ലാസ്റ്റ് ഏതാണ്ട് സമയമായിരുന്നു. ഒരു മാസോ 1.5 മാസമോ മറ്റോ ആയിരുന്നു. അന്ന് എനിക്ക് ഓഫീസിൽ പോകണ്ടാത്തത് കൊണ്ട് എനിക്ക് വളരെ ബെനിഫിറ്റ് ആയിരുന്നു, കാശില്ലായിരുന്നെങ്കിലും. ആ സമയത്ത് 17 പേരാണ് റിസൈൻ ചെയ്ത്. അത് ഒരുപാട് ടോക്സ് ഒക്കെ നടത്തിയിട്ട് പത്രം മധുരയിൽ നിന്നും ഇവരെ കുറച്ചു പേരെ ഫ്ലൈറ്റിൽ അവിടെ കൊണ്ടുപോയി. അത് പിള്ള സാർ ഉണ്ടായിരുന്നു, ഗോപി സാർ ഉണ്ടായിരുന്നു, ഗോപിനാഥ മേനോൻ ഗോപി സാർ ഉണ്ടായിരുന്നു, പിന്നെ വിജയകുമാർ ഉണ്ടായിരുന്നു, വേറെ മാധവൻകുട്ടി ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. മാധവൻകുട്ടി ഇവരെയൊക്കെ അവിടെ കൊണ്ടുപോയി പത്രം ഇറക്കി. ഇവിടെ അതൊരു വാശിയായിരുന്നു, SK ഒരു വാശിയായിരുന്നു പത്രം ഇറക്കണമെന്നുള്ളത്. പത്രം ഇറക്കി. അത് കഴിഞ്ഞ് ടോക്സിൽ കൂടിയൊക്കെ എല്ലാം ശരിയായി. 17 പേര് ഇവിടുന്ന് പോയി. ആ കൂട്ടത്തിൽ സെബാസ്റ്റ്യൻ പോളും പോയി. ആ പോയ കൂട്ടരിൽ 3 പേര് ഒരു പ്രസ് ഇവിടെ തുടങ്ങി, അനശ്വര പ്രിന്റിംഗ് പ്രസ് എന്നും പറഞ്ഞ്. അതില് മാത്യു സാറിന്റെ അനിയനും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു, ഒരു സോമനും. ആ പ്രസ്സാണ് ഇപ്പൊ കൊച്ചിയിലെ ഏറ്റവും വലിയ പ്രസ്. സ്വന്തം സ്ഥലം, സ്വന്തം ബിൽഡിങ് എല്ലാം അവരാ കിട്ടിയ കാശ് 3 പേരും കൂടെ പൂളിങ് ചെയ്ത്. അവരെ പറ്റി ഞാൻ ഹിന്ദുവില് ഞങ്ങളുടെ വീക്കെൻഡില് ഞാനൊരു സ്റ്റോറി ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് എല്ലാരും ഒതുങ്ങിന്ന് തന്നെ പറയാം. ഒരു സമരവും യൂണിയനും എല്ലാം ഒതുങ്ങി. പിന്നെ അത് സെബാസ്റ്റ്യൻ പോൾ ആരൊക്കെയാണ് ഒന്നുകൂടി പറയാമോ? 3 പേര് ആരൊക്കെയാണ്? 3 പേര് കൂടി. ഒന്ന് സോമൻ, പിന്നെ മാത്യു സാറിന്റെ അനിയൻ ഒരാള്. ഞാൻ പേര് കറക്റ്റ് ആയിട്ട് അനശ്വര പ്രിന്റേഴ്സ്, കൊച്ചിയിലെ അനശ്വര പ്രിന്റേഴ്സ്. അതിൽ ഒരാള് മരിച്ചു കേട്ടോ, അസുഖം വന്ന് മരിച്ചു ഒരാള്. ഇപ്പൊ അവരുടെ മക്കള് ഏറ്റെടുത്ത മക്കള് പുറത്തൊക്കെ പോയി പ്രിന്റിംഗ് ടെക്നോളജിയെ കുറിച്ചൊക്കെ പഠിച്ച് വന്ന് ഒരു വലിയ ബിൽഡിംഗ് ആണ് പെരണ്ടൂര്. ആദ്യം ചെറിയ തോതിൽ തുടങ്ങി, 3 പേരും തുടങ്ങിയിട്ട് അത് വലുതായി ഒരു അങ്ങനെ ഇപ്പം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. ഇത് സെബാസ്റ്റ്യൻ പോൾ ഈ പരിപാടിയിൽ പങ്കെടുത്ത് പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. ഈ രാംനാഥ് ഗോയങ്ക
നല്ല ഒരു പത്ര മുതലാളി, അത് നല്ല ഒരു മുതലാളിയായിരുന്നു. പക്ഷെ അദ്ദേഹം പത്ര ഡേ ടു ഡേ അഫയേഴ്സിൽ ഇടപെട്ടിരുന്നില്ല. പക്ഷെ ഡീൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള വളരെ അതെ വലിയ വലിയ ഒരു മാനേജിംഗ് തലത്തിൽ ധാർഷ്ട്യം കാണിച്ച മുതലാളിയായിരുന്നു എന്നാണ് സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞത്. പക്ഷെ സെബാസ്റ്റ്യൻ പോളിന്റെ ഒരു കാലത്തെ കുറിച്ച് TJS ജോർജ് പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. അദ്ദേഹം അന്ന് സബ് എഡിറ്റർ ആയിരുന്നു അല്ലേ? സെബാസ്റ്റ്യൻ പോളും സബ് എഡിറ്റർ ആയിരുന്നു. സെബാസ്റ്റ്യൻ പോളിനെ കുറിച്ച് പറയാനാണെങ്കിൽ സെബാസ്റ്റ്യൻ പോളിന്റെ ഇത്രയും നീറ്റായിട്ട് ഒരു കോപ്പി കാണുകയില്ല. ആ എഴുത്തും ഇത്രയും നീറ്റായിട്ട് ഒരു മനുഷ്യൻ ചെയ്ത് കണ്ടിട്ടില്ല. അത്രയ്ക്ക് നീറ്റായിരുന്നു. TJS ജോർജ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വായിച്ചിട്ടുണ്ട്. സൗത്തിലെ ഇന്ത്യൻ എക്സ്പ്രസ് സൗത്തിലെ ഏറ്റവും നല്ല കോളമിസ്റ്റുകൾ ഒരാളായിരുന്നു അദ്ദേഹം എന്ന് ആ കാലത്ത്. അതെ. പിന്നെ മാനേജർ AP വിശ്വനാഥനായിരുന്നു അന്ന് ഇന്ത്യൻ എക്സ്പ്രസിന്റെ മാനേജർ. അന്നത്തെ മാനേജർ എന്ന് പറയുന്നത് ഇന്നത്തെയൊക്കെ ഉള്ളതിലും കൂടുതൽ ഒരു സ്റ്റാറ്റസ് ഉണ്ടായിരുന്നു. എല്ലാ കാര്യത്തിലും ഇടപെട്ടിരുന്നു, അറിയായിരുന്നു. അങ്ങനെ ബിക്കോസ് AP വിശ്വനാഥൻ വാസ് ഓൾസോ ജേർണലിസ്റ്റ് ആയിരുന്നു. അപ്പൊ 2 സെക്ഷനിലും ഇടപെടാനുള്ള കഴിവും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹം പിൽക്കാലത്ത് കേരള കൗമുദിയുടെ എക്സിക്യൂട്ടീവ് എഡിറ്ററായി. സർ, ഈ ഒരു ഘട്ടത്തിലെങ്കിലും അത് പറയേണ്ടതുണ്ട്. അദ്ദേഹത്തിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ മകൻ അദ്ദേഹത്തിനെ പറ്റിയിട്ടുള്ള ഓർമ്മകള് ഒരു പുസ്തകമാക്കി അത് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി, റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അക്കാഡമിയിൽ കൊണ്ടു തന്നിരുന്നു. പക്ഷെ അത് ഈ നാളിതുവരെ ആയിട്ടും അത് റിലീസ് ചെയ്തിട്ടില്ല ആ പുസ്തകം. അപ്പോ എന്നാണ് എന്റെ അറിവ്, എന്റെ ഓർമ്മയിൽ നിന്നാണ് പറയുന്നത്. ഏതെങ്കിലും കാരണവശാൽ ഇത് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർക്ക് താല്പര്യമാണെങ്കിൽ ഈ പുസ്തകം എല്ലാവരിലേക്ക് എത്തിക്കാൻ എന്തെങ്കിലും ചെയ്യാവുന്നതാണ്. അത് ഈ ഒരു ഘട്ടത്തിൽ പറയുകയാണ്. ഇപ്പോ AP വിശ്വനാഥൻ സാറിനെ ചെയ്യേണ്ടത് ആവശ്യമാണത്, എന്തെങ്കിലും ചെയ്യേണ്ടത് ആവശ്യമാണ് ഇപ്പോഴെങ്കിലും. അതുപോലെ തന്നെ പലരുടെയും ഒരു ഇങ്ങനെ ആരും പറയാത്തത് കൊണ്ട് പലരും അങ്ങ് മൺമറഞ്ഞു പോയി, ആ ഓർമ്മകളെ പോയി പലരുടെയും. ഇപ്പൊ ശിവറാം, ഞാൻ പറഞ്ഞല്ലോ, K. ശിവറാം എന്ന് പറഞ്ഞാല് അതെന്താണോ അവരൊന്നും നോക്കാത്തത് എനിക്കറിയില്ല. എന്തെങ്കിലും ഒക്കെ ഒന്ന് ചെയ്യേണ്ടതല്ലേ. അതെ അതെ. ഈ അമ്മിണി ശിവറാം എന്ന് പറയുന്ന ആദ്യത്തെ വനിതാ പത്രപ്രവർത്തകയെ പറ്റി ഇപ്പോ പ്രേമ ചേച്ചി പറയുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. പഴയ കാലത്തെ അതെ, പ്രേമചേച്ചി പറയുമ്പോൾ തന്നെയാണ് ഇങ്ങനെ പേര് എവിടെയോ പണ്ട് കേട്ട ഒരു വിദൂര ഓർമ്മയിൽ വരുന്നത്. കാര്യം അവര് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ അവര് മലയാളി കൂടിയാണല്ലോ. ഇല്ല അല്ലെ? പക്ഷെ അവരെ കുറിച്ച് 2 പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. മരിച്ചുപോയി, 2-3 വർഷമായി മരിച്ചുപോയി. എന്നാലും പഴയ ആളുകളെ അനുസ്മരിക്കുമ്പോ പോലും ഈ പേര് ആരും പരാമർശിച്ച് കേട്ടിട്ടില്ല. ഇപ്പൊ പഴയ കാലത്തെ ഫോട്ടോഗ്രാഫർ സരസ്വതി ചക്രവർത്തിയൊക്കെ നമ്മൾ പല ഒക്കേഷനിലും അക്കാഡമി കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ അപ്പോഴൊന്നും ഈ പേര് എവിടെയും പരാമർശിച്ച് കേട്ടിട്ടില്ല. അയ്യോ, അത് വേണ്ടതാണ്. ഒരുപാട് നാൾ ബോംബെയിൽ ജോലി ചെയ്തതാ. ബോംബെയിൽ ഒരുപാട് നാൾ ജോലി. ആ സമയത്താണ് K. ശിവറാമിനെ കല്യാണം കഴിക്കുന്നതൊക്കെ. അവര് എവിടത്തുകാരിയാണ്? കൊച്ചിയാണോ? എഴുതിയിട്ടുണ്ട് അമ്മണി ചേച്ചി. മൈ ടൗൺ മൈ പീപ്പിൾ എന്ന് പറഞ്ഞൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്. അത് കിട്ടാനുണ്ടോ? ചേച്ചിയുടെ കയ്യിലുണ്ടോ പുസ്തകം? എന്റെ കയ്യിലുണ്ട് ആ ബുക്ക്. അതിന്റെ പേര് മൈ ടൗൺ മൈ പീപ്പിൾ. ശരിക്കും ചമ്മണി ശിവറാമാണ് ശരിക്കും ഒരു പയനിയറിങ്, ഈ ഫീൽഡിൽ ഒരു പയനിയർ എന്ന് പറയാന്, പെണ്ണുങ്ങളുടെ ഇടയിൽ ഒരു പയനിയർ എന്ന് പറയാന്. ഒന്നും അറിയാതെ പോയതാ ബോംബെയില്. അവിടെ ഇങ്ങനെ ഒരു ജേർണലിസ്റ്റ് ആയി, ഇങ്ങനെ അവിടെ ഓൺ ദ ജോബ് പിന്നെ എല്ലാം പഠിച്ചു. അങ്ങനെ പോയി. കൂടുതൽ ഇവിടെ അധികം നിന്നിട്ടില്ല, അതാ ആരും അറിയാത്തത്. ഇന്ത്യൻ എക്സ്പ്രസിൽ കുറച്ചുനാൾ ജോലി ചെയ്തു, പക്ഷെ ഓൺ ദ റോൾസ് ഇല്ലായിരുന്നു, ഫ്രീലാൻസ് ആയിട്ട് ചെയ്തിരുന്നു. അതുകൊണ്ട് ആരും അറിയാത്തത്. അവരുടെ മക്കൾ ആരെങ്കിലും ഈ ഫീൽഡിൽ ഉണ്ടോ? ഇല്ല. ഒരു ഡാൻസർ ഉണ്ട് മകന്, ഒരു മകൻ ഡാൻസർ ഉണ്ട്. അപ്പൊ ഇന്ത്യൻ എക്സ്പ്രസ് കാലത്ത് ലീല മേനോനുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു, വ്യക്തിപരമായും ഒരു ബന്ധമുണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നു. അത് ആദ്യകാലങ്ങളിൽ ഇല്ലായിരുന്നു. കാരണം ഫോർട്ട് കൊച്ചിയിലായിരുന്നു താമസം. പിന്നെ ഞാന് വന്ന് തല കുനിഞ്ഞിരുന്ന ജോലി തീരുന്നത് 5 മണിക്കായിരിക്കും. ഇഷ്ടംപോലെ ജോലി ഉണ്ടായിരുന്നു. എന്നിട്ട് ബോട്ടിൽ തിരിച്ചു പോകും. അങ്ങനെ ഒരു റൂട്ടീനായിരുന്നു. ലീല അവിടെയായിരുന്നു താമസം. അത് കഴിഞ്ഞ് കോട്ടയത്ത് പോയി.
കുറച്ചു നാളെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. കോട്ടയത്തെ റിപ്പോർട്ടറായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ലീലയ്ക്ക് ക്യാൻസറും ഒക്കെ വന്ന് അതിലെല്ലാം സർവൈവ് ചെയ്തിട്ട് പിന്നെ തിരിച്ച് കലൂര് പോയി കഴിഞ്ഞ് ഇന്ത്യൻ എക്സ്പ്രസിൽ അവിടെയാണ് റീജോയിൻ ചെയ്തത്. അവിടെ ജോയിൻ ചെയ്തപ്പം ഈ കമ്പ്യൂട്ടറിനെ പറ്റി ഒന്നും അറിയില്ലായിരുന്നു ലീലയ്ക്ക്. ഞാൻ അതെപ്പോഴും പറയുമായിരുന്നു, ഞാനാ ഇതെല്ലാം പറഞ്ഞു കൊടുത്തത്, കമ്പ്യൂട്ടറിന്റെ എങ്ങനെയാ വർക്ക് ചെയ്യുന്നത് എന്നെല്ലാം പറഞ്ഞു കൊടുത്തത്. ഞാൻ പറഞ്ഞു കൊടുത്ത അത് കറക്റ്റ് ആയിട്ട് അതുപോലെ എപ്പോഴും പറയും. ആ പ്രേമ പറഞ്ഞു തന്നെന്ന് മാത്രം എനിക്കറിയാം. അതില് വർക്ക് ചെയ്ത് അത് കഴിഞ്ഞാണ് കൂടുതൽ അടുപ്പം ഉണ്ടായത്. പിന്നെ ടുവേർഡ്സ് ദി എൻഡ് വളരെ ക്ലോസ് ആയിരുന്നു, നല്ലൊരു ഫ്രണ്ട് ആയിരുന്നു. ഈ ബ്യൂറോയില് ആയിരുന്നല്ലോ ലീല മാഡം കൂടുതലും പ്രവർത്തിച്ചിരുന്നത് ഒരു റിപ്പോർട്ടർ ആയിട്ടാണ്. മാഡം ഡെസ്കിലാണ്. അതെ. പക്ഷെ ഇപ്പൊ നമ്മൾ പുതിയൊരു കാലഘട്ടത്തിലേക്ക് വരുമ്പോ ബ്യൂറോയിലും ഡെസ്കിലും ഉള്ളവരുടെ ഒരു സഹവർത്തിത്വം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അന്നത്തെ കാലത്ത് അത് വളരെ അടുപ്പമായിരുന്നു അല്ലേ? അതെ, വലിയ അടുപ്പമായിരുന്നു ബ്യൂറോയും ഡെസ്കും. അത് ഏതാണ്ട് അടുത്തടുത്താണല്ലോ. അപ്പൊ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ എഴുതാനും ഇപ്പം ഞാൻ ഫീച്ചേഴ്സിലായതുകൊണ്ട് കൂടുതലും അടുപ്പമായിരുന്നു. ബ്യൂറോ ആയിട്ട് നല്ല അടുപ്പമായിരുന്നു. അടുത്തടുത്ത് കലൂരൊക്കെ അടുത്തടുത്തായിരുന്നല്ലോ. ബ്യൂറോയിൽ വേറെ സ്ത്രീകൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ? കലൂര് സുപ്രിയ ഉണ്ടായിരുന്നു. പിന്നെ പ്രീത അതൊക്കെ ടുവേർഡ്സ് ദി എൻഡ്. അപ്പോഴൊക്കെ ഒരുപാട് പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. ആ സമയത്ത് ലീല മേനോൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലെ കലൂരേക്ക് വരുമ്പോ? എനിക്ക് നല്ല ഓർമ്മയുണ്ടെന്ന്. ലീല മേനോന്റെ വളരെ പിന്നീട് ലീല മേനോൻ മരിച്ചപ്പോഴൊക്കെ ഞാൻ ഉൾപ്പെടെ എഴുതിയിട്ടുള്ളത് പിന്നെ അരിവാക്കൂട് കോളനി നിലമ്പൂരിനടുത്തുള്ള പരമ്പരാഗതമായി കളിമൺ വ്യവസായം ചെയ്യുകയും അതിന്റെ തകർച്ചയ്ക്ക് ശേഷം ജീവിതത്തിന്റെ ആ കാര്യം പറയുമ്പോഴേ പ്രദീപ്, നമ്മുടെ ജീവൻ ജോസിന്റെ കാര്യം തീർച്ചയായിട്ടും പറയേണ്ടതാണ്. ഒരുപാട് സ്റ്റോറീസ് ജീവൻ ജോസ് ആണ് കൊണ്ടുവരുന്നത്. ഇത് അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, ജീവന് എന്നോട് പറഞ്ഞു അറുവാക്കോട് ഇങ്ങനെ ഒരു ഇതിങ്ങനെ ഉണ്ട്, സ്റ്റോറി ഉണ്ട്, അത് ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് അവിടെ പോയെന്നുണ്ടെങ്കിൽ ലീലയോട് പറ, ലീല ചെയ്യും എന്ന് പറഞ്ഞു. എന്നിട്ട് ജീവനാണ് ആ സ്റ്റോറി കൊണ്ടുവരുന്നത്. ആരോ പറഞ്ഞറിഞ്ഞ് പോയി. എന്നിട്ട് ഇവര് രണ്ടുപേരും കൂടെ അവിടെ പോയി താമസിച്ചാണ് ആ സ്റ്റോറി ആദ്യം ചെയ്യുന്നത്. അത് ദേശീയ തലത്തിലൊക്കെ വലിയ പ്രതികരണം ഉണ്ടാക്കി, വലിയ ഇമ്പാക്ട് ഉണ്ടാക്കിയ സ്റ്റോറി ഉണ്ടാക്കി. അവർക്കത് ഗുണം ചെയ്തു. ആ സമയത്ത് തന്നെ പിന്നെ ആ സമയത്ത് തന്നെയാണ് ഏതോ ഒരു പരിപാടി, എനിക്കൊന്ന് ഗവൺമെന്റിന്റെ ഒരു ടൂറിസം പ്രൊജക്ടിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി പാതിരാമണൽ ലീലാമേനോൻ പോകുന്നു. അപ്പം ഏതോ പശ്ചിമബംഗാളിൽ എവിടെയോ ഒരു ബലാത്സംഗത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ അതൊക്കെ ചായ കുടിക്കുന്ന പോലെ അല്ലേ എന്ന് തമാശയായിട്ട് നായർ പറയുന്നു. ലൈക്ക് ഹാവിംഗ് എ ടീ എന്ന പേരിൽ ബോക്സ് സ്റ്റോറി ആയിട്ട് വരുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട് തിരിച്ച. ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ തീർച്ചയായും വന്നിട്ടുണ്ട്. ഞാനത് ലീലാമേനോൻ മരിച്ചപ്പോൾ എഴുതിയ ലേഖനത്തിൽ ഞാൻ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. വളരെ പ്രിയപ്പെട്ട ഒരാൾ, നമ്മളൊക്കെ ഒരു മാതൃകയായി കണ്ടിരുന്ന ലീലാമേനോൻ തന്നെയാണ് റിപ്പോർട്ടിങ്ങിൽ. അത് മാത്രമല്ല, ഇടുക്കി ജില്ലയിലെ തങ്കമണി സംഭവം ദേശീയ ശ്രദ്ധയിൽ കൊണ്ടുവരും, ഒരുപക്ഷെ ഒരു ഗവൺമെന്റിന്റെ പതനത്തിന് പോലും ഇടയാക്കി എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുകയും ചെയ്ത ആ സംഭവത്തിന്റെ റിപ്പോർട്ടിംഗ് മുഴുവനും ലീല മേനോനാണ് അത് പുറത്തു കൊണ്ടുവന്നത്. അവിടെ പോയി തന്നെ അന്വേഷിച്ചത്. ഇപ്പൊ വീണ്ടും അത് പിന്നെ വാർത്തയിലേക്ക് വരികയാണ്. തങ്കമണി ഒരു സിനിമയായിട്ട് വരുന്നുണ്ട് തോന്നുന്നു. ഇപ്പൊ ഈയിടെ കണ്ടു അതെ സിനിമയായിട്ട് വരുന്നു എന്നുള്ളത്. ലീലാമേനെ കുറിച്ചുള്ള ഒരു വലിയ സങ്കടം, ലീലാമേന്റെ ലീലാമേനൻ, ഞാനത് പൊതുവേദിയിൽ പറയുന്നത് ശരിയില്ലെങ്കിൽ പോലും വളരെ കരഞ്ഞുകൊണ്ടാണ് ഞാൻ എക്സ്പ്രസിൽ നിന്ന് രാജിവെക്കുന്നു എന്ന് പ്രഖ്യാപിച്ചത് കൊച്ചി ആകാശവാണി സ്റ്റുഡിയോയിലെ ഒരു ഇന്റർവ്യൂവിലായിരുന്നു. ബാക്കി ഞാൻ പറയണ്ടല്ലോ. ബാക്കി പറയുന്നില്ല. ഞാനും ഹിന്ദുവിൽ പോയത് സിമിലർ സർക്കംസ്റ്റാൻസസിലാണ്. എനിക്ക് പക്ഷെ അത് വളരെ ഗുണം ചെയ്തു.
അത്രയും ഞാനൊക്കെ വിചാരിച്ചിരുന്ന ഇന്ത്യൻ എക്സ്പ്രസ്സില് ജോലി ചെയ്ത് അവിടുന്ന് റിട്ടയർ ചെയ്ത് എങ്ങനെ റിട്ടയർ ചെയ്യുന്ന കാര്യം പോലും എനിക്ക് ചിന്തിക്കാൻ മേലായിരുന്നു. അത്രയ്ക്ക് അറ്റാച്ച്മെന്റ് ആയിരുന്നു ഇന്ത്യൻ എക്സ്പ്രസ് എന്ന് പറഞ്ഞാല്. അത് അതില്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കും എന്നൊക്കെ ഓർത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഓർത്ത് അവസാനം വേറെ പോകേണ്ടി വന്നു. അവസാനം 12 വർഷം ഹിന്ദുവിൽ ജോലി ചെയ്തു അല്ലേ? എന്താ ഹിന്ദുവില്ല, ഐ വാസ് വെരി ഹാപ്പി ഇൻ ദ ഹിന്ദു. അപ്പം 1977 ട്രെയിനിങ് ആരംഭിച്ചു. ചീഫ് സബായി 2000 വരെ ഇന്ത്യൻ എക്സ്പ്രസിൽ രാജിവെക്കുന്നു. അതിനുശേഷം അതിനിടയ്ക്ക് SK പോയി കഴിഞ്ഞിട്ട് MK ദാസ് സാർ വന്നു, പ്രസിഡന്റ് റിട്ടയർഡ് വന്നു, ദാസ് സാർ വന്നു. ആ സമയത്തും എല്ലാം ഇങ്ങനെ പോയി. ആ സമയത്താണ് ഈ ഫീച്ചേഴ്സിൽ ചെയ്യുന്നവർക്ക് പ്രൊമോഷൻ കൊടുക്കാറ് പതിവില്ല. ഫീച്ചേഴ്സിൽ ഇപ്പൊ ഡെസ്കിലാണെങ്കിൽ സബ് എഡിറ്റർ, സീനിയർ സബ് എഡിറ്റർ, ചീഫ് സബ് അങ്ങനെ അങ്ങ് പോകും. പക്ഷെ ഫീച്ചേഴ്സ് ചെയ്യുന്നവർക്ക് ഇറ്റ്സ് മോർ ഓർ ലെസ് എ താങ്ക്ലെസ് ജോബ്. ഫീച്ചേഴ്സിൽ പ്രൊമോഷൻ കുറവാണ്. അങ്ങനെ ആ സീനിയർ സബ് ഞാൻ മാക്സിമം അത് സീനിയർ സബ് ആയിട്ട് അങ്ങനെ അവിടെ ഒരൊറ്റ ഇരിപ്പ് അങ്ങ് ഇരിക്കും. ബട്ട് അന്നൊന്നും അങ്ങനെ ചിന്തിച്ചിരുന്നില്ല. ഹാപ്പി ആയിട്ട് ജോലി ചെയ്യുന്ന ആ ഒരു ഇതിലായിരുന്നു. ഹാപ്പി ആയിട്ട് അങ്ങ് ജോലി ചെയ്യുമായിരുന്നു. പിന്നീട് അങ്ങനെ കുറെ നാളായപ്പോഴത്തേക്ക് ഒരു ഇത് എന്താണ് ഇങ്ങനെ എനിക്ക് മാത്രം ഒരു പ്രൊമോഷൻ തരാത്തതെന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങി. വല്ലവരും പറഞ്ഞിട്ടാണെങ്കിലും അങ്ങനെ തുടങ്ങി. അത് ഈ ഫീച്ചേഴ്സിലായതുകൊണ്ട്, വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ഇപ്പോഴൊക്കെ അങ്ങനെ നടക്കില്ല. പക്ഷെ പണ്ട് ആരും ലൈക് ആക്ച്വലി നോബഡി തോട്ട് ഓഫ് യു, അതാണ് കാര്യം. അങ്ങനെ ഇരുന്ന് പിന്നെ ഡെസ്കില് ഇട്ടാ ജോലി ചെയ്യാവോ എന്ന് ചോദിച്ചു. പിന്നെന്താ ചെയ്യാവല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ ഡെസ്കിൽ വന്നു. ഡെസ്കിൽ ഒരു 4-5 വർഷം എങ്ങാണ്ട് ലാസ്റ്റ് ആയിട്ട് 4-5 വർഷം ഡെസ്കിലായിരുന്നു ഞാൻ ജോലി ചെയ്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഏത് ജോലിയും ന്യൂസ് പേപ്പർ ഇതില് നല്ല രസം തന്നെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇതും എല്ലാ ഡിപ്പാർട്ട്മെന്റും എനിക്ക് ഇഷ്ടമായിരുന്നു ജോലി ചെയ്യാനായിട്ട്. പിന്നെ ടുവേർഡ്സ് ദി എൻഡ് അത് വളരെ സങ്കടകരമായ ഒരുപാട് ദാസ് സാറ് റിട്ടയർ ചെയ്തു. അപ്പോഴത്തേക്കും റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരുപാട് സങ്കടകരമായ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായി. അങ്ങനെ ഉണ്ടായിയാണ് ഞാന് ഓർത്തേ ഇല്ല, ഹിന്ദുവിൽ പോണോന്ന് ഓർത്തേ ഇല്ല. അപ്പൊ KM തമ്പി അവിടെ ഉണ്ടായിരുന്നു. പിന്നെ പ്രദീപിന്റെയും എന്റെയും ഫ്രണ്ട് NJ നായർ, ഇവര് രണ്ടുപേരും ആണ് ഇൻസ്ട്രുമെന്റൽ ഇൻ മേക്കിംഗ് മീ റൈറ്റ് ദ ടെസ്റ്റ് ഫോർ ദ ഹിന്ദു. അത് NJ നായരാണ് എന്നെ അതാരും കാണാതെ ബിൽഡിങ്ങിനകത്തോട്ട് ബാക്കിൽ കൂടെ, അത് എനിക്ക് പറയാതെ വയ്യ, ബാക്കിൽ കൂടെ കയറ്റി കൊണ്ടുപോയി. ബാക്കി എല്ലാരും ടെസ്റ്റ് എഴുതുന്നതിന് മുമ്പ് എന്നെ കൊണ്ട് ടെസ്റ്റ് എഴുതിപ്പിച്ച് പോയിട്ട്, എന്നിട്ട് അവിടുന്ന് ചെന്നൈയിൽ അയച്ച്, ചെന്നൈയിലെ ഈ പേപ്പേഴ്സ് എല്ലാം പോയിട്ട് എന്നെ സെലക്ട് ചെയ്ത് അവിടെ വേറെ ഇന്റർവ്യൂ ഒക്കെ വെച്ച് ഇത് പെട്ടെന്നായിരുന്നു ഇതെല്ലാം കിട്ടിയത്. ഒരു നവംബറിലോ മറ്റോ ആയിരുന്നു തോന്നുന്നു, നവംബറിലോ മറ്റോ ആയിരുന്നു. അങ്ങനെ ഞാൻ ഇന്ത്യൻ എക്സ്പ്രസ് വിട്ടു പോകുമെന്ന് ഞാൻ ഓർത്തിട്ടേ ഇല്ലായിരുന്നു അന്ന് വരെ. അത്രയ്ക്ക് ഒരു അറ്റാച്ച്മെന്റ് ആയിരുന്നു ഇന്ത്യൻ എക്സ്പ്രസ്. പക്ഷെ അതെല്ലാം ഒരു വ്യക്തി കാരണം ഇല്ലാതായി. ഒരുപാട് എന്നെ ഹൗണ്ട് ചെയ്തു, അത് ആരാണെന്നൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുമില്ല. എന്തായാലും ഹിന്ദുവില് കിട്ടിയെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ എന്നെ ഒരുപാട് ഇൻസൾട്ട് ചെയ്യാനായിട്ട് ഇപ്പൊ ന്യൂ കമേഴ്സ് ചെയ്യുന്ന ഒരു അന്നെന്തോ എന്നാണല്ലോ, അതിലേക്ക് എന്നെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് അന്ന് എന്നെ ഡെസ്കിന്ന് ഇങ്ങോട്ട്, ഡെസ്കിൽ ചീഫ് സബ് ആയിട്ട് ഇരിക്കുന്ന എന്നെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ ഇരിക്കുന്ന ദിവസമാണ് ഞാൻ എന്റെ റെസിഗ്നേഷൻ കൊടുക്കുന്നത്. അപ്പൊ ഞാൻ ഓർത്തു, ദൈവം ഉണ്ടല്ലോ, ഞാൻ ഓർത്തു. ചേച്ചി ലീല മേനോനെ പറ്റിയിട്ട് പറഞ്ഞതില്ല, ഇപ്പൊ മാഡം ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. റിസൈൻ ചെയ്തു ആ മാസം തന്നെ ലീല മേനോൻ റിസൈൻ ചെയ്തു. 2 ദിവസം, ഞാൻ 19th ലീല 20th റിസൈൻ ചെയ്തു. ശരി.
ഇതേ എക്സ്പീരിയൻസ് മാഡത്തിനും അതെ അതെ ഉണ്ടായിരുന്നു. അതെ 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 ഉണ്ടായിരുന്നു, അതെ. സെയിം എക്സ്പീരിയൻസ് ആയിരുന്നു. ആ, പക്ഷെ ലീല അത് കഴിഞ്ഞ് ഷി ബിക്കെയിം എഡിറ്റർ അല്ലേ പിന്നെ അതെ. ആ, ആ, ജന്മഭൂമിയില്. അതെ അല്ല അതെ ആ കൊച്ചി ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ ആ ഇന്റർവ്യൂ ഉണ്ട്. ആ ലീലാമേനോൻ ആ മുഴുവൻ കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടുണ്ട്. തുറന്നു പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ട്. ഉം. ലീല മേനോൻ ഇപ്പോ റിപ്പോർട്ട്സുകൾ തരുമ്പോ അത് ഡെസ്കിലേക്ക് വരുമല്ലോ, അപ്പൊ പലതും കണ്ടിട്ടുണ്ടാവും. ഒരു നല്ല ആഖ്യാനാണ് സിംഫണി, നിലയ്ക്കാത്ത സിംഫണി എന്ന് പറയുന്ന അവരുടെ ആത്മകഥയിൽ വളരെ നല്ലൊരു റൈറ്റിംഗ്. ആ ഒരു ഇതിൽ തന്നെയാണ് അല്ലെ ഫീച്ചറുകളൊക്കെ എഴുതി തന്നിരുന്നത്. അതെ 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 അതെ. ലാംഗ്വേജ് ഒരു രണ്ട് പ്രാവശ്യം എഴുതുന്ന പരിപാടി ഇല്ല ലീലയ്ക്ക്. ഇല്ല. പിന്നെ നല്ല ഓർമ്മശക്തിയാ കേട്ടോ. അത് ഏതിലും ഭയങ്കര ഓർമ്മശക്തിയാ. ഏത് കാര്യം ചോദിച്ചാലും പട്ടപട്ടാന്നങ്ങ് പറയും. പറയും. ഉം, ഉം, ഉം. ഈ ആ കോട്ടയത്തിരിക്കുമ്പോഴാണല്ലോ ലോകത്തിലെ ചന്ദ്രനെയും പേടിയില്ല. അത് ഈ ആത്മകഥയിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കോട്ടയത്ത് നിന്ന് ശബരിമലയ്ക്ക് പോവേണ്ടി വന്നു. അപ്പോ എല്ലാ പുരുഷന്മാരാണ് ടാക്സിയില്, ഒരാള് മാത്രമേ സ്ത്രീ ആയിട്ടുള്ളൂ. പോരാൻ പറ്റുമോ ലീലയ്ക്കെന്ന് ചോദിച്ചിരുന്നു. അതിനെന്താ ഞാൻ പോരാൻ, എനിക്ക് എല്ലാവരും പരിചയമുള്ളവരല്ലേ എന്ന് പറഞ്ഞ് ആ ഒരു spirit ശബരിമലയ്ക്ക് പോയി. ഉണ്ടായിരുന്നു. അതെ അതെ. അവിടെ ആ ഒരു ഇരിക്കുമ്പോഴാണല്ലോ spirit ഉണ്ടായിരുന്നു. രോഗമൊക്കെ വന്നത്. കോട്ടയത്ത് ഇരിക്കുമ്പോഴാണ് രോഗം ഡിറ്റക്ട് പക്ഷെ ആ ചെയ്യുന്നത്. മനസ്സിന്റെ ആ ഇതുകൊണ്ട് ആ രോഗത്തിൽ നിന്നൊക്കെ അതെ 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 ഇങ്ങനെ വന്നത്. അതെ. അതെ. അപ്പം പിന്നെ പ്രേമ 2000 ഹിന്ദിയിൽ ജോയിൻ ചെയ്യുന്നു. 2000 ഡിസംബർ 1 ഞാൻ ഹിന്ദുവിൽ ജോയിൻ ചെയ്യുന്നു. കൊച്ചിയിൽ. ഇവിടെ ഹിന്ദുവിൽ ഞാൻ അപ്പൊ അന്ന് മെട്രോ പ്ലസ് അല്ല ആരും ഇല്ല. മെട്രോ പ്ലസ് ഞാനാ ജോയിൻ ചെയ്യുന്നത്. ഞാൻ ഒരൊറ്റ ആളായിരുന്നു. എല്ലാം നോക്കണം. പേജ് ഇവിടെ അല്ല ചെയ്യുന്നത്, ട്രിവാൻഡ്രത്താ ചെയ്യുന്നത്. ആകെ ഒരു ഓർഡർ കൊണ്ടുവരേണ്ടതായിട്ട് ഉണ്ടായിരുന്നു. ഒരു ഓർഡർ കൊണ്ട്. പക്ഷെ അന്ന് ആ ഓർഡർ ഒക്കെ കൊണ്ടുവരാൻ പറ്റിയത് എങ്ങനെയാന്ന് വെച്ചാൽ TJS ജോർജ് ഇവിടെ ഇന്ത്യൻ എക്സ്പ്രസിൽ വന്നപ്പോഴ് ഒരു മൊത്തം ഒന്ന് മാറ്റി മറിച്ചു. ആ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചു. പുള്ളിയിൽ നിന്നും എനിക്ക് പഠിക്കാൻ സാധിച്ചു. അതാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. ഇവിടെ ആരും ഇല്ലായിരുന്നു, ഞാൻ തന്നെയായിരുന്നു ഈ മെട്രോ പ്ലസ് തുടങ്ങിയത്. അപ്പൊ ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യരുത് എന്നൊക്കെ എനിക്ക് നല്ല വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അതാ എന്നെ പിന്നീട് കെ പ്രദീപ് വന്നു അല്ലേ ഇന്ത്യൻ എക്സ്പ്രസ്. പിന്നെ ഒരു വർഷം ആയില്ല, ഒരു വർഷം വേണ്ടി വന്നില്ല. ഒരു 4-5 എന്റെ ദൈവമേ, ഒരു വർഷം കഴിഞ്ഞു. 1.5 വർഷം ഞങ്ങൾ പുതിയ ബിൽഡിങ്ങിലേക്ക് മാറിയപ്പോഴാണ് പ്രദീപ് വരുന്നത്. പ്രദീപ് ഇന്ത്യൻ എക്സ്പ്രസിൽ നിന്ന് തന്നെ. പ്രദീപും പിന്നെ ഒരു പ്രിയദർശിനി ശർമ്മ എന്ന് പറഞ്ഞ് 2 പേരും വരുന്നത്. അവിടെ നല്ല രസമായിരുന്നു. മെട്രോ പ്ലസ് ഞങ്ങള് എഴുത്തും ഉണ്ടാക്കലും മറ്റേ ജോലി തന്നെയായിരുന്നു. പകലേ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. മറ്റേ നൈറ്റ് ഡ്യൂട്ടി ഞാൻ ഇന്ത്യൻ എക്സ്പ്രസിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ തന്നെയായിരുന്നു അന്ന് വീട്ടിൽ താമസം. മക്കള് വേറൊരിടത്ത്, ഹസ്ബൻഡ് വേറൊരിടത്ത്. ഹസ്ബൻഡ് അന്ന് കോട്ടയത്തായിരുന്നു. അപ്പൊ തന്നെയായിരുന്നു ഇവിടെ താമസം. അപ്പൊ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ ഒരു പട്ടി ഉണ്ടായിരുന്നു, ടൈസൺ എന്ന് പറഞ്ഞൊരു പട്ടി ഉണ്ടായിരുന്നു. അവന്റെ ബലത്തിലാണ് ഇവിടെ താമസിച്ചത്. രാത്രി കൊണ്ടുവിടും. അത് ആദ്യം കൊണ്ടുവിടുകയില്ലായിരുന്നു, പിന്നെ ഫൈറ്റ് ചെയ്ത് കൊണ്ടുവിടാനൊക്കെ ആക്കി. അന്ന് രാത്രി 2 മണിക്കും 2:30ക്കും ഒക്കെ ഇങ്ങനെ രാത്രി വന്ന് ഞാൻ അകത്ത് കയറി മോളിലും പോയി നോക്കി, താഴെയും പോയി നോക്കിയിട്ട് കൈ കാണിക്കുമ്പോഴാണ് ടാക്സി വിട്ടു പോകുന്നത്. ഈ ടാക്സി അല്ല, കൊണ്ടുവിടുന്ന വണ്ടി വിട്ടു പോകുന്നത്. 2000-ലും കൊണ്ടുവിടാൻ തീരുമാനമൊന്നും ഇല്ല ഹിന്ദുവില്. അല്ല, ഹിന്ദുവിലല്ല, ഇന്ത്യൻ എക്സ്പ്രസിന്റെ കാര്യം. ഇന്ത്യൻ എക്സ്പ്രസിൽ കൊണ്ടുവിടാൻ തീരുമാനം ഒന്നുമില്ല, ആരും കൊണ്ടുവിടലില്ലായിരുന്നു. എല്ലാരും എങ്ങനെങ്കിലും ഒക്കെ വീട്ടിൽ പോകും, അങ്ങനെ ആയിരുന്നു. പിന്നെ രാത്രി നൈറ്റ് ഡ്യൂട്ടി ഇത് ഇങ്ങനെ ഞാൻ വന്നതിന് ശേഷം ഒരുപാട് പറഞ്ഞാണ് ഈ രാത്രി എല്ലാവർക്കും ഡ്രോപ്പ് കിട്ടിയത്. അപ്പൊ പുരുഷന്മാർക്കും ഡ്രോപ്പ് ചെയ്യുമായിരുന്നോ? ഡ്രോപ്പ് ചെയ്യുമായിരുന്നു. പിന്നീട് എല്ലാവരും ഡ്രോപ്പ് ചെയ്യുമായിരുന്നു. നൈറ്റ് ഡ്യൂട്ടി ഉള്ളവര് എല്ലാം ഡ്രോപ്പ് ചെയ്യുമായിരുന്നു. പിന്നെ നൈറ്റ് ഡ്യൂട്ടി എല്ലാരും ഡ്രോപ്പ് ചെയ്യുമായിരുന്നു.
അന്ന് അതെ. അന്ന് ഇന്ത്യൻ എക്സ്പ്രസ്സിന്ന് എനിക്ക് പിന്നെ നൈറ്റ് ഷിഫ്റ്റ് ചെയ്തപ്പോഴും ഒക്കെ എനിക്ക് കിട്ടിയ കോഓപ്പറേഷൻ ഒരു മനുഷ്യന് കിട്ടി കാണില്ല. അത്രയ്ക്ക് എനിക്ക് കോഓപ്പറേഷൻ കിട്ടി എല്ലാവരുടെ അടുക്കലും. അല്ല, ഇപ്പൊ ഈ ജെൻഡർ ഈക്വാളിറ്റി പറയുന്ന ഈ കാലഘട്ടം ത്തില് പരസ്പരം കുറ്റപ്പെടുത്താനാണ് പലപ്പോഴും സമയം കുറെയൊക്കെ കണ്ടെത്തുന്നത്. എല്ലാവരും ഒന്നല്ല, വലിയ ഭൂരിപക്ഷം. പക്ഷെ ഇതുപോലത്തെ അനുഭവങ്ങൾ ചേച്ചി പറയുമ്പോ എത്ര നല്ല രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ കിട്ടിയിട്ടുണ്ടാവും എന്ന് ആലോചിക്കാം. നല്ല ഇതായിരുന്നു. എന്ത് സന്തോഷമായിട്ടായിരുന്നറിയോ. എല്ലാരും ജോലി എല്ലാരും അപ്പോർഷൻ ചെയ്ത് ഒരാള് ഇതില്ലെങ്കിൽ നല്ല ടീമായിരുന്നു അവിടെ. അപ്പം ഹിന്ദുവിലെ 12 വർഷം മുഴുവനും മെട്രോ പ്ലസ് മാത്രം ചെയ്തു അല്ലേ? മെട്രോ പ്ലസ് പകല് മാത്രമായിരുന്നു. കുറച്ചുകൂടെ ഒരു ലേറ്റ് ബാക്ക് ആയിരുന്നു. സമയം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാത്തിനും കുറച്ചുകൂടെ ടൈം ഉണ്ടായിരുന്നു, ഇഷ്ടം പോലെ ടൈം ഉണ്ടായിരുന്നു. ടൈം നന്നായിട്ട് ഉപയോഗിച്ചു. അപ്പൊ ഈ 3.5 പതിറ്റാണ്ട് കാലത്ത് പ്രേമയുടെ ആദ്യം ഇന്ത്യൻ എക്സ്പ്രസിലെ ഫ്രൈഡേ ഫീച്ചേഴ്സ്, കൾച്ചറൽ കോളം, ഫിലിം റിവ്യൂ, മെട്രോ പ്ലസ്, ഇതൊന്നും ഇപ്പോൾ ഇല്ല. 2 പത്രത്തിലും ഈ ഫീച്ചേഴ്സ് ഒന്നും ഇല്ല. ഉണ്ടോ? ഏതെങ്കിലും പത്രത്തിലെ ഈ പേജുകൾ ഇപ്പം കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പൊ എന്ത് അത് കുറച്ച് ഇത്രയല്ല. അത് ഞാൻ ഏതായാലും ഞാൻ പോന്നു കഴിഞ്ഞാൽ ഇതെല്ലാം സംഭവിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ പത്രങ്ങളിലെ പ്രത്യേകിച്ച് നമ്മുടെ ഈ അനുഭവം ഇത്രയും സുദീർഘമായ ഒരു കാലഘട്ടത്തിൽ ഒട്ടേറെ വായനക്കാർ വായിച്ചു കൊണ്ടുവന്നിരുന്ന ഇത്തരം സ്പെഷ്യൽ പേജുകൾ ഉണ്ടായിരുന്ന പേജുകൾ എന്തുകൊണ്ട് നിന്നു പോയെന്ന് ഇപ്പൊ പത്രത്തിന് തന്നെ റെലവൻസ് ഇല്ലാതെ വരികയാണല്ലോ. അതുകൊണ്ട് തന്നെ അതാ കാരണം. അത് തന്നെയാണ്. ഞാൻ ഓർക്കെ പണ്ട് എത്ര മാഗസീൻസ് ആയിരുന്നു ഞങ്ങളുടെ ടീപ്പോയില്. ഇപ്പൊ ഒറ്റ മാഗസീൻ ഇല്ല. എനിക്ക് ചിന്തിക്കാൻ മേല. മാഗസീൻസ് അടുക്കി വെക്കുന്നത് തന്നെ ഒരു ജോലിയായിരുന്നു പണ്ട്. ഇപ്പൊ ഇല്ല, മാഗസീൻസേ ഇല്ല. പത്രമാണെങ്കിലും പോയി നോക്കിയിട്ട് എല്ലാം നമുക്ക് എല്ലാം അറിഞ്ഞതായിരിക്കും. തലേ ദിവസം അറിഞ്ഞത്, അല്ലെങ്കിൽ ഫോണിൽ അറിഞ്ഞത്, അല്ലെങ്കിൽ എല്ലാത്തിലും ഇപ്പൊ ഒരു ഈ മറ്റു മാധ്യമങ്ങൾ വന്നപ്പോഴത്തേക്ക് ഒരു ഇറലവന്റ് എന്ന് ഞാൻ പറയില്ല. ഇപ്പോഴും റെലവൻസ് ഉണ്ട്. ടു എ വെരി സ്മോൾ എക്സ്റ്റെന്റ് റെലവൻസ് ഉണ്ട്. അത്രേ ഉള്ളൂ. പക്ഷെ പണ്ടൊക്കെ ആയിരുന്നു. പിന്നെ പണ്ടത്തെ ആ സ്റ്റാറ്റസും പോയി. ഈ പത്രങ്ങൾക്ക് ഞങ്ങളൊക്കെ അതെ, പത്രങ്ങൾക്ക് റെലവൻസ് ഉണ്ട്, ഒരു പരിമിതമായ തോതിലുണ്ട് എന്ന് പറയുന്ന ഏത് ആസ്പെക്റ്റിലാണ്, ഏത് ഭാഗത്താണ് അച്ചടി മാധ്യമങ്ങൾക്ക് റെലവൻസ് ഉള്ളത്? ഇപ്പൊ നമ്മള് എടുത്ത് സൂക്ഷിച്ചു വെക്കാന്, ഇപ്പൊ എന്തെങ്കിലും ആരെങ്കിലും കാണിച്ചു കൊടുക്കാന്, പിന്നെ നമ്മൾ ആ കട്ടിങ് എടുത്തു വെച്ചാൽ ഇങ്ങനെ ആയിരുന്നു നമുക്ക് ഒരു എന്ന് അറിയാൻ, അതിനും ഇപ്പം ഇഷ്ടം പോലെ വ്ളോഗും മറ്റേതും ഇതും എല്ലാം ഉണ്ട്. പക്ഷെ അതൊക്കെ തപ്പിയെടുക്കാൻ താമസമായി. ഇതിന്റെ ഒരു കട്ടിങ് വെച്ചാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. ഡോക്യുമെന്റേഷൻ എന്നുള്ള ലെവലിൽ മാത്രമേ ഉള്ളൂ. ഡോക്യുമെന്റേഷൻ എന്നുള്ള ലെവലില് അതിപ്പം ഓൺലൈൻ ഡോക്യുമെന്റേഷനും ആകാമല്ലോ. നമ്മളിപ്പം ചെയ്യുന്നത് ടു ഗൂഗിൾ എന്ന് പറയുന്ന ഒരു വാക്ക് തന്നെ ഉണ്ടല്ലോ ഇംഗ്ലീഷിലെ. അപ്പൊ അതിനകത്ത് അതെ, പേപ്പറും ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് വായിക്കാം, എല്ലാം വായിക്കാം. അതെ. അപ്പൊ ഈ പേപ്പറില്ല. ഇപ്പൊ എന്റെ മോന് ബാംഗ്ലൂരെ മോൻ പറയുന്നത് കേട്ടോ, അവരുടെ ഒറ്റ വീട്ടിൽ മാത്രമേ ഉള്ളൂ പത്രം എന്ന് പറഞ്ഞു. ബാക്കി ആരുടെയും വീട്ടിൽ പത്രം ഇല്ല എന്ന് പറഞ്ഞു. ഓൺലൈൻ പത്രങ്ങൾ വായിക്കാറുണ്ടോ ചേച്ചി? ഓൺലൈൻ പത്രങ്ങൾ ഞാൻ അങ്ങനെ വായിക്കാറില്ല കേട്ടോ. ഇപ്പൊ ഒന്നാമത് എന്റെ കണ്ണ് വളരെ മോശമായ ഒരു അവസ്ഥയിലാണ്. ഇത് ഡ്രൈ ഐസ് ഒരുപാട് മൂർച്ഛിച്ച് ഇങ്ങനെ ഇരിക്കുക. അതിന് ട്രീറ്റ്മെന്റിലൊക്കെ ഇരിക്കുകയാണ്. അതുകൊണ്ട് കുറച്ചൊരു 5 മിനിറ്റ് വായിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ വല്ലാതെ ഇങ്ങനെ വരും. പത്രങ്ങളുടെ ഒരു റെലവൻസ് കുറഞ്ഞു, അല്ലെങ്കിൽ പ്രാധാന്യം കുറഞ്ഞു എന്ന് പറയുകയുണ്ടായി. അതിനോടൊപ്പം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഈ വളരെ ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു ജോലിയായിരുന്നല്ലോ ഒരു 30 വർഷം മുന്നേ ഒരു ജേർണലിസം അല്ലെങ്കിൽ ജേർണലിസ്റ്റ് എന്നൊക്കെ പറയുന്നത് വളരെ 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 ബഹുമാനത്തോടെ ആൾക്കാർ ഈ മാധ്യമത്തെ കണ്ടിരുന്നു, അതിൽ പ്രവർത്തിക്കുന്നവരെ കണ്ടിരുന്നു.
ഇപ്പോൾ ഞാൻ തൊട്ട് അടുത്ത് അറിയാവുന്ന ചില ഘട്ടങ്ങൾ ഉള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്. കാര്യം ലീഡിംഗ് ആയിട്ടുള്ള പത്രങ്ങളിൽ പോലും പ്രവർത്തിക്കാൻ ആളിനെ കിട്ടുന്നില്ല. പുതിയ തലമുറ വരുന്നതേ ഇല്ല. പൂർണ്ണമായി മുഖം തിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താനുള്ള കാരണം എന്താണ്? കാരണം കൂടുതൽ ആളുകൾ പത്രം വായിക്കുന്നില്ല, അത് തന്നെ. അത് മാത്രമാണോ? അത് പിന്നെ ലേറ്റ് ആണ്. നമുക്ക് ബാക്കിയുള്ള മാധ്യമങ്ങളൊക്കെ നേരത്തെ എല്ലാം കിട്ടും. പിന്നെ ഇതെന്തിനാ വായിക്കുന്നത്, ഹെഡ്ലൈൻസ് മാത്രം വായിക്കും അങ്ങനെ. പക്ഷെ എനിക്കിപ്പോഴും ഫുൾ ഡീറ്റെയിൽസ് കിട്ടി പത്രം വായിക്കുന്നത് ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് പറ്റുന്നില്ല, ഇപ്പോഴും അങ്ങനെ വായിക്കാൻ പറ്റുന്നില്ല. കണ്ണിന്റെ പ്രശ്നങ്ങൾ. അല്ല, അത് മാത്രമല്ല, അതിന്റെ ഒരു പുതിയ തലമുറയ്ക്ക് അതിന് പറ്റുന്ന ഒരു റെമ്യൂണറേഷൻ കിട്ടുന്നില്ല. അങ്ങനെയൊക്കെയുള്ള ഘടകങ്ങളും ഇതിനകത്തൊരു ഉണ്ടല്ലോ അല്ലെ? അതുകൊണ്ട് പിന്നെ പുതിയ തലമുറ പത്രം വായിക്കുന്നില്ല. അവര് ഫോണിൽ തന്നെ ഇതെല്ലാം, ഇപ്പൊ ഞാൻ തന്നെ ഫോണിലെല്ലാം അറിയുന്നുണ്ട്, എല്ലാം അറിയുന്നുണ്ട്, ഫോണിൽ തന്നെ അറിയുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ളത് ടിവിന്നും അറിയും. അതാണ് റെലവൻസ് ഒരുപാട് കുറഞ്ഞു. അപ്പൊ ഇനി ഒരു ഭാവി എന്തായിരിക്കും? ഫിസിക്കൽ ഫോമിലുള്ള നമ്മൾ രാവിലെ കണ്ണ് തുറക്കുമ്പോൾ വീടിന്റെ മുറ്റത്തൊരു പത്രം വായിക്കുന്ന അങ്ങനെ ഒരു സംഭവം ഉണ്ടാവോ? പിന്നെ എങ്ങനെയാ ബാക്കിയുള്ളവർക്ക് വേണോന്ന് പറയുന്നത്? എനിക്ക് പോലും ഇല്ല. അത് കുറച്ച് ടൈം എടുത്തു അത് ആക്സെപ്റ്റ് ചെയ്യാന്. പക്ഷെ അത് ഇല്ല. എന്നാലും നമ്മൾ ആ ഹാബിറ്റ് പത്രമുണ്ട്. എന്താണ് കൃത്യമായിട്ട് ഇതിൽ നിന്ന് കുറച്ച് നമ്മൾ പിൻവാങ്ങിയത്? ഈ കോവിഡിന് ശേഷമല്ലേ? അതുവരെ നമ്മൾ ഒരു ഹാബിച്വൽ റീഡിംഗിൽ ഉണ്ടായിരുന്നവരല്ലേ നമ്മളൊക്കെ? അതെ അതെ, ശരിയാ, വാസ്തവം. അത് കഴിഞ്ഞാണ് കൂടുതൽ ഇതിന്റെ ആവശ്യമേ ഇല്ല എന്നുള്ള ഒരു രീതിക്ക് വന്നത്. അത് കഴിഞ്ഞാണ്. അതിനു മുമ്പും വായിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. എന്നാലും ഒരുപാട് മീഡിയ കൂടുതലായല്ലോ. TV ഉണ്ട്, പിന്നെ ഈ അല്ലാത്ത മീഡിയ ഉണ്ട്, ഫോണിലെല്ലാം ഒരുപാട് മറ്റിതെല്ലാം കിട്ടുന്നുണ്ട്. അപ്പൊ അതെല്ലാം എന്നാലും ഇപ്പോഴെല്ലാം കിട്ടുന്ന ഏത് വിശ്വസിക്കും? നമ്മുടെ പത്രമാണ് ശരിക്കും നമുക്ക് ടിൽ ദി അതർ ഡേ. പക്ഷെ ഇപ്പൊ അതും പറ്റില്ല. ഇപ്പൊ അതും ഓരോ പേപ്പറിനും ഓരോ പോളിസി ഉണ്ട്, ഓരോ സ്ലാന്റ് ഉണ്ട്. അതുകൊണ്ട് അതും സങ്കടമാണ്. പക്ഷെ വിശ്വസിക്കാവുന്ന മാധ്യമം ഇപ്പോഴും പത്രമാണെന്നാണ് ഭൂരിപക്ഷം പേരും പറയുന്നത്. ആണ്. അത് ഞാനും യോജിക്കുന്നു. നേരത്തെ ഇതിനകത്ത് ഫോണിൽ കാണുന്നത് എല്ലാം ഒന്നും നമുക്ക് എല്ലാം ഒരു 75% ഒന്നും വിശ്വസിക്കാനാവാത്തതാണ്. 75%. പിന്നെ നമ്മൾ നോക്കി കണ്ടൊക്കെ വായിക്കണം. കാരണം ആരും അത് സത്യമാണെന്ന് ആരും അവകാശപ്പെടുന്നില്ല. ഓൺലൈനിലേക്ക് മാധ്യമങ്ങൾ കേന്ദ്രീകരിക്കുമോ? പതുക്കെ അച്ചടി മാധ്യമങ്ങൾ പതുക്കെ പിൻവാങ്ങുകയും ഓൺലൈൻ മാധ്യമങ്ങൾ നിലനിൽക്കുകയും ചെയ്യും എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇപ്പൊ ആയല്ലോ, കൊറേ ആയല്ലോ, ഓൺലൈന് എല്ലാം ആയല്ലോ. പക്ഷെ ഫ്രീ ആയിട്ട് ഇത് പതുക്കെ കുറഞ്ഞു വരികയാണ്. നമ്മൾ കാശ് കൊടുത്ത് തന്നെ വായിക്കേണ്ട അവസ്ഥ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പം പണ്ട് നമ്മൾ എഴുതിയ സ്റ്റോറീസും അതും ഇതൊക്കെ ഒരൊറ്റ എണ്ണം ഇപ്പൊ എനിക്ക് കാണാൻ പറ്റില്ല. അതെല്ലാം കാശ് കൊടുത്ത് മേടിച്ചെങ്കിലേ കാണാൻ പറ്റൂ ഞാൻ എഴുതിയത് തന്നെ. അതൊരു സങ്കടമാണ്. നമ്മൾ ഇതിനകത്തായ പിന്നെ നമ്മൾ കട്ടിങ്സ് ഒന്നും വെക്കാതായി, അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്ക് ഇപ്പൊ ഒന്നും അതിന്റെ എല്ലാം ജലരേഖയായി. അത് ഞാൻ ചോദിക്കാണ്ടിരിക്കുന്നത് 35 വർഷത്തിനിടയിലെ എത്ര ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ടോ? അങ്ങനെ കണക്ക് വല്ലതും ഉണ്ടോ? അത് പറയാൻ പറ്റില്ല. അതെങ്ങനെ പറയും നമ്മള്? കൗണ്ട്ലെസ് അല്ലേ? കൗണ്ട്ലെസ് ആണ്. കൗണ്ട്ലെസ് നല്ലതും അത്ര നല്ലതല്ലാത്തതും ചീത്തയും. അതിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാൻ നേരത്തെ ഈ പരമ്പരയിൽ വന്ന കെ പ്രദീപിനോടും ചോദിച്ചിരുന്നു. കെ പ്രദീപ് ആയിട്ട് ബന്ധപ്പെട്ട ഒത്തിരി വളരെ ലീഡിങ് ആൾക്കാരായിട്ടുള്ള ഇന്റർവ്യൂസ്, അങ്ങനെ റൈറ്റപ്സ് ഇഷ്ടംപോലെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ അതിനേക്കാളിലും എഴുതിയിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. ഇതൊരു പുസ്തകമാക്കേണ്ട മൂല്യമുള്ള ലേഖനങ്ങൾ
സമാഹരിച്ച് എന്തുകൊണ്ട് ഒരു പുസ്തകമാകുന്നതിനെ കുറിച്ച് ആലോചിച്ചുകൂടാ എന്നാണ് അങ്ങനെ ചോദിക്കാനുള്ളത്. ഒന്നും ചിന്തിച്ചിരുന്നില്ല. എന്റെ ചിന്ത ആ വഴി ഒന്നും പോയിട്ടില്ല. എനിക്ക് അതിന്റെ കട്ടിങ്സും ഒന്നും ഇല്ല. അപൂർവം ചില കട്ടിങ്സ് മാത്രമേ എന്റെ കയ്യിലുള്ളൂ. അതൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ആർക്കൈവൽ ഉണ്ടാവുമല്ലോ ഈ ലൈബ്രറികളിൽ, ഞാൻ അല്ലെങ്കിൽ ശ്രമിച്ചിട്ടില്ല. പത്രത്തിന്റെ ഇല്ല ഞാന്. കാരണം ഞാൻ റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് എക്സ്റ്റൻഷൻ എന്നോട് ആവശ്യപ്പെട്ടതാ, എക്സ്റ്റൻഷൻ വേണേ തരാമെന്ന് പറഞ്ഞതാണ്. ഞാൻ എക്സ്റ്റൻഷൻ വേണ്ടാന്ന് വെച്ചു. എനിക്കൊരു ടോട്ടലി ഡിഫറെന്റ് റിട്ടയർഡ് ലൈഫ് വേണം എന്ന് ഞാൻ തീരുമാനിക്കുകയായിരുന്നു. വെറുതെ ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഇരുന്നിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കുന്നു. എനിക്കുള്ളൊരു അഭ്യർത്ഥന, അതൊരു പുസ്തകമാക്കി വെക്കുകയാണ് എങ്കിൽ അതൊരു ഡോക്യുമെന്റേഷൻ, എക്കാലത്തും നിലനിൽക്കുന്ന ഡോക്യുമെന്റേഷൻ ആകുമല്ലോ. ഡോക്യുമെന്റേഷൻ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല, അന്നൊക്കെ എടുത്തു വെച്ചിട്ടില്ല. പ്രത്യേകിച്ച് ഇന്ത്യൻ എക്സ്പ്രസിലൊക്കെ ജോലി ചെയ്യുന്ന കാര്യത്തിൽ അത് എന്റെ വീട് കഴിഞ്ഞാൽ അടുത്ത വീട് ഇന്ത്യൻ എക്സ്പ്രസ് ആയതിന്റെ അങ്ങനെ ഒരു ചിന്തയായിരുന്നു. ആൾക്കാരും എല്ലാരോടും സ്നേഹിച്ചും കലഹിച്ചും അതൊരു വീടായിരുന്നു ഇന്ത്യൻ എക്സ്പ്രസ്. എന്റെ സ്വന്തം വീട് പോലായിരുന്നു. അത് അവസാനം അങ്ങ് മാറി, ആകെ മാറി. അവസാനം മാറിയപ്പോ ഞാനിങ്ങ് വിട്ടുപോരുകയും ചെയ്തു. പക്ഷെ ചേച്ചിയുടെ ഭാഷ അതിമനോഹരമായിട്ടുള്ളൊരു ഭാഷയാണ് കൈമുതലായിട്ടുള്ളത്. ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പൊ അത് വായനക്കാരെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു ഭാഷയുടെ ഒരു അത് വായിക്കണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പൊ ഈ ലേഖനങ്ങൾ സമാഹരിച്ച് വായനക്കാർക്ക് വേണ്ടിയിട്ടെങ്കിലും ഒരു പുസ്തകമാക്കാനുള്ള ഒരു ശ്രമം നടത്തിക്കൂടെ? ഇനിയും ആലോചിക്കാവുന്നതല്ലേ? അത് പലതും ഇറലവന്റ് ആണ്. പലതും ചിലതൊക്കെ റെലവന്റ് ഉണ്ട്, ചിലതൊക്കെ ഒരു രസം ഉള്ളതുണ്ട്, അങ്ങനെയുണ്ട്. അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. ഇപ്പം അങ്ങനെ അങ്ങ് ജീവിക്കുക. ഇങ്ങനെ ഓരോ റിപ്പോർട്ടും ഒരു ചരിത്ര രേഖയാണെന്നാണല്ലോ പറയുന്നത്. അല്ലത് ചെയ്യേണ്ടതാണ്. ആരെങ്കിലും ഏൽപ്പിച്ചിട്ടെങ്കിലും ചെയ്യണം. കയ്യിലുള്ളതൊക്കെ വളരെ കുറവാ. കയ്യിലുള്ളത് തീരെ ഇല്ല. പണ്ടത്തെ പഴയ കാലത്തെയൊക്കെ കുറെയൊക്കെ ഉണ്ട് കയ്യില്. പിന്നെ ഈ കമ്പ്യൂട്ടറൊക്കെ വന്നതിന് ശേഷം നമ്മുടെ വിചാരം ഇതെല്ലാം ഇതിനകത്ത് കിടക്കും എന്നുള്ളതാണ്. പക്ഷെ അത് കഴിഞ്ഞ ഹിന്ദുവിലാണേലും ഇതെല്ലാം ഇതിനകത്ത് കിടക്കും എന്നോർത്തു. പക്ഷെ അത് കിടക്കില്ല എന്ന് അടുത്ത കാലത്താ മനസ്സിലായത്. ഇപ്പൊ ഏതെങ്കിലും ഒരെണ്ണം എന്റെ തന്നെ ഞാൻ എഴുതിയത് ചോദിക്കുകയാണെങ്കിൽ 2000-3000 രൂപയൊക്കെ കൊടുക്കണം. അതെ. പാസ്പോർട്ട് സൈസ് പടങ്ങൾക്ക് പോലും വലിയ വിലയുണ്ട്. ഓൺലൈൻ പർച്ചേസ് താമസിയാതെ നമ്മുടെ നെറ്റിലൊന്നും തന്നെ കിട്ടാനില്ലാതെ വരും കാശ് കൊടുക്കാതെ. ഇനി ഫ്യൂച്ചർ അങ്ങനെയാണ് ആകാൻ പോകുന്നത്. ഇപ്പൊ തന്നെ പലതും അതെ. ഹിന്ദുവിലെ പലതും നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് പേരാ കാണും. അത് കഴിഞ്ഞ് അവര് കാശ് ചോദിക്കുന്നുണ്ട്. കോപ്പി എടുക്കാൻ പറ്റില്ല. അതിൽ നിന്നൊന്നും നമുക്ക് കോപ്പി എടുക്കാനും പറ്റില്ല. കോപ്പി പേസ്റ്റ് ചെയ്യാനൊന്നും സമ്മതിക്കുന്നില്ല. ഒന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാം മുന്നേറി, അവരും മുന്നേറി. ചേച്ചി ഈ ഒരു ചോദ്യം ചോദിക്കാതിരിക്കാൻ വയ്യ. അതായത് സിനിമ റിവ്യൂസ് ധാരാളം എഴുതിയിട്ടുണ്ടല്ലോ. രാവിലെ സിനിമ കണ്ട് വൈകുന്നേരം റിവ്യൂ എഴുതി കൊടുക്കുന്നു. അപ്പൊ ഇത് 2 ചോദ്യങ്ങളാണ്. ഒന്ന്, ഈ സിനിമക്കാരുമായിട്ടുള്ള സഹവർത്തിത്വം ഉണ്ടായിരുന്നല്ലോ, സഹപാഠികളായിരുന്നു 2 പ്രമുഖരായിട്ടുള്ള മലയാള സിനിമാ പ്രവർത്തകര്. അത് വേണു നാഗവള്ളിയും ബാലേന്ദ്ര മേനോനും സംവിധാനം, സ്ക്രീൻ പ്ലേ എല്ലാം ചെയ്തിരുന്നവരാണ്. അഭിനേതാക്കളായിരുന്നു 2 പേരും. അപ്പൊ അത് ഒരു സ്വാധീനം ഉണ്ടായിട്ടുണ്ടോ? രണ്ടാമത്തെ ചോദ്യം, ഇല്ല, സ്വാധീനം ഉണ്ടായിട്ടില്ല. രണ്ടാമത്തെ ചോദ്യം, റിവ്യൂ കൂടുതൽ പറയാം. സ്വാധീനം ഒട്ടും തന്നെ ഇല്ല. ഞാൻ സത്യസന്ധമായിട്ട്, പിന്നെ അന്നൊക്കെ ഉപയോഗിക്കുന്ന ഭാഷ കുറച്ച് ഹാർഷ് ആയിരുന്നു എന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നുണ്ട്. അങ്ങനെ അങ്ങ് പറയണ്ടായിരുന്നു. കുറച്ചൊരു മയത്തി പറഞ്ഞാൽ മതിയായിരുന്നു. ഇപ്പൊ എനിക്ക് തോന്നാറുണ്ട്. പക്ഷെ അന്ന് ആ ചെറുപ്പത്തിലായുള്ള വാദ്യം വരുന്ന വേർഡ് അങ്ങ് യൂസ് ചെയ്യും. അത് ചിലപ്പോ അത് ഇച്ചിരി ഹാർഷ് ആയിരിക്കും. കളിയാക്കാനും അങ്ങനെ കളിയാക്കിയിട്ടൊക്കെ ഉണ്ട്. ചിലപ്പോ അത് അവരെ വേദനിപ്പിക്കുമെന്ന് ഞാൻ ഓർത്തിട്ടില്ല. അതിന് എനിക്ക് കുറച്ചൊരു ഐ ഫീൽ സോറി അബൌട്ട് ദാറ്റ്. സത്യമാണെങ്കിൽ നമുക്ക് പല രീതികളിൽ പറയാമല്ലോ. സത്യം അതൊരു ബ്ലണ്ട് ആയിട്ടായിരുന്നു പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ അത് ബ്ലണ്ട് അല്ലാതെ പറയാൻ പഠിച്ചു. പക്ഷെ പറയേണ്ടത് എപ്പോഴും പറഞ്ഞിരുന്നു, ഇപ്പോഴും പറയും. ആ പറഞ്ഞതുകൊണ്ട് ഏതെങ്കിലും സിനിമ ഓടാതെ പോയിട്ടുണ്ടോ?
എനിക്കറിയില്ല, അവരെന്നോട് പറയും. ഇല്ല. പിന്നെ ഇതൊരു ഇംഗ്ലീഷ് ഇതല്ലേ, അധികം അധികം പേരൊന്നും വലിയ സ്വാധീനമൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് അതെ. കുഴപ്പമില്ല. രണ്ടാമത്തെ ചോദ്യം ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അടുത്ത കാലത്ത് കേരള ഹൈക്കോടതി റിവ്യൂ ബോംബിങ്ങിനെ പറ്റിയിട്ട് ശക്തമായിട്ടുള്ള ചില അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി. അപ്പൊ ആ ഇതിനെ സംബന്ധിച്ചിപ്പോ ഇത്രയും കാലം റിപ്പോർട്ട് ചെയ്ത ഒരാളെന്നുള്ള രീതിയിൽ അതിനെ സംബന്ധിച്ച് ആ എന്താണ് ചേച്ചിക്ക് പറയാനുള്ളത്? പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ആ, റിവ്യൂ മോശമായ റിവ്യൂസ് ഇങ്ങനെ എഴുതി ആ, ഇങ്ങനെ ഒരു പടത്തിനെ പണം ഉണ്ടാക്കുന്നു. കൊല്ലുന്നു. അതെ അതെ. ആ കൊല്ലുന്നു, പണം ഉണ്ടാക്കുന്നു, അയ്യോ, പല അത് രീതിയിലും അതിനെ ഭയങ്കര ഉപയോഗിക്കുന്നു. തെറ്റല്ലേ, തെറ്റല്ലേ. നമ്മൾ അതിൽ ഒരു സിനിമയല്ല, എന്തെങ്കിലും ഒരു നല്ല ഒരു ഇത് കാണും, മോശവും ഉം, കാണും. അത് നല്ലതും പറയണം, മോശവും പറയണം, ഉം, രണ്ടും ഉം. പറയണം. അതെ. നല്ലതും ഉം, പറയണം. ഉം. പിന്നെ അത്ര വളരെ മോശമാണെങ്കിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നത് റിവ്യൂ കൊടുക്കാതിരിക്കാം, ആ, അല്ലേ? അതെ. വളരെ മോശമാണെങ്കിൽ റിവ്യൂ കൊടുക്കാതിരിക്കാം, പലരും ഉം, ചോദിക്കുകയാണെങ്കിൽ പറയാം ഉം. എന്നിപ്പൊ അതെ. എനിക്ക് തോന്നാറുണ്ട് അങ്ങനെ ചെയ്യാവുന്ന. ഉം. പക്ഷെ ഇപ്പോ ഞാൻ ഈ പ്രൊമോഷൻ ഉം. സിനിമ പ്രൊമോഷന്റെ ഭാഗമായിട്ട് എല്ലാ ചാനലുകളും മാധ്യമങ്ങളും എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വലിയ ആ, പ്രൊമോഷനാണ് നടത്തുന്നത്. പലപ്പോഴും നമുക്ക് അതെ. ശരിയേതാ തെറ്റേതാണെന്ന് മനസ്സിലാക്കാൻ ആ പറ്റാത്തൊരു അറിയില്ല അവസ്ഥയുണ്ട്. അറിയില്ല ആ, ആ പ്രൊമോഷനിൽ അവര് തന്നെ പറയുന്നത് ഞാൻ ഭയങ്കരമാണ്, ഞാൻ അത് ആ, ഇങ്ങനാണ് എന്ന് വേറെ ആരെ കൊണ്ടെങ്കിലും പറയിപ്പിക്കും. അതൊന്നും ആ, വിശ്വസിക്കാതെ പടം ആ, ഇറങ്ങിക്കഴിഞ്ഞ് അതെ. 2 ആ, ദിവസം കഴിഞ്ഞ് കാണുക അതെ. ചെയ്യുന്നത്. ഈ പറയുന്നതൊന്നും ശരിയല്ല എന്ന് ചിലത് മനസ്സിലാവും. ആ, ആ. ഈ ഫിലിം റിവ്യൂ ഫെസ്റ്റിവലുകളൊക്കെ അല്ല, ഫിലിം ഫെസ്റ്റിവലുകളുടെയൊക്കെ പണ്ടത്തെ റിപ്പോർട്ടുകൾ വായിച്ചിട്ട് നമ്മള് അന്യഭാഷാ ചിത്രങ്ങളും പിന്നെ മറ്റ് വിദേശ ചിത്രങ്ങളും ഒക്കെ മനസ്സിലാക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതുപോലെ ആ തന്നെ ആ പത്രങ്ങളിലും പിന്നെ ആനുകാലികങ്ങളിലും വരുന്ന റിവ്യൂസ് വായിച്ചിട്ട് ആ മാത്രം സിനിമയ്ക്ക് പോകുന്ന ഒരു രീതി ഉണ്ടായിരുന്നു പണ്ടൊക്കെ. ഇപ്പൊ അങ്ങനെ നമുക്ക് ഉണ്ടായിരുന്നു. അതിനെ ആശ്രയിക്കാൻ പറ്റുന്നില്ല. അതാണ് ആ അതിൽ ആ വന്നിട്ടുള്ള വലിയ വ്യത്യാസം തോന്നുന്നു. ആ ഇപ്പോ ഞാന് ഇതില് ആ, ഇതില് ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇതില് എഴുതാറുണ്ട് ഓരോ സിനിമ. ആ, ഇപ്പോഴും ആ, കണ്ടു ആ, കഴിയുമ്പോ എനിക്ക് അഭിപ്രായം എഴുതാതെ ഉറക്കം വരികയില്ല. ആ ആ. ഒരു അത് ഒരു ചിലപ്പോ ശീലം കമന്റ്സ് ഇപ്പോഴും ഒക്കെ ഉണ്ട്. ആയിട്ട് അത് എന്റെ മനസ്സിലുള്ളത് ഒന്ന് എഴുതാതെ രേഖപ്പെടുത്തണം. എനിക്ക് പറ്റുകയില്ല. അപ്പൊ ഉം, ഇങ്ങനെ ഇതിനകത്ത് എഴുതും. ആ, ആ, ഫേസ്ബുക്കിൽ എഴുതും ഇങ്ങനെ. എഴുതും. എഴുതിയിട്ട് പിന്നെ ഞാൻ അത് അങ്ങ് മറക്കും. അത് നല്ലതും ആ, നല്ലതും ചീത്തയും സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യുന്ന സ്ട്രോങ് ആയിട്ട് എഴുതും, അല്ലാത്തത് നല്ലതുണ്ടെങ്കിൽ അത് നല്ലതാണെന്നൊക്കെ പറഞ്ഞ് എഴുതും. അപ്പൊ എവിടെങ്കിലും ഒക്കെ പോകുമ്പോ ഞാൻ മനസ്സിലാക്കുന്ന ഒരുപാട് പേര് അത് ഇപ്പോഴും വായിക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലായി. വായിക്കുന്നുണ്ട്. ഇതിന്റെ നാട്ടിൽ പോയപ്പം ഒരുപാട് പേരത് വായിക്കുന്നുണ്ടെന്ന് ഉം, മനസ്സിലായി. ആ. അപ്പൊ ഞാനും നമ്മൾ വായിക്കാറുണ്ട്. ഓക്കെ. സത്യസന്ധമായിട്ട് എഴുതിയാല് അത് വായിക്കപ്പെടും, ആളുകൾ നമ്മളെ വിശ്വസിക്കും എന്നുള്ളത് മനസ്സിലായി. ഈ നമ്മള് ഒത്തിരി കാര്യങ്ങൾ ചർച്ച ചെയ്തു അല്ലെ, ഒരു 1.5 മണിക്കൂർ അല്ല അല്ലേ? സുദീർഘമായ സമയം പോയത് അറിഞ്ഞില്ല. അഭിമുഖം. അതെ അതെ അതെ, അത്രേ ഉള്ളൂ. ഞാനത് ഇതിന്റെ ഒറിജിനൽ പരമ്പരയിൽ പങ്കെടുക്കാൻ എത്രയോ പ്രാവശ്യം വിളിച്ചിട്ട് പ്രേമ ഒഴിഞ്ഞു മാറി. അതുകൊണ്ടാണ് സ്പെഷ്യൽ ഇൻവൈറ്റേഴ്സ് ആയിട്ട് ഒന്നും ചെയ്തൊരു ശീലമില്ല, ഒരു ഓഡിയൻസ് ഒന്നും ഫോർമാലിറ്റി. ഇല്ലാതെ നമ്മൾ മിക്കവാറും ഇതിലേക്ക് ക്ഷണിച്ചത്. എങ്കിലും നമുക്ക് 2-3 പേരുണ്ട് ഇവിടെ. ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിക്കാം, അത് വ്യക്തിപരമായ ചോദ്യമാണ്. ഈ ചങ്ങനാശ്ശേരിക്കാരിയെ പ്രേമ എങ്ങനെ നൂറാടുകാരനായ മന്മഥന്റെ കൂടെ പോയി പ്രേമ മന്മഥനായി? അത് 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 പ്രദീപിന് അറിയാം. അല്ല, എനിക്കറിയാം, അത് കേൾക്കുന്നവർക്ക് അറിയണമല്ലോ. അത് അത് ഞാൻ ഇവിടെ ഇവിടെ ജോലിയിൽ ഇന്ത്യൻ എക്സ്പ്രസ് ജോയിൻ ചെയ്തപ്പോഴ് മന്മഥൻ മാതൃഭൂമിയിലുണ്ടായിരുന്നു. മാതൃഭൂമിയിലുണ്ടായിരുന്നു. കുറച്ച് നാള് ഞാൻ ബ്യൂറോയിലായിരുന്നു. അത് ഏബ്രഹാം ആയിരുന്നു അന്ന് ബ്യൂറോയിൽ. ഏബ്രഹാം ലീവ് എടുത്ത് പോയപ്പോഴ്, ഏബ്രഹാം ആയിരുന്നു, അതെ, ലീവ് എടുത്ത് പോയപ്പോഴ് ഞാന് ബ്യൂറോയില് കുറച്ച് നാള് ജോലി ചെയ്തു. ഇപ്പോഴത്തെ ബ്യൂറോ ചീഫ് രാജേഷിന്റെ അച്ഛൻ അല്ലേ? അത് തന്നെ, രാജേഷിന്റെ അച്ഛൻ കേട്ടോ. അപ്പൊ അന്ന് ഒരു കാര്യം പറയാൻ വന്നത്, ജോൺ തോമസ് അന്നുണ്ടായിരുന്നു.
ജോൺ തോമസ് ഉണ്ടായിരുന്നു. ജോൺ തോമസ് ലീവ് എടുക്കുവോ അങ്ങനെ എന്തോ ചെയ്തു. അപ്പൊ ജോൺ തോമസ് എന്നെ കൊണ്ട് പരിചയപ്പെടുത്തി, ഒരുപാട് ഹെൽപ്പ് അന്ന് ചെയ്തു. ആ സമയത്താണ് ഞാൻ മീറ്റ് ചെയ്യുന്നത്, മന്മഥനെ മീറ്റ് ചെയ്യുന്നത്. അല്ല, അദ്ദേഹം ഒന്ന് ഡെസ്കിലല്ലായിരുന്നോ? അല്ല, ബ്യൂറോയിലായിരുന്നു. അങ്ങനെയാണ് കൂടെ പോകുന്നതല്ലേ? അങ്ങനെ കല്യാണം കഴിഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു മാധ്യമ കുടുംബം ആണ്. അദ്ദേഹം മാതൃഭൂമിയുടെ അസിസ്റ്റന്റ് അല്ലേ? മാതൃഭൂമിയുടെ അസിസ്റ്റന്റ് എഡിറ്ററായിട്ട് വിരമിച്ചു അല്ലേ? ഹലോ, മന്മഥനോ? ആയിരിക്കും. ഇപ്പൊ ഞാനേ മറന്നുപോയി ഞാൻ എന്തായിരുന്നെന്ന്. നാളായില്ലേ ഞാൻ എന്തായിരുന്നു, മന്മഥൻ എന്തായിരുന്നെന്ന് ഞാനേ മറന്നുപോയി. അപ്പൊ ഒരു മാധ്യമ കുടുംബം. ശരി ചേച്ചി, ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഈ അന്ന് കാലത്ത് ഈ പ്രാദേശിക ലേഖകന്മാര് തരുന്ന വാർത്തകള് കൊടുക്കുമ്പോ ഏതെങ്കിലും തരത്തില്, അപ്പൊ അത്തരം വാർത്തകൾ ഇപ്പൊ ഡെസ്കിലൊക്കെ ഒരുപാട് കാലം പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ, അത്തരം വാർത്തകൾ നമ്മളെ വഴിതെറ്റിച്ചിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ? ഞാൻ ഹേമയുടെ ഹേമ ചോദിച്ചതിന് ഒരു അനുബന്ധമായ ഒരു അനുഭവം കൂടെ പറയാം. കാര്യം ഈ ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഡെസ്കിൽ ഉള്ള പ്രധാനപ്പെട്ട ജോലി റീറൈറ്റിംഗ് ആണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ 2 or 3 കോപ്പി മാത്രമാണ് എഴുതേണ്ടി വരിക. അതെ. പ്രേമയ്ക്ക് അത് കൂടുതൽ പറയാൻ പറ്റും. റീറൈറ്റിംഗ്. അതെ. നമ്മൾ കുറച്ച് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ മൊത്തം വായിച്ചിട്ട് ഇതാണ് സംഭവം എന്ന് മനസ്സിൽ പറഞ്ഞങ്ങ് പെട്ടെന്ന് തന്നെ അങ്ങ് എഴുതിയാലേ ഏറ്റവും എളുപ്പം. അതെ. അല്ല, അന്ന് ഈ പിന്നെ എല്ലാ ജില്ലകളിൽ പോലും ലേഖകന്മാരില്ല ആദ്യ കാലങ്ങളിൽ. ഞാനൊക്കെ ജോയിൻ ചെയ്യുന്നത് 88-ലാണ്. പ്രേമയൊക്കെ അതിന് മുമ്പാണ്. അപ്പം ഏജന്റുമാരൊക്കെ അയക്കും, വാർത്തകൾ അയക്കും. അതെ. ആ വാർത്തകളൊക്കെ ഡെസ്കിൽ മൊത്തം റിപ്പോർട്ടാക്കി എഴുതണം. എനിക്ക് അങ്ങനെ ഒരുപാട് ചെയ്യേണ്ടി വന്നിട്ടില്ല. കാരണം ഞാൻ ചെയ്തത് മുഴുവനേ ഫീച്ചർ പേജസ് ആയിരുന്നല്ലോ കൂടുതൽ. അപ്പൊ ഫീച്ചർ പേജസിൽ നമ്മൾ അസൈൻ ചെയ്യുന്ന ആരെങ്കിലും ആയിരിക്കും അത് എഴുതുന്നത്. ഇങ്ങനെ വരുന്നത് ഒരുപാടുണ്ട്. എന്നാലും വരുന്നത് നമ്മൾ മൊത്തം ഒന്ന് വായിച്ചിട്ട് കുറേശ്ശെ പാർട്ട് ബൈ പാർട്ട് എടുത്ത് അത് റീറൈറ്റ് ചെയ്യും. പിന്നെ കഴിയുന്നതും റീറൈറ്റ് ചെയ്യുമ്പോൾ അവരുടെ ആ ഒരു ഐഡന്റിറ്റി കളയാതിരിക്കാൻ നമ്മൾ നോക്കും. അതാണ് അതിന്റെ ചെയ്യേണ്ടത്. അവരുടെ ഐഡന്റിറ്റി കംപ്ലീറ്റ് കളയാതെ നമ്മുടെ ഭാഷയിൽ അത് റീറൈറ്റ് ചെയ്യുന്നത് തെറ്റാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവരുടെ ഒരു ഐഡന്റിറ്റി വേണം, എന്നാല് അത് കറക്റ്റ് ഭാഷയും കൂടെ ആവണം. അങ്ങനെയാ ചെയ്തോണ്ടിരുന്നത്. റീറൈറ്റിംഗിന്റെ പ്രിൻസിപ്പിൾ അതാണ് അതിന്റെ ചെയ്യേണ്ട രീതി. അങ്ങനെ ഹേമ, ഈ മാതൃഭൂമിയിലും കേരളഭൂമിയിലും ഒക്കെ ജോലി ചെയ്യുന്ന സമയത്ത് ഈ ശബ്ദധാരാവലിയാണുള്ള ഭാഷയെക്കുറിച്ചുള്ള മലയാളത്തിലെ ആധികാരിക ഗ്രന്ഥം, ഒരു പുസ്തകം ഉണ്ടെന്നല്ലാതെ നമ്മൾ കൈകൊണ്ട് തൊട്ടു നോക്കേണ്ട അവസരം ഉണ്ടായിട്ടില്ല. അപ്പൊ ഇന്ത്യൻ എക്സ്പ്രസിൽ വരുമ്പം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഡിക്ഷണറിയുമായുള്ള മല്ലയുദ്ധമാണ് മുഖ്യ ജോലികളിലൊന്ന്. അതെ, ആ ഡിക്ഷണറിയുടെ ഒക്കെ പേര് കാണണം. അയ്യോ, കറുത്ത് അങ്ങോട്ട് മുന്നോട്ട് മാറി എല്ലാം പോയി ഡിക്ഷണറി ആയിരിക്കും. അതായത് ഒരു ഡിക്ഷണറി വെച്ചിങ്ങനെ അവിടെ അല്ലെ, എനിക്ക് വളരെ രസകരമായി തോന്നിയിട്ടുള്ളത് ഈ എക്സ്പ്രസ് അക്കാലത്ത് ഈ കുറ്റവാളികൾ നോൺ ക്രിമിനൽസ്, പിന്നെ നോൺ റൈറ്റേഴ്സ്, അവിടെ ഒന്നും മുന്നിൽ മിസ്റ്റർ മിസ്സസ് ഒന്നും ചേർക്കില്ല. അതെ നമ്മുടെ സ്റ്റൈൽ അതായിരുന്നു. അതെ. പിന്നെ പ്രേമ പിന്നീട് TJS ജോർജ് ഒരു സ്റ്റൈൽ ബുക്ക് ഉണ്ടാക്കി അല്ലേ? പ്രേമയ്ക്ക് അതിനെ കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ പറ്റും. ഞാൻ മറന്നുപോയി അത്. സ്റ്റൈൽ ബുക്ക് ഉണ്ടാക്കി. സ്റ്റൈൽ ബുക്ക് ഉണ്ടാക്കിയത് വലിയ വ്യത്യാസമൊന്നും ഇല്ലായിരുന്നെന്ന് തോന്നുന്നു ആ സ്റ്റൈൽ ബുക്കിന്. അല്ല, ഡെസ്കിൽ വലിയ പ്രശ്നമാണ്. പ്രത്യേകിച്ച് ഈ പിന്നെ മിസ്സസ് MRS, പിന്നെ ആണോ മിസ്സാണോ എന്ന് നമ്മളിപ്പോ മാരിറ്റൽ സ്റ്റാറ്റസ് അന്വേഷിക്കേണ്ടി വരുന്നു. അങ്ങനെ ഭയങ്കര ഇഷ്യൂ ആയിരുന്നു. അവസാനം അത് MS ആക്കി. പിന്നെ MS ആക്കി. വന്നു കഴിഞ്ഞ ആകെപ്പാടെ ഒരു ഇതായിരുന്നു, ഒരു തലകീഴാക്കി, ഡെസ്ക് മുഴുവൻ തലകീഴാക്കി.
വലിയ പ്രശ്നമായിരുന്നു. കാര്യം അന്ന് ഇത് മാരിറ്റൽ സ്റ്റാറ്റസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അന്ന് ഗ്രാമാറ്റിക്കലി അത് ശരിയല്ലെങ്കിൽ പോലും. അപ്പൊ നമ്മൾ ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ ഒരാള് കല്യാണം കഴിക്കാത്ത ഒരാൾ മിസ്സസ് എന്ന് വെച്ച് ചേർത്ത് കഴിഞ്ഞാലേ അവസാനം അത് ഒഴിവാക്കാൻ വേണ്ടി MS ആക്കി, ഏതാ മിസ്സസ് ഓർ മിസ് ആക്കിയത്. ഓരോ കാലഘട്ടത്തിൽ ഓരോ ചേഞ്ച്. ഈ ടീച്ചേഴ്സ് കുറച്ചു കാലം മുമ്പ് ഒരിക്കൽ സംസാരിച്ചപ്പോ പറഞ്ഞു, ഞാൻ ഇപ്പോഴും പത്രം വായിക്കുമ്പോ എന്റെ കയ്യിൽ ഒരു പെൻസിൽ ഉണ്ടാവും, എനിക്ക് പലതും ഞാൻ വായിക്കുമ്പോ അപ്പൊ തന്നെ വലിയ രോഷം വരും, അതുകൊണ്ട് ഞാൻ അടിക്കുറിപ്പ് അണ്ടർലൈൻ ചെയ്തിട്ട് പോകുന്നു തെറ്റുകളെല്ലാം, അതവര് ശീലമായി മാറി എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. രണ്ടായാലും ഇംഗ്ലീഷ് പത്രങ്ങളിൽ അങ്ങനെ ഒരു ശാഠ്യം ഇപ്പോഴും ഉണ്ട്. അതിന്റെ ഒരു മെച്ചവും കാണുന്നുണ്ട്. മലയാള പത്രങ്ങളിൽ ഇല്ല എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമായ കാര്യമാണ്. അങ്ങനെ ഒരു ഈ ശൈലി കാര്യമായി പിന്തുടരുന്നില്ല. ഗ്രാമറിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഇംഗ്ലീഷ് പത്രങ്ങളിൽ അത് കൃത്യമായിട്ട്, ഇപ്പം ഇന്ത്യൻ എക്സ്പ്രസ് ആയാലും ഹിന്ദു ആയാലും മിക്കവാറും പത്രങ്ങളിൽ അത് കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട്. നേരത്തെ ചോദിച്ച ചോദ്യം, ഈ പ്രാദേശിക ലേഖകന്മാര് തരുന്ന വാർത്തകൾ നമ്മളെ വഴിതെറ്റിച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യം ഞാൻ ചോദിച്ചു. അതിന് മറുപടി കിട്ടിയില്ല. അത് ചോദിക്കാൻ ഒരു കാരണം, ഞാനൊരു ഇതുപോലെ ഒരു സംഗതി കേട്ടിട്ടുണ്ട്. അതായത് ഒരു വാർത്ത പ്രാദേശിക തലത്തിൽ നിന്ന്, ഇടുക്കിയിൽ നിന്നും മറ്റു വന്ന ഒരു വാർത്ത ഒരാളുടെ ജോലി തെറിപ്പിച്ചതിനെ പറ്റിയിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ചോദിച്ചത്. കല്യാണം കഴിഞ്ഞ ദമ്പതികളിലെ വധുവിന്റെ തലയിൽ വെച്ചിരുന്ന ക്രിസ്ത്യൻ വധുവാണ്. അപ്പൊ തലയിൽ ബണ്ണൊക്കെ വെച്ച് കെട്ടുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ആ ബണ്ണിൽ നിന്ന് ഒരു പാമ്പ് കടിച്ച് നവവരൻ മരണപ്പെട്ടു എന്ന് പറയുന്ന ഒരു വാർത്ത ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് അതെ, എക്സ്പ്രസിന്റെ തന്നെയാണെന്നാണ് എന്റെ ഒരു ഓർമ്മ. ആ വാർത്ത പിന്നെ വെരിഫിക്കേഷൻ ഇല്ലാതെ കൊടുത്തതിന് ശേഷം അത് തെറ്റാണെന്ന് പിന്നീട് അറിയുകയും അത് എഡിറ്റർ രാജിവെക്കേണ്ടി വരികയും ചെയ്തു എന്ന് കേട്ടിട്ടുണ്ട്. ഇത് എത്രമാത്രം ശരിയാണെന്ന് എനിക്ക് അറിയില്ല. അതാണ് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് കൃത്യമായി ഓർമ്മ വരുന്നില്ല. അത് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ കഥ കേട്ടിട്ടുണ്ട്. കൃത്യമായിട്ട് എനിക്ക് ഒന്നും അതിനെപ്പറ്റി പറയാൻ നിവൃത്തിയില്ല, ഓർമ്മയില്ല. അത് ഇങ്ങനെ ഒരു വിദൂരമായ ഓർമ്മയുടെ കേരളത്തിലായിരുന്നു അതോ വേറെ എവിടെങ്കിലും? അതെ, ഞാൻ പറയാം, ഏതോ ഇവിടെ ഇടുക്കി പോലെ ഏതോ ഒരു സ്ഥലത്തായിരുന്നെന്നായിരുന്നു ഓർമ്മ. അല്ലേ? കറക്റ്റ് അല്ലേ? ഇടുക്കിയിൽ നിന്ന് അയച്ച ലേഖനം വേറെ തിരിച്ചൊന്നും വരുത്താതെ കൊടുത്തു അതേപടി. പക്ഷെ അത് യഥാർത്ഥത്തില് ശരിയായ വാർത്തയായിരുന്നില്ല. അന്ന് വാർത്തകൾക്ക് ക്ഷാമം വന്നപ്പോ അദ്ദേഹം സ്വന്തം ആയിട്ടൊരു സ്റ്റോറി കൊടുത്തതാണ്. ഒരു ഓർമ്മയുണ്ട്, ഇടുക്കിന്നായിരുന്നു എനിക്ക് ചെറിയ ഓർമ്മയുണ്ട്. അത് കൂടുതലൊന്നും ഓർക്കുന്നില്ല. ഒരുപാട് കാലം മുമ്പ് അത് എനിക്ക് തോന്നുന്നു നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ ഉണ്ടായിരുന്ന സമയത്താന്ന് തോന്നുന്നു. ആ സമയത്താണെന്ന് തോന്നുന്നു, ഒത്തിരി പണ്ടായത്. അപ്പോൾ മിക്കവാറും കാര്യങ്ങളൊക്കെ നമ്മൾ സുദീർഘമായ ഈ സംഭാഷണത്തിൽ ചർച്ച ചെയ്തു. വളരെ സന്തോഷം. നമ്മളിതൊരു ഓപ്പണായിട്ട് സാധാരണ നടത്തുന്ന പരിപാടിയിലേതുപോലെ പബ്ലിസിറ്റി കൊടുത്ത് നടത്തുകയല്ലെങ്കിൽ പോലും കുറെ പേര് ഇത് കേൾക്കാൻ വന്നിട്ടുണ്ട്. ആഷിഖ് പുതിയെ, അദ്ദേഹം ഗൾഫിലാണ്. PJ വർഗീസ്, രണ്ടുപേരും ഇപ്പോഴും ഉണ്ട്. അപ്പൊ അവർക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് പോകാം. നമ്മളൊരു ബയോഗ്രഫിക്കൽ ഇന്റർവ്യൂ ആയതുകൊണ്ടാണ് നേരത്തെ വന്ന അദ്ദേഹത്തോട് കുറച്ചു കാലം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു, കുറച്ച് സമയം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത്. കാര്യം ഡിബേറ്റ് പോകാതിരിക്കാൻ വേണ്ടി. ഇപ്പൊ നമ്മളെല്ലാം ചർച്ച ചെയ്ത് കഴിഞ്ഞ സ്ഥിതിക്ക് ഇവര് മുഴുവൻ കേട്ട സ്ഥിതിക്കും ഇവർക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. അതെ, ശ്രീ ആഷിഖ്, ഞാൻ ഇൻവിറ്റേഷൻ അയച്ചിട്ടുണ്ട്. ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ മുകളിലേക്ക് വരാമായിരുന്നു. ശ്രീ PJ വർഗീസിനെയും വിളിക്കാവുന്നതാണ്. അതെ, അദ്ദേഹത്തിനെയും വിളിച്ചിട്ടുണ്ട്, ഇൻവിറ്റേഷൻ അയച്ചിട്ടുണ്ട് രണ്ടുപേർക്കും. PJ വർഗീസ് ഇന്ത്യൻ ട്രൂത്ത് ന്യൂസ്, അപ്പൊ ലോകമെമ്പാടുമുള്ള പത്രങ്ങളിലെ വാർത്തകൾ വായിച്ചവതരിപ്പിക്കുന്ന ക്ലബ് ഹൗസ് പരിപാടി ഉണ്ട് എല്ലാ ദിവസവും രാവിലെ. അതേക്കുറിച്ച് സംസാരിക്കണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആഷിഖിന്റെ ഇൻവിറ്റേഷൻ ഇവിടെ സ്വീകരിച്ചിട്ടുണ്ട്. ആഷിഖിന് സംസാരിക്കാൻ പറ്റുമോ നോക്കാം. അദ്ദേഹം എല്ലാ ചർച്ചകളിലും പങ്കെടുക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്, സജീവമായി പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ്. ഇൻവിറ്റേഷൻ അയച്ചിട്ടുണ്ട്, ആക്സെപ്റ്റ് ചെയ്യാൻ എന്തോ ഒരു തടസ്സം.
അപ്പം പ്രേമ, ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചകളിൽ നേരത്തെ ഈ പരമ്പരയിൽ പങ്കെടുക്കാൻ സാധിക്കാതെ പോയ സീനിയർ ആയിട്ടുള്ള പത്രപ്രവർത്തകരൊക്കെ നമ്മൾ ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തോമസ് ജേക്കബ് സാറിനെ ഇതേപോലെ തന്നെ ഇന്റർവ്യൂ ചെയ്തു. മാടവന ബാലകൃഷ്ണപിള്ള, ജോസ് പനച്ചിപ്പുറം, കേരളമുതിലെ ഹലോ ഹേമ, കേരളമുതിലെ കേരളമുതില് നമ്മള് KG പരമേശ്വരൻ നായർ സാർ, KG പരമേശ്വരൻ നായർ കേരളമുതിലെ ശ്രീ KG പരമേശ്വരൻ നായർ, BRP ഭാസ്കർ, ഇത്രയും പേരെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്റർവ്യൂ ചെയ്തു. ഇതോടുകൂടി നമ്മളിപ്പം ഒരു എത്ര പേരെ, നേരത്തെ 76 പേരാണ് ഈ പരമ്പരയിൽ ഒറിജിനലായിട്ട് പങ്കെടുത്തത്. അതിനുശേഷം ഇത്രയും പേര്, ഇനി ഒരു 4-5 പേരും കൂടെ ബാക്കിയുണ്ട്. അപ്പൊ മിക്കവാറും ഇതൊരു 90 മുതിർന്ന മാധ്യമ പ്രവർത്തകരുടെ അനുഭവങ്ങൾ പുസ്തകമായി ഇറക്കാൻ പ്ലാനുണ്ട്. ഈ വർഷം തന്നെ അത് സാധിക്കും എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇതില് വനിതകൾ ഒരു ന്യൂനപക്ഷമാണ്, അത് ഒരു വലിയ പോരായ്മയാണ്. അത് മാധ്യമ പ്രവർത്തകർ, മുതിർന്ന മാധ്യമ പ്രവർത്തകർ ഇവരല്ലേ ഉള്ളൂ, വേറെ ആരും ഇല്ലല്ലോ. കാലത്തിന്റെ പ്രശ്നമാണ്. വളരെ കുറച്ച് പേര് മാത്രമല്ലേ ഉള്ളൂ. പിന്നെ ഒരുപാട് പേരാണ് പിന്നീട് ഒട്ടേറെ പേർ വന്നു, ഒട്ടേറെ ആൾക്കാർ വന്നു. അപ്പൊ ചിലടത്ത് ബ്യൂറോകളിലൊക്കെ സ്ത്രീകൾക്ക് ഭൂരിപക്ഷമുള്ള ബ്യൂറോകൾ പോലും ഉണ്ടാവും, പെൺകുട്ടികളാണ്, പ്രത്യേകിച്ച് ഇലക്ട്രോണിക് മാധ്യമങ്ങളില്. അല്ലേ? അതെ. അപ്പൊ രണ്ടുപേരും മുന്നോട്ട് വന്നിട്ടില്ല അല്ലേ, എത്തിയിട്ടില്ല. പലവട്ടം ഇൻവിറ്റേഷൻ അയച്ചു, അവരിവിടേക്കും നമുക്കും പിന്നെ മെസ്സേജ് അയച്ചു, പക്ഷെ അവര് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഇതിലേക്ക് ചോദിക്കാം, മെസ്സേജ് ആയിട്ട് ചോദിക്കാം. ഇല്ല, അപ്പൊ നമുക്കിനി വെയിറ്റ് ചെയ്യണ്ട എന്ന് തോന്നുന്നു. കാര്യം സ്പീക്കർ ആയിട്ടുണ്ട് സർ. ഓക്കെ, ഞാൻ കാണുന്നില്ല. ശരി. മൈക്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിച്ചോളൂ ശ്രീ വർഗീസ്. മൈക്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്തോളാം. ഓക്കെ, സംസാരിക്കാം. താങ്ക് യു. ഞാന് പലപ്പോഴും നിങ്ങളുടെ ഈ മീഡിയ റൂമിലുള്ള വളരെ, കാരണം ഇതിന് നോട്ടിഫിക്കേഷൻ ഇല്ല, ഞാൻ ഈ ക്ലബിൽ ഇല്ലാത്തതുകൊണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ വളരെ യാദൃച്ഛികമായിട്ട് നിങ്ങൾ അവതരിപ്പിക്കുന്ന പ്രോഗ്രാമുകൾ കേൾക്കാൻ ഇടയായിട്ടുണ്ട്. അതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം എനിക്കിവിടെ ഇഷ്ടമുള്ള, ഇൻട്രസ്റ്റ് ഉള്ള, ആഷിഖിനും എനിക്കൊക്കെ വ്യക്തിപരമായ പരിചയമുണ്ട്, നിങ്ങൾ മറ്റ് പല സ്ഥലത്തും സംസാരിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വളരെ അപൂർവം ആൾക്കാരാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ വളരെ അപൂർവമായിട്ടുള്ള കേൾവിക്കാരുമാണ് ഉണ്ടാകാറുള്ളതെന്ന് ഞാൻ പറയാതെ തന്നെ മുതിർന്ന പ്രവർത്തകരായ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ നിങ്ങളെയൊക്കെ പരിചയപ്പെട്ടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ ഇപ്പൊ താങ്കളൊരു ബുക്ക് പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതില് ഈ അനുഭവക്കുറിപ്പുകൾ എഴുതുമ്പോൾ വളരെ സമാനമായതും വ്യത്യസ്തവുമായ ഒരുപാട് അനുഭവങ്ങൾ കാണും. അപ്പൊ അതിന്റെ ഒരു ഉള്ളടക്കത്തിന്റെ വൈവിധ്യം ഒരു കൗതുകം ഉണ്ടാക്കുന്നുണ്ട് ആ ഒരു വാർത്ത കേട്ടത്. അപ്പൊ ആ പുസ്തകത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. പിന്നീട് ഈ പല പത്രപ്രവർത്തകർക്കും, അതിലെ പത്രപ്രവർത്തനം എന്ന് പറയുന്നത് ഫോട്ടോഗ്രാഫർമാർ ഉൾപ്പെടെ ഉള്ളവർക്ക് വളരെ അപൂർവമായിട്ടുള്ള ചില സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ കഴിയും. അത് പത്രപ്രവർത്തകർക്ക് മാത്രം കിട്ടുന്ന ഒരു ഭാഗ്യമാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വേളാങ്കണ്ണി പോയ സമയത്ത് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് വണ്ടികളൊക്കെ ധാരാളം ചെക്ക് ചെയ്തു. അപ്പോൾ വണ്ടി ചെക്ക് ചെയ്തു, എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ പിന്നീട് എന്റെ സൂട്ട് കേസ് എല്ലാം അഴിച്ച് പരിശോധിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നി. ഞാൻ പറഞ്ഞ ഇതിനകത്തൊന്നും ഇല്ല. അല്ല, നിങ്ങൾ തുറക്കണം. ഞാൻ പറഞ്ഞു നിങ്ങൾ തുറന്നു നോക്കിക്കോളൂ, എനിക്ക് വിരോധമില്ല. അവര് ഡാഷ്ബോർഡ് തുറന്നപ്പോൾ എന്റെ ID കാർഡ് അതിൽ കിടക്കുന്നു. ഉടനെ അവരുടെ മുഖത്തുണ്ടായ ആക്ഷൻ വേറൊരു രീതി. മീഡിയ പേഴ്സൺ ആണോ, എന്നാ പിന്നെ പോയിക്കോട്ടെ. അപ്പൊ എന്റെ ഡ്രൈവർ ആ സാധനം എടുത്ത് അവിടെ ഹാങ് ചെയ്തു. പിന്നീട് അങ്ങോട്ടുള്ള യാത്രയിലും തിരിച്ചിങ്ങോട്ടുള്ള യാത്രയിലും ഒരിടത്തും അവര് വണ്ടി നിർത്തുന്നു, നോക്കുന്നു, നമ്മളെ കടത്തി വിടുന്നു. അപ്പോ ഈ മീഡിയയ്ക്കുള്ള ഒരു പവർ എന്ന് പറയുന്നത് ഭയങ്കരമാണ്. ഒരു സെക്രട്ടേറിയറ്റിലാണെങ്കിലും ഒക്കെ ചെന്ന് കയറാൻ പറ്റുന്നു എന്നുള്ളത് ഒരു വലിയ ഒരു ഇതാണ്. പക്ഷെ എനിക്ക് അവിടെ തോന്നിയ ഒരു കാര്യം, ഇത് അങ്ങനെ ഒരാൾ വ്യാജമായിട്ടുള്ള ഒരു ID കാർഡ് അടിച്ച് എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ, ഇപ്പൊ സാമ്പത്തിക കടത്താണല്ലോ അവർ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്, പണം കൈമാറുന്നു. അത് മീഡിയ പേഴ്സൺ ആയാലും ന്യായമായിട്ടുള്ള ചെക്കിങ് ചെയ്യേണ്ടതല്ലേ?
അത് ഇപ്പം തന്നെ ഈ അടുത്ത ദിവസങ്ങളിൽ വന്ന ചില സംഭവങ്ങൾ, ഈ നന്ദകുമാറിനെ പോലെയുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ വരുന്നു, അല്ലെങ്കിൽ ക്രൈം എന്ന് പറയുന്ന ഒരു പത്രത്തിന്റെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ചിലകൾ വരുന്നു. ഈ അന്വേഷണാത്മക പത്രപ്രവർത്തനം എന്നൊക്കെ പറയുമ്പോഴും അതില് ഈ നമ്മളുടെ നമുക്ക് കിട്ടുന്ന ഇപ്പൊ ഏത് പദവിയായാലും നമുക്ക് കിട്ടുന്ന ഒരു സ്ഥാനം നമ്മള് അതിന്റെ ഒരു ഉത്തരവാദിത്വ ബോധം കൃത്യമായിട്ട് നിറവേറ്റാതെ വരുന്ന സന്ദർഭങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളും ഈ ബുക്കിൽ പരാമർശിക്കപ്പെടുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഇച്ചിരി നീണ്ടുപോയി ചോദ്യം, സോറി. പ്രേമിയോടല്ല അല്ലേ? അത് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ ഫോട്ടോഗ്രാഫേഴ്സിനെ കുറിച്ച് ചോദിച്ചു. നമ്മൾ ആദ്യ പരമ്പരകൾ, നമ്മളിപ്പം പരമ്പരകളായിട്ടാണ് ഇത് പരമ്പരയിൽ ഉൾപ്പെടുത്താൻ പറ്റാതെ പോയതുകൊണ്ടാണ് മുതിർന്ന മാധ്യമ പ്രവർത്തകരെ പ്രേമി നമ്മൾ സ്പെഷ്യൽ ഇൻവൈറ്റ് ആയിട്ട് ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചത്. ഓപ്പൺ ആയിട്ടുള്ള ഒരു സംഭവം അല്ല, ശരിയാണ്. അപ്പം നേരത്തെയുള്ള പരമ്പരയിലെ ന്യൂസ് ഫോട്ടോഗ്രാഫേഴ്സിനെ കുറിച്ച് ചിത്രം ചരിത്രം എന്നൊരു പരമ്പര നമ്മൾ ചെയ്തു. ആ പരമ്പര ഇപ്പോൾ പ്രിന്റഡ് രൂപത്തിലെ സമകാലിക മലയാളം വാരികയിൽ വരുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം അത് എന്റെ 15ാമത്തെ ലക്കം. രാജൻ പൊതുവാൾ, ജയചന്ദ്രൻ, മുസ്തഫ ഇങ്ങോട്ടുള്ള മിക്കവാറും ഈ നേരത്തെ ഈ ഇവിടെ ഹേമലത പരാമർശിച്ച ഇന്ത്യയിലെ 2ാമത്തെ വനിതാ ഫോട്ടോഗ്രാഫറായ സരസ്വതി ചക്രവർത്തി ഉൾപ്പെടെയുള്ളവർ ഇതിലെ ഉണ്ട്. അപ്പൊ അത് പുസ്തകമായിട്ട് വരുന്നുണ്ട്. രണ്ടാമത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പരമ്പരയുടെ ചരിത്ര സാക്ഷികൾ എന്നാണ് മാധ്യമപ്രവർത്തകർ പങ്കെടുത്ത ഈ പരമ്പരയുടെ പേര്. കഴിഞ്ഞ വർഷമാണിത്. ഏറ്റവും ലെങ്തിയായ പരമ്പരയായിരുന്നു. നമ്മൾ ഒത്തിരി ആകാശവാണിക്കാലം എന്ന് പറയുന്ന ഒരു പരമ്പര ഉണ്ടായിരുന്നു. അതിനെക്കാട്ടിലും കൂടുതൽ എപ്പിസോഡുള്ള 76 പേർ പങ്കെടുത്ത മുതിർന്ന മാധ്യമ പ്രവർത്തകർ പങ്കെടുത്ത പരമ്പരയാണ്. അതിലെ ഈ അനുഭവങ്ങൾ മുഴുവനുണ്ട്. അനുഭവങ്ങളുടെ ഒരു വലിയ ഒരു ഡെപ്പോസിറ്ററിയാണ് ആ പരമ്പര. ആ പരമ്പരയിൽ ഇതെല്ലാം ഈ കാലം മുഴുവനുണ്ട്. ഇപ്പൊ ഞങ്ങൾ ഇനിയും നേരത്തെ ഞാൻ പറയുകയുണ്ടായി, ഈ ഇതിൽ അന്ന് പങ്കെടുക്കാൻ സാധിക്കാതെ പോയ മുതിർന്ന കുറെ മാധ്യമ പ്രവർത്തകരെ ഇപ്പം ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ആഴ്ചകളിൽ നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യുന്നയാൾ, അദ്ദേഹത്തിന് 95 96 വയസ്സുണ്ട്. KV മാമൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. 53-ൽ മലയാള മനോരമയിൽ മാമൻ മാപ്പിളയോടൊപ്പം അദ്ദേഹം മാധ്യമ പ്രവർത്തനം ആരംഭിച്ചു. 5 തലമുറ മലയാള മനോരമയിൽ ആൾക്കാരുടെ ഒപ്പം അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ ഈ കാലത്തെ മുഴുവൻ അനുഭവങ്ങളും ഇതിൽ വരുന്നുണ്ട്. അപ്പം അത് മിക്കവാറും അത് വലിയ പുസ്തകമാണ്. താങ്കൾ പറഞ്ഞ എല്ലാത്തരം അനുഭവങ്ങളും ഉൾപ്പെടുന്ന ഒരു കാലഘട്ടത്തിന്റെ പല കാലഘട്ടങ്ങളുടെ കൂടി ചരിത്രമാണ് അതിനകത്ത് ഉള്ളത്. ഹലോ ഹലോ സർ, ശ്രീ ആഷിഖിന് ഞാൻ അദ്ദേഹം എക്സിറ്റ് ആയി വീണ്ടും ജോയിൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇൻവിറ്റേഷൻ അയച്ചു, പക്ഷെ ഇപ്പോഴും അദ്ദേഹത്തിന് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല. മാഡം, ആഷിഖ് അതിന്റെ ഇടയ്ക്ക് ഞാൻ സംസാരിച്ചിരുന്നപ്പോ ഒരു സ്മൈലി ഇമോജി ഇട്ടിരുന്നു. അദ്ദേഹം ഓഫീസിലായതുകൊണ്ട് വരാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ വ്യാജ ID വെച്ച് കയറുന്ന ഒരു പുതിയ കാര്യമില്ല. നമ്മൾ സിനിമകളിൽ പോലും അത് ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട് കഥാസന്ദർഭമായിട്ട് തിരിച്ച്, അല്ലേ? സത്യം പറഞ്ഞാൽ ID ഇല്ലാത്ത മാധ്യമ പ്രവർത്തകരുണ്ട്. കാര്യം PRD റിപ്പോർട്ടിങ്ങിലുള്ളവർക്ക് മാത്രമേ PRD കേരളത്തിലും പിന്നെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ദേശീയ തലത്തിലും പിന്നെ ഈ ID കാർഡ് കൊടുക്കുന്നുള്ളൂ. അക്രഡിറ്റേഷൻ ഉള്ളത് ഒഫീഷ്യലായിട്ട് തിരിച്ച് സ്ഥാപനങ്ങളുടെ ID മാത്രമാണ് ബാക്കി മാധ്യമ പ്രവർത്തകർക്കുള്ളത് തിരിച്ച്. അപ്പൊ എന്തെങ്കിലും പ്രത്യേക അവകാശങ്ങളുള്ളത് PAB ദേശീയ തലത്തിൽ നൽകുന്ന കാർഡിനും കേരളത്തിലെ PRD നൽകുന്ന കാർഡിനുമാണ്. ഈ കൺസെഷൻ ഒക്കെ ഉണ്ട്. ബസ്സിൽ യാത്ര ചെയ്യാനുള്ള കൺസെഷൻ, അല്ലെങ്കിൽ റെയിൽവേയിലുള്ള യാത്രയ്ക്കുള്ള പ്രത്യേക കൺസെഷൻ, ചില പ്രത്യേക സ്ഥലങ്ങളിലുള്ള എൻട്രി ഒക്കെ. അതല്ലാതെ വ്യാജ ID ഇഷ്ടം പോലെ ഉണ്ട്. സ്ഥാപനങ്ങളാരും ഒരു സ്ഥാപനത്തിന്റെ സർക്കുലേഷൻ നോക്കിയല്ല അതുള്ളത്. ഏതെങ്കിലും സ്ഥാപനം ഓൺലൈൻ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ID കാർഡുണ്ട്. അവിടെ സ്ഥാപനത്തിന്റെ ID ഉണ്ട് തിരിച്ച്. അല്ല, എനിക്ക് താങ്കളോട് അതിനോട് ചേർത്തൊരു കാര്യം ചോദിക്കാനുള്ളത്, ഈ ഇപ്പം വ്യാപകമായിട്ട് ഇപ്പൊ ഒരു മൊബൈൽ ഫോണുള്ള ഒരാള് അയാള് മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറ്റി പറഞ്ഞിരിക്കുന്നു. ഓൺലൈൻ മാധ്യമ പ്രവർത്തനം വ്യാപകമായിരിക്കുന്നു. പലപ്പോഴും അതൊരു സംശുദ്ധ പത്രപ്രവർത്തനം അല്ലാതെ മാറുന്ന സന്ദർഭങ്ങൾ ഒരുപാടുണ്ടാകും. അപ്പോ അത്തരത്തിലുള്ള കാര്യങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി അക്രഡിഷനുള്ള പത്രപ്രവർത്തകരെ കൂടാതെയുള്ള കാര്യങ്ങൾക്ക്
കേന്ദ്ര ഗവൺമെന്റ് ശക്തമായ നിയമം കൊണ്ടുവരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പലപ്പോഴും അത് പല രീതിയിൽ എതിർക്കപ്പെടുന്നുണ്ട്. ഇപ്പൊ വാട്സാപ്പായിട്ട് റീസെന്റ് അങ്ങനെ ഒരു തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. വാട്സാപ്പ് ഇന്ത്യ വിടുമെന്ന് തന്നെ പറയുന്ന ഒരു ഘട്ടത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കി കാണുമ്പോൾ ഈ സോഷ്യൽ മീഡിയയെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഇന്നിപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സ്ഥലത്ത് എന്ത് ചെയ്താലും നമ്മൾ വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരാളോട് നമ്മൾ പൊതു ഇടത്തിൽ നമുക്ക് ബിഹേവ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള തരത്തിൽ അതിനെ കട്ട് പേസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ പല സംഭവങ്ങൾ ആഡ് ഓൺ ചെയ്തൊക്കെ വികൃതമാക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കും. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ ധാർമ്മികതയ്ക്കെതിരാണെങ്കിൽ കൂടി അതിനെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം എന്തുകൊണ്ടാണ് ഇപ്പോഴും തുടരുന്നത്? ഇത് ഇന്നത്തെ ഗസ്റ്റ് ഞാനല്ല, പ്രേമാമന്മഥനാണ് ഞാൻ. നമ്മൾ ചോദ്യം താങ്കളെ പോലെ ചോദ്യം ചോദിക്കാൻ വന്ന ആണ് ഞാനും ഹേമലതയും. ഗസ്റ്റാണ് ഉത്തരം പറയേണ്ടത്. അത് ഭയങ്കര കോമഡി ആയിപ്പോയി. അതെ 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 അതെ. ഇപ്പം നമ്മള് വേണ്ടാത്തത് എവിടെയും പറയാതിരിക്കുക, അതാ ഉത്തമം. അല്ല പറയേണ്ടതാണ്. ഏതൊക്കെ തരത്തിലത് എങ്ങനെയൊക്കെ ട്വിസ്റ്റ് ചെയ്യും, കുറച്ച് വാക്കുകൾ അത് കട്ട് ചെയ്ത് ഇട്ടാല് അതിന്റെ അർത്ഥം വേറെയാവും. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിനെ പറ്റിയുള്ള എങ്ങനെയാണ് അത് ചെയ്യുന്നതും ചെയ്യരുതെന്നൊന്നും എനിക്ക് വിവരമില്ല. എങ്ങനെയാണ് അറിയില്ല. അല്ല പിന്നെ സോഷ്യൽ മീഡിയ ഇപ്പം നമ്മുടെ തന്നെ വേണമെങ്കിൽ ഈ ക്ലബ് ഹൗസ് ചർച്ചയും ഒരു ഓൺലൈൻ ഓഡിയോ മാധ്യമം എന്നുള്ള ലെവലിലാണല്ലോ ഈ ക്ലബ് ഹൗസ് പോലും ഇപ്പോൾ അതിന്റെ മാധ്യമത്തിലുള്ള സ്ഥാനം. ഓൺലൈൻ ഓഡിയോ മാധ്യമമാണ് നമ്മുടെ ഉൾപ്പെടെയുള്ളത്. ഇതൊന്നും ലൈസൻസ് വേണ്ട. പക്ഷെ ഇത് ലൈസൻസ് ഇല്ലാത്ത, ഇപ്പം യൂട്യൂബിന് ആരംഭിക്കണമെങ്കിൽ ലൈസൻസ് വേണ്ട, ഫേസ്ബുക്കിന് ലൈസൻസ് വേണ്ട, ന്യൂസ് പോർട്ടലുകൾക്ക് ലൈസൻസ് വേണ്ട, ഈ മാധ്യമങ്ങൾക്കൊന്നും ലൈസൻസ് വേണ്ട. പക്ഷെ അപ്പോഴും അതാത് രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന സബ്ജക്ട് ടു ദ എക്സിസ്റ്റിംഗ് ലോസ് ഇൻ ദ കൺസേൺ കൺട്രീസ്, അതാണ് എൻ്റെ ഒരു കോമൺ ആയിട്ടുള്ള ലോ. അതാത് രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന നിയമങ്ങൾക്ക് വിധേയമാണ് ഈ മാധ്യമങ്ങൾ മുഴുവനും. അങ്ങനെ ഒരു നിയമമുണ്ട്. ഇപ്പം മാത്രമല്ല അതിനെ നിയന്ത്രിക്കാനായിട്ടുള്ള ചില രീതികൾ വരികയാണെങ്കിൽ ഇപ്പോഴുള്ള ഈ സ്വാതന്ത്ര്യം നഷ്ടപ്പെടില്ലേ സർ? നമ്മൾക്കിത് സ്വതന്ത്രമായിട്ട് ഇങ്ങനെ ഒരു ക്ലബ് ഹൗസ് റൂം ഉണ്ടാക്കാനും അതിൽ ചർച്ച ചെയ്യാനുള്ള സ്വാതന്ത്ര്യം പോലും ചോദ്യം ചെയ്യപ്പെടും. തീർച്ചയായിട്ടും വരും. അത് ഈ പ്രേമയുടെ മാധ്യമ പ്രവർത്തനം ആരംഭിക്കുന്നത് അടിയന്തരാവസ്ഥ കാലത്താണ്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാനന്ന് 9-ലോ 8-ലോ പഠിക്കുകയാണ്. സ്കൂൾ വാർഷികത്തിന് അവതരിപ്പിക്കേണ്ട നാടകങ്ങളുടെ സ്ക്രിപ്റ്റ് പോലും ജില്ലാ സെൻസറിംഗ് ഓഫീസർക്ക് കൊടുത്ത് അദ്ദേഹം വായിച്ചു നോക്കി അംഗീകാരം ലഭിച്ചാൽ മാത്രമേ പ്രസന്റ് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. പത്രങ്ങളാണെങ്കിൽ അത് കൃത്യമായിട്ടും അതിന് സെൻസറിംഗ് ഓഫീസേഴ്സ് ഉണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടി ദേശാഭിമാനി പോലെയുള്ള പ്രതിപക്ഷ പത്രങ്ങളെന്ന് എഡിറ്റോറിയൽ ബ്ലാങ്ക് ഇട്ടു. ഇന്ത്യൻ എക്സ്പ്രസും അത് ചെയ്തു. അപ്പൊ അടുത്ത ദിവസം അത് വലിയ പ്രൊട്ടസ്റ്റ് ആണ് എന്ന് ഗവൺമെന്റ് കണ്ടെത്തുകയും എഡിറ്റോറിയൽ പേജ് ബ്ലാങ്ക് ഇടാൻ പാടില്ല എന്ന് ഉത്തരവിറക്കുകയും ചെയ്തു. അങ്ങനെ ഒരു ഭീകരമായൊരു കാലഘട്ടം തിരിച്ചു വരും. അതൊന്നും ഒരു രാജ്യങ്ങളിലെയും ജനാധിപത്യവാദികൾ അംഗീകരിക്കും എന്ന് എനിക്ക് വിശ്വാസമില്ല, അംഗീകരിക്കേണ്ട ആവശ്യവുമില്ല. തിരിച്ചു പക്ഷെ നമുക്ക് കിട്ടിയിട്ടുള്ള സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യാതെ അത് കർശനമായിട്ടുള്ള വ്യവസ്ഥകളോട് കൂടി മുന്നോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ മറ്റു റെഗുലേഷൻസ് ഒന്നും ഇല്ലാതെ അതെ, അതാത് രാജ്യങ്ങളിൽ നിയമമുണ്ടല്ലോ. നിയമമില്ലാത്ത രാജ്യങ്ങളിലല്ലോ. ഇപ്പൊ എനിക്ക് സോഷ്യൽ മീഡിയ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരാളെ വ്യക്തിപരമായി ആക്ഷേപിച്ചു കഴിഞ്ഞാൽ നിലവിലുള്ള നിയമം അനുസരിച്ചിട്ട് നടപടികൾ എടുക്കാം. അതെല്ലാ രാജ്യങ്ങളിലും അതിന് നിയമമുണ്ട്. തിരിച്ച് സെൽഫ് റെഗുലേഷൻ ആണ് വേണ്ടത് ഇക്കാര്യത്തിൽ. അതെ 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 അതെ. അപ്പോൾ നമുക്കിനി കൂടുതൽ ചർച്ചയിലേക്ക്, നമ്മളൊരു പ്രത്യേക സെഷൻ ആയതുകൊണ്ടും നമ്മൾ ഓപ്പൺ പരമ്പരയുടെ ഭാഗമായി നടത്തുന്നല്ലാത്തതുകൊണ്ടും നമുക്കിവിടെ അവസാനിപ്പിക്കാം എന്ന് തോന്നുന്നു, അല്ലേ? അതെ. അപ്പോൾ ഈ പ്രത്യേക അതിഥിയായി ഇവിടെ വരികയും 35 വർഷത്തെ മാധ്യമ അനുഭവങ്ങൾ വളരെ വിശദമായി സംസാരിക്കുകയും ചെയ്ത ശ്രീമതി പ്രേമാമന്മഥൻ, ഞങ്ങളെ പ്രേമ ചേച്ചിയോട് ഈ ക്ലബ് ഹൗസ് മീഡിയ റൂമിന്റെ ഇവിടെ പങ്കെടുത്ത എല്ലാവരുടെ പേരിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. വളരെ സന്തോഷം.
എനിക്കും വലിയ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ആദ്യം ഞാൻ ഓർത്ത് എന്ത് പറയും എന്നൊക്കെ ഓർക്കും, പക്ഷെ കുഴപ്പമൊന്നും. താങ്ക് യു. ഓക്കെ. വളരെ സന്തോഷം ചേച്ചി ഈ ഒരു ചർച്ചയിൽ പങ്കെടുത്തതിനും ഈ ഒരു പരിപാടിയിൽ വളരെ തുറന്ന് ചർച്ച ചെയ്യാനായിട്ട് എത്തിയതിനും വളരെ സന്തോഷം. ചേച്ചിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. അങ്ങോട്ടും താങ്ക് യു. താങ്ക് യു. ഓക്കെ ശരി.